നമസ്കാരം, മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ബാങ്ക് എക്സാമിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കിങ്ങിലെ എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഈ ചോദ്യങ്ങൾ പറയുമ്പം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പിശക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ചൂണ്ടിക്കാണിക്കുകയും കൂടെ വേണം. പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം മിസ്റ്റേക്ക് സംഭവിക്കാവുന്നത് യാദർച്ഛികമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബാങ്കിങ്ങിലെ എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. JC എക്സാം കഴിഞ്ഞു, അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മിക്സഡ് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ബാങ്ക്സ് കമ്പൈൻ ബോത്ത്. എന്താണ് മിക്സഡ് ബാങ്കിങ്? എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ് മിക്സഡ് ബാങ്കിങ്? നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിനകത്ത് ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഒരു ഏരിയ ആണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ഡെപ്പോസിറ്റ് ബാങ്കിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, മിക്സഡ് ബാങ്കിങ് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ഡെപ്പോസിറ്റ് ബാങ്കിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എയും ബിയുമാണ്, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ? അപ്പൊ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. മിക്സഡ് ബാങ്കിങ് എവിടെയാണ് പോപ്പുലർ ആയിട്ട് ഉള്ളതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ്. ഓർത്തു വെക്കുക. വിച്ച് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Banking laws were made applicable to cooperative society only in 1966. B statement നോക്കാം. Part 5 of BR Act applicable to cooperative banks. C statement Section 24 deals SLR. D statement Section 56 Act to apply cooperative society subjected to modification. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ BR ആക്ടുമായി ബന്ധപ്പെട്ടതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ബാങ്കിങ് ലോസ് വെയർ മേഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺലി 1966. ഈ പറയുന്ന BR ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമായി തുടങ്ങിയത് 1966 മുതലാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതാണ്. പാർട്ട് 5 ഓഫ് BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ആകെ എത്ര പാർട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 പാർട്ടുകളാണുള്ളത്. അതിൽ 5ാമത്തെ പാർട്ട് എന്തിനെ പറ്റിയാണ് പറയുന്നത്? അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്ഷൻ 24 ഓഫ് BR ആക്ട് ഡീൽസ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ SLR-നെ പറ്റി പറയുന്ന BR ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 24 ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്തത് സെക്ഷൻ 56 ആക്ട് ടു അപ്ലൈ കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്ജക്റ്റഡ് ടു മോഡിഫിക്കേഷൻ. BR ആക്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 56 സെക്ഷൻ ആണുള്ളത്. അതിൽ 56ാമത്തെ സെക്ഷൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും വളരെ ശരിയാണ്. അപ്പോൾ ഇവിടെ BR ആക്ടുമായി ബന്ധപ്പെട്ടതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Which of the following statement is are correct? ഇവിടെയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. The Royal Commission on Indian Currency and Finance recommended the creation of Central Bank of India. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണെന്നാണ് പറയുന്നത്. അടുത്ത ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം. RBI സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഓൺ
April 1st 1935 with the initial share capital 1 crore. C സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 1937 the headquarters of RBI shifted to Calcutta from Mumbai. D സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് RBI was started as a shareholders bank and continued as such till 31/12/1948. ഇതിൽ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ RBI അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. അടുത്തത് RBI was started functioning from April 1st 1935 with the initial share capital of 1 crore. ഇവിടെ RBI വന്ന ഡേറ്റ് കറക്റ്റ് ആണ്. April 1st 1935 ഈ പറയുന്ന RBI നിലവിൽ വന്നത്. പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 1 crore എന്നാണ് കൊടുത്തേക്കുന്നത്, 1 കോടി എന്നാണ് കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ്. എത്ര ആയിരുന്നു ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 5 കോടി ആയിരുന്നു. RBI നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന ബി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 1937 ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് RBI ഷിഫ്റ്റഡ് ടു കൽക്കട്ട. 1937 RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലേക്ക് മാറ്റപ്പെട്ടു. എവിടെ നിന്ന്? മുംബൈയിൽ നിന്ന്. അങ്ങനെയാണോ? ഇപ്പോൾ കറന്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. തുടക്കത്തിൽ അത് എവിടായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. 1937 കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു? മുംബൈയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ നിലവിൽ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. അപ്പോൾ ഈ പറയുന്ന സി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? RBI was started as a shareholders bank and continued as such till 31/12/1948. ഇതും RBIയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എയും ഡിയുമാണ് ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ഡിയുമാണ് ഇവിടെ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നോക്കാം. അണ്ടർ DRI സ്കീം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് ടു വീക്കർ സെക്ഷൻ അറ്റ്. DRI സ്കീം ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പാവപ്പെട്ടവർക്കും ലോൺ അനുവദിക്കുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് DRI സ്കീം നിലവിൽ വന്നു. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കുറഞ്ഞ നിരക്കിൽ, കുറഞ്ഞ പലിശ നിരക്കിൽ, കൊളാറ്ററൽ സെക്യൂരിറ്റികൾ ഒന്നും ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോൺ ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? DRI അഥവാ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ ഈടാക്കപ്പെടുന്ന ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 4%. ഓർത്തുവെക്കുക, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമിൽ അവിടെ വീക്കർ സെക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെട്ട ഒരു ലോൺ ഫെസിലിറ്റിയാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ കുറഞ്ഞ പലിശ നിരക്കിൽ എല്ലാവർക്കും ലോൺ അനുവദിക്കുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റിയും ആവശ്യമില്ല. എത്രയാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? 4% ആണ്. ഓർത്തുവെക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അവിടെ 2 ഫങ്ഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും. പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് ലോണുമാണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്ന ഏതൊക്കെയാണ്? ഏജൻസി ഫംഗ്ഷനും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനുമാണ്. ഇവിടെ പ്രൈമറി ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രൈമറി ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ഇഷ്യൂ ഓഫ് ATM കാർഡ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും മാത്രമാണ്. പ്രൈമറി ഫംഗ്ഷൻ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. അടുത്തത്, which of the following types of banking are popular in USA? ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ പല തരത്തിലുള്ള ബാങ്കിങ് നമ്മൾ പറയുന്നതാണ്. ഇവിടെ
യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്. ഈ ബാങ്കുകളിൽ ഇവിടെ USA എന്ന് പറയുന്ന രാജ്യത്ത് പോപ്പുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. നോക്കുക, യൂണിറ്റ് ബാങ്കിങ് അഥവാ ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ളത് USA-യിലാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബാങ്കിങ്ങും എവിടെയാണ്? USA-യിൽ തന്നെയാണ്. കറസ്പോണ്ടന്റ് ബാങ്കിങ്ങും എവിടെയാണ് പോപ്പുലർ? USA-യിൽ തന്നെയാണ്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങും ഗ്രൂപ്പ് ബാങ്കിങ്ങും കറസ്പോണ്ടന്റ് ബാങ്കിങ്ങും എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്? USA-യിലാണ് കാണപ്പെടുന്നത്. മിക്സഡ് ബാങ്കിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മിക്സഡ് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ USA-യിൽ പോപ്പുലർ ആയിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, the term run of the bank denote. ബാങ്കിങ്ങിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു വാക്കാണ് റൺ ഓഫ് ദ ബാങ്ക്. എന്താണ് റൺ ഓഫ് ദ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെപ്പോസിറ്റ് ഗിവിംഗ് ഇൻ ബാങ്ക്, ബാങ്ക്സ് കമ്മിങ് ഇൻ ലോസ്, withdrawal of deposit in bulk, giving deposit in bulk, none of these. ഇതിനകത്ത് റൺ ഓഫ് ദ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക. വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ബൾക്ക്. ബൾക്കായിട്ട് ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തെ വിളിക്കുന്ന പേരാണ് റൺ ഓഫ് ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ ബൾക്കായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റൺ ഓഫ് ദ ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നോ ജോയിന്റ് അക്കൗണ്ട് ഈസ് പെർമിറ്റഡ് ഇൻ ദ കേസ് ഓഫ്. ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്തത് ആർക്കൊക്കെയാണ്? ആർക്കൊക്കെ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല? 2 women, 2 old men, 2 minor, all of these. നോക്കുക, 2 സ്ത്രീകൾക്ക് ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാം, പ്രശ്നമില്ല. 2 ഓൾഡ് മാൻ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് എടുക്കാം, പ്രശ്നമില്ല. പക്ഷേ 2 മൈനർ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, സീറോ ബാലൻസ് അക്കൗണ്ട് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാങ്ക്സ് ടു ഡാഷ്. സീറോ ബാലൻസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട്, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യവുമായിട്ട് തുടക്കപ്പെട്ട ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് സീറോ ബാലൻസ് അക്കൗണ്ട്. നോ ഫ്രിൽ അക്കൗണ്ട് എന്നായിരുന്നു. നോ ഫ്രിൽ അക്കൗണ്ട് എന്നാണ് ഈ പറയുന്ന സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ ആ ഒരു പേര്. നോക്കാം, ഹാവ് മോർ കറണ്ട് അക്കൗണ്ട്, have more ATM card holder, have more borrowers, wides the client base and financial inclusion. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നോ ഫ്രിൽ അക്കൗണ്ട് അഥവാ സീറോ ബാലൻസ് അക്കൗണ്ട് വന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടാണ്. അതിലൂടെ വൈഡ് ആയിട്ട് ക്ലയൻസിനെ ബാങ്കുകൾക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈഡ്സ് ദ ക്ലയന്റ് ബേസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അടുത്ത ചോദ്യം, മിന്റ് സ്ട്രീറ്റ് ഈസ് യൂസ്ഡ് ടു റഫർ. എന്താണ് മിന്റ് സ്ട്രീറ്റ്? മിന്റ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? RBI ആണോ, SBI ആണോ, ന്യൂ ജനറേഷൻ ബാങ്കിനെയാണോ, നബാർഡിനെയാണോ? മിന്റ് സ്ട്രീറ്റ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതും ഈ പറയുന്ന കോയിനുകൾ മിന്റ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കോയിൻസ് മിന്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കറൻസികൾ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോയിനുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? മിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് RBI ആണ്. മിന്റ് സ്ട്രീറ്റ് എന്തുമായി മിന്റ് സ്ട്രീറ്റ് യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കാം. എ ബാങ്കർ റിവീൽസ് ദ സീക്രട്ട് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് on the request of fellow banker. It is called. Banker reveals the secret of customer account on the request of fellow banker. Fellow bankerന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന്റെ സീക്രട്ടുകൾ വെളിപ്പെടുത്തുന്നു മറ്റൊരു ബാങ്കിന്. ആ ഒരു രീതിയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. കസ്റ്റമർ കോർട്ടസി, ലീഗൽ കോർട്ടസി, പാർട്ട്ണർ കോർട്ടസി, ബാങ്കേഴ്സ് കോർട്ടസി.
അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബാങ്കേഴ്സ് കോർട്ടസി ആണ്. ഓർത്തു വെക്കുക, എ ബാങ്കർ റിവീൽസ് ദ സീക്രട്ട് ഓഫ് കസ്റ്റമർ അക്കൗണ്ട്. ഒരു കസ്റ്റമറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ മറ്റൊരു ഫെലോ ബാങ്കറിന് മറ്റു ആവശ്യങ്ങൾക്കായിട്ട് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ബാങ്കേഴ്സ് കോർട്ടസി എന്ന് പറയുന്നത്. എന്നാൽ കസ്റ്റമർ കോർട്ടസി എന്താണെന്ന് വെച്ചാൽ ബാങ്കും കസ്റ്റമറും തമ്മിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിൽ ആവുമ്പോൾ ബാങ്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ട ആ മര്യാദകളെ പറ്റിയൊക്കെ പറയുന്നത് എന്തിലാണെന്ന് ചോദിച്ചാൽ കസ്റ്റമർ കോർട്ടസിക്കകത്താണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ബാങ്കർ റിവീൽ ദ സീക്രട്ട് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ഫെലോ ബാങ്കർ, ഇറ്റ് ഈസ് കാൾഡ് ബാങ്കേഴ്സ് കോർട്ടസി. അടുത്ത ക്വസ്റ്റ്യൻ, the regulator and supervisor of payment and settlement of system. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ റെഗുലേറ്ററും സൂപ്പർവൈസറും ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, SBI, RBI, all of these. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ റെഗുലേറ്ററും സൂപ്പർവൈസറും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? RBI ആണ്. ഓർത്തു വെക്കുക, the regulator and supervisor of payment and settlement system ആരാണെന്ന് ചോദിച്ചാൽ RBI ആണ്. അടുത്തത്, in respect of a joint SB account in the name of 3 persons, dash number of nominees can be made. ഒരു SB joint account ഓപ്പൺ ചെയ്യുന്ന അവസരത്തിൽ അവിടെ 3 വ്യക്തികളാണ് അവിടെ പാർട്ടീസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ എത്ര നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യാം എന്നാണ് ചോദ്യം. ആൻസർ ഒരു നോമിനി. ഓർത്തു വെക്കുക, ജോയിന്റ് അക്കൗണ്ടിന്റെ കേസ്, ജോയിന്റ് SB അക്കൗണ്ടിന്റെ കേസിൽ നോമിനേഷൻ ഫെസിലിറ്റി അവിടെ എത്ര നോമിനീസിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഓൺലി 1 ആണ്, ഒരാളെ മാത്രമാണ്. അടുത്തത്, വാട്ട് ഈസ് എ കറൻസി ചെസ്റ്റ്? എന്താണ് കറൻസി ചെസ്റ്റ്? എ സെക്യൂർ വോൾട്ട് ഫോർ സ്റ്റോറിംഗ് ഓൾഡ് കറൻസി നോട്ട്, a place where coins are minted, a designated bank branch authorized to store and distribute currency note, a mobile unit for transporting cash between banks. ഓർത്തു വെക്കുക, കറൻസി ചെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന നോട്ടുകളെല്ലാം താൽക്കാലികമായിട്ട് ഒരിടത്തേക്ക് മാറ്റി വെക്കുന്നു, അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ സ്റ്റോർ ചെയ്യപ്പെട്ട ഏരിയയിൽ നിന്നാണ് പിന്നീട് ആവശ്യമായിട്ടുള്ള മറ്റു ബാങ്കുകളിലേക്കൊക്കെ ഈ പറയുന്ന കറൻസി നോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറൻസി നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എ ഡെസിഗ്നേറ്റഡ് ബാങ്ക് ബ്രാഞ്ച് ഓതറൈസ്ഡ് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് കറൻസി നോട്ട്. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റോർ ചെയ്യാനും പിന്നീട് അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന RBIയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കറണ്ട് റിസർവ് റേഷ്യോ, ക്യാപിറ്റൽ റിസർവ് റേഷ്യോ, സെൻട്രൽ റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, നൺ ഓഫ് ദീസ്. ഇവിടെ നോക്കുക, CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക, ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. CRR എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ഇന്ത്യ ഫോളോസ് ഡാഷ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏത് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ആണെന്നാണ് ചോദ്യം. ഫിക്സഡ് ഫിഡ്യൂസറി സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം, മാക്സിമം ഫിഡ്യൂസറി സിസ്റ്റം, പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഓർത്തു വെക്കുക, ഇന്ത്യ നിലവിൽ ഫോളോ ചെയ്യുന്നത് ഏത് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ മിനിമം റിസർവ് സിസ്റ്റം ആണ്. ഓക്കെ ആണല്ലോ. തുടക്കത്തിൽ അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു. ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു. 1956 വരെ ആയിരുന്നു ഇത്. 1956 ശേഷം പിന്നീട് ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റം ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് RBI ഈസ്. ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുകൾ, RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുകൾ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് RBIയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസറിലേക്ക് തന്നെ ഞാൻ ഡയറക്റ്റ് പോകുന്നു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് RBI ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ബൈ RBI.
RBI ഈ പറയുന്ന സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓർത്തു വെക്കുക, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് RBI ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രൂ അബൌട്ട് SBI merger with അസോസിയേറ്റ് ബാങ്ക്? SBI അസോസിയേറ്റ് ബാങ്കുമായിട്ട് അവസാനമായിട്ട് മെർജ് ചെയ്തത് എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കുക, SBI അവസാനമായിട്ട് മെർജ് ചെയ്തത്, SBI അസോസിയേറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ SBI merged with 5 അസോസിയേറ്റ് ബാങ്ക് ഇൻ 2017. ഓക്കെ ആണല്ലോ. നിലവിൽ SBIക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേറ്റ് ബാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിലവിൽ ഒരു അസോസിയേറ്റ് ബാങ്ക് പോലും ഇല്ല. അവസാനം 5 അസോസിയേറ്റ് ബാങ്കുകളുമായിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ SBI പിന്നീട് ഈ പറയുന്ന 5 അസോസിയേറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തു 2017. അടുത്തത്, which of the following statement about the State Bank of India SBI is true? ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. SBIയുമായി ബന്ധപ്പെട്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. SBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947. ശരിയാണോ? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955-ലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ട്രൂ ആണ് വേണ്ടത്. SBI is the second largest commercial bank in India. ശരിയാണോ? അല്ല. SBI എന്ന് പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, ഫസ്റ്റ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഏതെന്ന് പറയുന്നത് SBI എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. SBI ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. SBI was formed by the merger of 3 presidency bank. നമുക്കറിയാം, ആദ്യം 3 പ്രസിഡൻസി ബാങ്കുകൾ, ഈ പ്രസിഡൻസി ബാങ്കുകൾ എല്ലാം ചേർന്നുകൊണ്ട് ഇമ്പീരിയൽ ബാങ്ക് ആയി. പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് എന്തോ ആയി, SBI ആയിട്ട് മാറി. അപ്പോൾ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. SBI was formed by the merger of 3 presidency bank. ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി, ഡി മാത്രമാണ്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി, ഡി മാത്രമാണ് ഇവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, ദ ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ കൺസിസ്റ്റ് ഓഫ്. ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ സെൻട്രൽ ബാങ്കിന്റെ ഒരു സബ് കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ. ഇവിടെ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷനിലെ അംഗസംഖ്യ എത്രയാണ്, അവരാരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതാ കേട്ടോളൂ, ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ RBI അഥവാ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷനകത്ത് അംഗസംഖ്യ എന്ന് പറയുന്നത് 6 പേരാണ്, 6 മെമ്പേഴ്സ് ആണ്. അതിൽ 6 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ചെയർമാൻ ആയിട്ട് വരുന്നത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBIയും മറ്റ് 3 ഡെപ്യൂട്ടി ഗവർണേഴ്സും അതുപോലെ തന്നെ 2 ഡയറക്ടേഴ്സും ചേർന്ന 6 പേരാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. RBIയുടെ ഒരു സബ് കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത്, which of the following statements are correct about RRB? RRBയുമായി ബന്ധപ്പെട്ട്, റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നോക്കുക, പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദ റൂറൽ ഏരിയ. നമുക്കറിയാം, ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക് വന്നത് റൂറൽ ഏരിയ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലെ വീക്കർ സെക്ഷന് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് വന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ശരിയായിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് അറ്റ് മൊറാദാബാദ്. കറക്റ്റ് ആണ് അല്ലെ. ഫസ്റ്റ് RRB, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് മൊറാദാബാദിലാണ് വന്നത്. ശരിയാണ്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നു, അത് മൊറാദാബാദിലാണ്. അടുത്തത്, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1975. ശരിയാണോ? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട്
റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975 പക്ഷേ അവിടെ ആക്ട് നിലവിൽ വന്നത് 1976 1976 RRB ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേരള ഗ്രാമീൺ ബാങ്ക് ഇസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള RRB ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഇത് ശരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? എയും ബിയും ഡിയും മാത്രമാണ്. എയും ബിയും ഡിയും. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നോമിനേഷൻ രജിസ്റ്റർ ഓഫ് എ ബാങ്ക് ഈസ് ടു ബി കെപ്റ്റ് ഫോർ പീരീഡ് ഓഫ്. ബാങ്കിന്റെ നോമിനേഷൻ രജിസ്റ്റർ എത്ര നാളത്തേക്കാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ബാങ്കിന്റെ നോമിനേഷൻ രജിസ്റ്റർ എത്ര നാളത്തേക്കാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? 10 വർഷം, 5 വർഷം, 7 വർഷം, പെർമനന്റ്ലി. ഓർത്തു വെക്കുക, ഒരു ബാങ്കിന്റെ നോമിനേഷൻ രജിസ്റ്റർ പെർമനന്റ് ബുക്കാണ്. ഓർത്തു വെച്ചാണേ, അതിന് പ്രത്യേകിച്ച് കാലയളവൊന്നും തന്നെ ഇല്ല. ഒരു ബാങ്കിന്റെ നോമിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ഓഫ് ദ ബോർഡ് ഫോർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ്, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ റെഗുലേറ്റർ, സൂപ്പർവൈസർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ ഈ പറയുന്ന ബോർഡ് ഫോർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഹെഡ് ആരായിരിക്കും? നേരത്തെ റെഗുലേറ്ററും സൂപ്പർവൈസറും എന്ന് പറഞ്ഞത് RBI ആണ്. അപ്പോൾ അതിന്റെ ഹെഡ് ആണ്, RBIയുടെ ഹെഡ് ആരാണ്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഗവർണർ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. RBI ഗവർണർ ആണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിംഗ് വിച്ച് 3 പ്രസിഡൻസി ബാങ്ക്. 3 പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നാണ് ഇംപീരിയൽ ബാങ്ക് ഫോം ചെയ്തത്. ഇംപീരിയൽ ബാങ്ക് ആണ് പിന്നീട് എന്തായത്? SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്. നമ്മൾ അതെല്ലാം വിശദമായിട്ട് പഠിച്ചതാണ്. ഇവിടെ നോക്കാം, പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ പറയുന്ന 3 ബാങ്കുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രസിഡൻസി ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969. നമ്മൾ ബാങ്ക് നാഷണലൈസേഷന്റെ കേസിൽ 1960, 1969, 1980 2 ബാങ്ക് നാഷണലൈസേഷനെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. ഇവിടെ 1969 എത്ര ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 14 ബാങ്കുകളെയാണ്. ഓർത്തു വെച്ചോണേ, 1969 ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ എത്ര ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു എന്ന് ചോദിച്ചാൽ 14 ബാങ്കുകളെയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡ് ബാങ്ക് സ്കീം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡാഷ് റെക്കമെൻഡേഷൻ. ലീഡ് ബാങ്ക് സ്കീം ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ലീഡ് ബാങ്ക് ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക, കമ്മിറ്റി ലെഡ് ബൈ FKF നരിമാൻ ആണ്. പുറത്തു വെച്ചോണം, FKF നരിമാൻ ആണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്പോൺസേർഡ് ബാങ്ക് ഇൻ കേസ് ഓഫ് RRB? റീജിയണൽ റൂറൽ ബാങ്കിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 50:15:35. ഇത് എവിടുന്നൊക്കെയുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ 50% അല്ലെ, 50:15:35 അതാണ് അവിടുത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. RRBയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ സെൻട്രൽ ഗവൺമെന്റ് 50%, ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് 15%, സ്പോൺസറിംഗ് ബാങ്ക് എന്ന് പറയുന്നത് 35%. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ദ ലോക്കൽ ഏരിയ ബാങ്ക്സ്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓർത്ത് വെച്ചോണം, ചോദ്യം വായിക്കുമ്പോൾ തന്നെ നോക്കിക്കോണം, റോങ് ആണോ കറക്റ്റ് ആണോ എഴുതണ്ടേ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ലോക്കൽ ഏരിയ ബാങ്കുമായി ബന്ധപ്പെട്ടതിൽ
തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ലോക്കൽ ഏരിയ ബാങ്ക്സ് റിക്വയർ മിനിമം ക്യാപിറ്റൽ ഓഫ് 5 crore. ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന ലോക്കൽ ഏരിയ ബാങ്ക് നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ മിനിമം ക്യാപിറ്റൽ ഒരു നിലവിൽ വരണമെങ്കിൽ അതിന്റെ മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി തന്നെയാണ്. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓപ്പറേഷൻ ലിമിറ്റഡ് ടു മാക്സിമം 3 ജിയോഗ്രഫിക്കൽ കണ്ടീജിയസ് ഡിസ്ട്രിക്ട്. അടുത്തടുത്ത 3 ജില്ലകളായിരിക്കണം ഒരു ലോക്കൽ ഏരിയ ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. ലോക്കൽ ഏരിയ ബാങ്കിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 3 ജിയോഗ്രഫിക്കലി കണ്ടീജിയസ് ഡിസ്ട്രിക്ട് ആണ്. അടുത്തടുത്ത 3 ജില്ലകളാണ് എന്തിന്റെ പ്രവർത്തന പരിധി? ഒരു ലോക്കൽ ഏരിയ ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ലോക്കൽ ഏരിയ ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് 1996. തെറ്റാണ്. ശരിയാണോ? ലോക്കൽ ഏരിയ ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996 ശരിയാണ്. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ ലാർജ് കോർപ്പറേറ്റ് ക്ലയന്റ്. അങ്ങനെയാണോ? ലോക്കൽ ഏരിയ ബാങ്ക് സാധാരണക്കാർക്ക് വേണ്ടി നിലവിൽ വന്ന ഒരു ബാങ്കാണ് ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വലിയ കോർപ്പറേറ്റ് ക്ലയന്റുകൾക്ക് വേണ്ടി വന്ന ഒരു ബാങ്ക് അല്ല ലോക്കൽ ഏരിയ ബാങ്ക്. അപ്പോൾ ഈ പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 4 ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ശരിയാണ്. പക്ഷേ അതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരെ ആൻസറിലേക്ക് പോകുന്നു. ഓപ്ഷൻ ബി എന്ന് നോക്കുക. പ്രൊവൈഡിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസ് ടു ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, എല്ലാ തരത്തിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന ബാങ്കിങ് സേവനങ്ങൾ, ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ഗോൾ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൊവൈഡിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ് ടു ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ. A fixed deposit is treated as unclaimed matured deposit after a period of. നമുക്കറിയാം, ഒരു FD ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ മിനിമം 7 ദിവസമായിട്ട് മാക്സിമം 10 വർഷമായിട്ടും ഒക്കെ നമുക്ക് FD നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ FD നിക്ഷേപിച്ച ആ ഒരു എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് അൺക്ലെയിംഡ് മെച്ചുവേർഡ് ഡെപ്പോസിറ്റ് ആവുന്നത് എപ്പോൾ മുതലാണ്? അൺക്ലെയിംഡ് മെച്ചുവേർഡ് ഡെപ്പോസിറ്റ് ആവുന്നത് എന്നു മുതലാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 10 years ആഫ്റ്റർ മെച്യൂരിറ്റി ആണ്. നമുക്കറിയാം, ഒരു FDയുടെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസവും മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 10 വർഷവുമാണ്. 10 വർഷം വരെ പോയി 10 വർഷം കഴിഞ്ഞ് അല്ലെ 10 years ആഫ്റ്റർ മെച്യൂരിറ്റിക്ക് ശേഷം 10 വർഷം കഴിഞ്ഞ ആ ഒരു ഡെപ്പോസിറ്റിനെ പറയുന്ന പേരെന്താണ്? അൺക്ലെയിംഡ് മെച്യൂർഡ് ഡെപ്പോസിറ്റ് എന്നാണ്. അത് പിന്നീട് നമ്മൾ എങ്ങോട്ട് മാറ്റും? RBIയുടെ ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 10 years ആഫ്റ്റർ മെച്യൂരിറ്റി എന്ന് പറയുന്നു. നോക്കാം. അടുത്ത 31ാമത്തെ ചോദ്യം. How do differentiated banks contribute to financial inclusion? Financial inclusion ഡിഫറൻഷിയേറ്റഡ് ബാങ്കുകൾ എന്താണ് സഹായിച്ചത്? എന്താണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്? നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഡിഫറൻഷിയേറ്റഡ് ബാങ്കിന് ഉദാഹരണമാണ് ഈ പറയുന്ന ലോക്കൽ ഏരിയ ബാങ്കും ഒക്കെ. അപ്പൊ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകതയുള്ള ചില ഫിനാൻഷ്യൽ സർവീസുകൾ, മറ്റു ബാങ്കുകളൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത തരത്തിലുള്ള മറ്റ് സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്. ബൈ ഓഫറിംഗ് സർവീസ് ഓൺലി ടു ഹൈ ഇൻകം ഇൻഡിവിജ്വൽ. ഹൈ ഇൻകം ഇൻഡിവിജ്വൽസിന് മാത്രമായിരുന്നോ? അല്ല, അത് തെറ്റാണ്. ബൈ പ്രൊവൈഡിംഗ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ടു അണ്ടർ റിസർവ്ഡ് മാർക്കറ്റ് സെഗ്മെന്റ്. ശരിയാണ്. സ്പെഷ്യലൈസ്ഡ് സർവീസ്, മറ്റുള്ളവരാരും കൊടുക്കാത്ത തരത്തിലുള്ള ചില സ്പെഷ്യൽ ആക്ടിവിറ്റീസ്, ചില സ്പെഷ്യൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത, വാട്ട് ഈസ് ആൻ അക്യൂസിഷൻ ഇൻ ബാങ്കിങ് ടെർമിനോളജി?
നമ്മൾ മെർജർ ആൻഡ് അക്യൂസിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയുണ്ട് അല്ലെ. ഇവിടെ അക്യൂസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാങ്കിങ് ടെർമിനോളജിയിൽ അക്യൂസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്യൂസിഷൻ എന്ന് വെച്ചാൽ ഏറ്റെടുക്കുക, ഒന്ന് മറ്റൊരാളെ ഏറ്റെടുക്കുക. നോക്കുക, അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ നോക്കേ, ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് അക്യൂസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, വൺ ബാങ്ക് ടേക്കിംഗ് ഓവർ അനദർ ബാങ്ക്. ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അക്യൂസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് സർവ്ഡ് ബൈ RBI ആസ് ഇറ്റ്സ് ബാങ്കർ. ഇവിടെ നമ്മൾ RBI എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ RBI എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ബാങ്കാണ് RBI എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഈ പറയുന്ന ഏതോ ഒരു സംസ്ഥാനത്തിൽ RBI എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ബാങ്ക് അല്ല. അത് ഏത് സ്റ്റേറ്റിന്റെ ആണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക, മണിപ്പൂർ. മണിപ്പൂരിന്റെ കേസിൽ ഗവൺമെന്റിന്റെ ബാങ്ക് അല്ല RBI. പുറത്തു വെച്ചോണേ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെയും കേസിൽ ബാങ്ക്, ഈ RBI എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെന്റ് ആണ്. നരസിംഹം കമ്മിറ്റി വാസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് റീഫോംസ്? എന്താണ് നരസിംഹം കമ്മിറ്റി? നരസിംഹം കമ്മിറ്റി എന്താണെന്നാണ് ചോദ്യം. പ്ലാനിംഗ് ഇംപ്ലിമെന്റേഷൻ റീഫോംസ്, ടാക്സ് സ്ട്രക്ചർ റീഫോം, ബാങ്കിങ് സ്ട്രക്ചറൽ റീഫോംസ്, ഹൈ എഡ്യൂക്കേഷൻ റീഫോം. നമുക്കറിയാം നരസിംഹം കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ബാങ്കിങ് സ്ട്രക്ചറൽ റീഫോംസ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഓക്കെ ആണേ. അടുത്ത, മാച്ച് ദ ടേബിൾ. ഇത്തരത്തിൽ മാച്ച് ചെയ്യാനൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. JC എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നോക്കാം, ഇതിനകത്ത് നമ്മൾ ഓപ്ഷനിലേക്ക് ഇങ്ങനെ കുറെ ഓപ്ഷന് നമുക്ക് കാണാം. നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ അതിനകത്തുനിന്ന് ആദ്യം പരിശോധിക്കുക. ഓക്കെ ആണ്. ഇവിടെ വാലിഡിറ്റി ഓഫ് ചെക്ക്, എന്റെ കേസ് ഞാൻ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ രണ്ടാമത്തെ കേസ് നോക്കുക. നമുക്ക് ഏറ്റവും എപ്പോഴെപ്പോഴും കേൾക്കുന്ന ഒരു ഭാഗമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ഒരു ഡേറ്റ് ആണ്. വാലിഡിറ്റി ഓഫ് ചെക്ക് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 3 months ഫ്രം. ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് 6 മാസമായിരുന്നു. എന്നാൽ നിലവിൽ അത് 3 മാസമാണ്. 6 മാസത്തിൽ നിന്ന് 3 മാസമാക്കിയത് എന്നു മുതലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് April 1, 2012 മുതലാണ്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് D ആണ്. 2D. ഓക്കെ ആണ്. അത് നമ്മൾ പറഞ്ഞു. അടുത്ത, RTGS ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നാണ്. RTGS ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് March 26, 2004. ഓക്കെ ആണ്. March 26, 2004 RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 3 എന്ന് പറയുന്നത് A ആണ്. 3 എന്ന് പറയുന്നത് A ആണ്. ഓക്കെ ആണ്. അടുത്തത്, ബീം അഥവാ ഭാരത് ഇന്റർഫേസ് ഫോർ മണി. അതെന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2016 ബീം ആപ്പ് അല്ലെ നിലവിൽ വന്നത് 2016. 30/12/2016. 4 എന്ന് പറയുന്നത് C ആണ്. 4 എന്ന് പറയുന്നത് C ആണ്. ഓക്കെ ആണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളു, ബാലൻസ് വരുന്ന ആരാ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രോഡക്റ്റ് ബേസിസ്. ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രോഡക്റ്റ് ബേസിസ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1/4/2010 ആണ്. ഓക്കെ ആണ്. 1B ആണ്. 1B. ഇവിടെ 1B വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1B. അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കറക്റ്റ് ആണ്. 1B ഉണ്ട്, 2D ഉണ്ട്, 3A ഉണ്ട്, 4C ഉണ്ട്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ഓക്കെ ആണ്. 1B, 2D, 3A, 4C. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് സ്റ്റാൻഡ്സ് ഫോർ. നബാർഡ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണേ. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ളത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് നബാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നബാർഡ് സ്റ്റാർട്ടഡ് ഫംഗ്ഷൻ വിത്ത് എഫക്റ്റ് ഫ്രം. നബാർഡ് എന്ന് തൊട്ടാണ് നിലവിൽ വന്നത്? 1982 ജൂലൈ 12. ഓക്കെ ആണ്. അപ്പൊ നബാർഡ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1982 ജൂലൈ 12.
ഓപ്ഷൻ വായിക്കാത്തതെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തില്ലേ, നമുക്ക് പെട്ടെന്ന് എപ്പോഴെപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നബാർഡ് നിലവിൽ വന്ന ഡേറ്റ് സഹിതം ചോദിക്കുന്നതാണ് 1982 ജൂലൈ 12. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഡാഷ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഡാഷ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഏതോ ഒരു സെക്ഷനിൽ ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 5B ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ 5B എന്ന് പറയുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ഇൻകറക്റ്റ് നോക്കണേ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ വ്യക്തമായിട്ട് നോക്കണം. ഇവിടെ ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1949 ആൻഡ് ഇറ്റ് ഈസ് ആക്ട് നമ്പർ 10 ഓഫ് 1949. ഓർത്തു വെക്കുക, ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് 1949 ആക്ട് നമ്പർ 10 ഓക്കെ ആണ്. ഇത് ശരിയായിട്ടുള്ളതാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ആക്ട് നമ്പർ 10 1949, 10ാം നമ്പർ നിയമമാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട്. BR Act was applicable to cooperative societies in 1955 and came into force March 1, 1956. ശരിയാണോ? അല്ല. നമ്മൾ കുറച്ചു മുമ്പ് ആ ചോദ്യത്തിലും പഠിച്ചതാണ്. BR Act കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമായി തുടങ്ങിയത് 1955 മുതലല്ല, 1966 മുതലാണ്. അതിന്റെ ഡേറ്റ് സഹിതം പറയുവാണെങ്കിൽ മാർച്ച് 1, 1966 മുതലാണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, സെക്ഷൻ 24 ഡീൽസ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് അസറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അസറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 25 BR ആക്ടിലെ സെക്ഷൻ. ശരിയാണ്. SLR ഡിഫൈൻസ് സെക്ഷൻ 24 ഓഫ് BR ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 24 SLRനെ പറ്റി പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരേ ഒരെണ്ണേ ഉള്ളൂ, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബി ഒൺലി ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അറിയാവുന്ന എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. നോക്കാം. ക്യാഷ് റിസർവിനെ പറ്റി പറയുന്നത് സെക്ഷൻ 18 ആണ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 18 ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ഫണ്ടിനെ പറ്റി പറയുന്നത് സെക്ഷൻ 17 ആണ്. ഓക്കെ ആണ്. ഇനി സി എന്ന് പറയുന്നത് 1 സി 1 വരുന്നത് എത്ര എണ്ണം ഉണ്ട്? സി 1 വരുന്നത് 2 എണ്ണം ഉണ്ട്. ഡി എന്ന് പറയുന്നത് 3 ഡി 3 വരുന്നത് അതും 2 എണ്ണം ഉണ്ട്. അപ്പൊ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം, ഇതൊന്നും വരത്തില്ല. നോക്കാം. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് സെക്ഷൻ 30 എന്നാണ് പറയുന്നത്. എ എന്ന് പറയുന്നത് 2. നോക്കുക, എ എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ വരുന്നത്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് സെക്ഷൻ 30. പവർ ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 35. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് സെക്ഷൻ 18. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 17. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 51C ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് കമ്പനി മീൻസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ഷൻ ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, undertake the lending of money, accept deposit from the public and invest the same as trade or industry, accept deposit from the public. നോക്കുക, ബാങ്കിങ് കമ്പനീസിനെ പറ്റി പറയുന്നത് സെക്ഷൻ 5C ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 5B ബാങ്കിങ് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 51C അവിടെ പറയുന്നത് എന്താണ്? 5C ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നോക്കുക, ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, അതാണ് ഈ പറയുന്ന സെക്ഷൻ 51C ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, which of the following types of complaints can be addressed by banking ombudsman?
ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോപ്പിക്കാണ്. ഇപ്പോൾ നിലവിലുള്ളത് ഇന്റഗ്രേറ്റഡ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ പരിധിയിൽ വരുന്ന കേസുകൾ എന്തൊക്കെയാണ് നോക്കുക. ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇഷ്യൂ റിലേറ്റഡ് ടു ഇന്റർനെറ്റ് ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്ങുമായി എന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നമുക്ക് കാണാം. ശരിയാണ്. മിസ്സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്, ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ മിസ്സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതും ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ പരിധിയിൽ വരുന്നതാണ്, കേസാണ്. ഡിലേസ് ഇൻ ഇഷ്യൂ ഇൻ ബാങ്കിങ് സർവീസ്, ഏതെങ്കിലും തരത്തിൽ ബാങ്കിങ് സർവീസുകൾ കൊടുക്കാൻ താമസം നേരിട്ടാൽ അതിനെതിരെ നമുക്ക് പരാതിക്ക് പോകാം ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ. ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻ റോങ് ബില്ലിംഗ്, ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷനോ റോങ് ബില്ലിങ്ങിനോ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് പരാതികൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ആരുടെ മുമ്പിൽ പരാതിയുമായിട്ട് പോകാം? ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുത്ത് പരാതിയുമായിട്ട് പോകാം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുത്ത് പോകാൻ പറ്റുന്ന കേസുകളാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ ആണ്. മോഡ്സ് ഓഫ് റിക്വസ്റ്റിംഗ് ഫോർ സ്റ്റോപ്പ് പേയ്മെന്റ് ഓഫ് ചെക്ക്. സ്റ്റോപ്പ് പേയ്മെന്റ് ഓഫ് ചെക്ക്, ചെക്കിന്റെ സ്റ്റോപ്പ് പേയ്മെന്റ് ഓർഡർ ഇടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു ചെക്ക്, ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് തോന്നുന്നു അയാൾക്ക് ആ ചെക്കിന്മേൽ പൈസ കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയി ഒരു സ്റ്റോപ്പ് പേയ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും. എങ്ങനെയൊക്കെയാണ് ഒരു ബാങ്കിൽ ചെന്ന് നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് പേയ്മെന്റ് ചെക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യാവുന്നത്, റിക്വസ്റ്റ് കൊടുക്കാവുന്നത് നോക്കാം. ദ അക്കൗണ്ട് ഓഫ് ഹോൾഡർ ക്യാൻ പ്ലേസ് ആൻ ഓൺലൈൻ റിക്വസ്റ്റ് ടു ദ ബാങ്ക്. നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഒരു ഓൺലൈൻ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഈ പറയുന്ന ചെക്ക് സ്റ്റോപ്പ് ചെയ്യാം. ശരിയാണ്, ഒരു മോഡ് ഓഫ് റിക്വസ്റ്റ് ആണ്. ദ അക്കൗണ്ട് ഹോൾഡർ ക്യാൻ മേക്ക് എ കാൾ ടു ദ കസ്റ്റമർ സർവീസ് ഹെൽപ്പ് ലൈൻ നമ്പർ. കസ്റ്റമർ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് നമ്മുടെ ചെക്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ ആ ചെക്ക് നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് പേയ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ദ അക്കൗണ്ട് ഹോൾഡർ ക്യാൻ വിസിറ്റ് പേഴ്സണലി ടു ദ ബ്രാഞ്ച് ഓഫീസ് ആൻഡ് ഗീവ് എ റിട്ടേൺ റിക്വസ്റ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിന്റെ ബ്രാഞ്ചിൽ ചെന്നിട്ട് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ രജിസ്റ്റേർഡ് പോസ്റ്റ് സെൻഡ് ടു ദ ബ്രാഞ്ച് ഓഫീസ്, ബ്രാഞ്ച് ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചു കൊടുത്ത് ചെക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിലില്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഇവിടെ ചോദ്യം എന്താണ്? സ്റ്റോപ്പ് പേയ്മെന്റ് ചെക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന മോഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എയും ബിയും സിയും അതിനുള്ള മാർഗങ്ങളാണ് എയും ബിയും സിയും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അടുത്ത സെക്ഷൻ 24 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 24 RBI ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ സെക്ഷൻ 49 എന്തിനെ പറ്റിയാണ് പറയുന്നത്? സെക്ഷൻ 49 RBI ആക്ട് ഡീൽ ചെയ്യുന്നത് ബാങ്ക് റേറ്റിനെ പറ്റിയാണ്. ബാങ്ക് റേറ്റിന്റെ മറ്റൊരു പേരാണ് ഡിസ്കൗണ്ട് റേറ്റ്. ഓർത്തു വെക്കുക, ബാങ്ക് റേറ്റിന്റെ മറ്റൊരു പേരാണ് ഡിസ്കൗണ്ട് റേറ്റ്. സെക്ഷൻ 49 RBI ആക്ടിലാണ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ ബാങ്ക് റേറ്റിനെ പറ്റി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കീം വിച്ച്. താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഏത് സ്കീമിനെ പറ്റിയാണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. റെക്കമെൻഡഡ് ബൈ KF നരിമാൻ ആൻഡ് DR ഗാഡ്ഗിൽ. നമ്മൾ നേരത്തെ ഒരു സ്കീമിനകത്ത് ഏതാ ലീഡ് ബാങ്ക് സ്കീം നരിമാൻ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ ഒരു DR ഗാഡ്ഗിൽ നിന്നൂടെ വന്നപ്പോഴത്തേക്ക് സംശയമായി. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ സംശയം ഈ പറയുന്ന ലീഡ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത നമുക്ക് ആ ഒരു സംശയം ഉറപ്പിക്കാൻ വേണ്ടി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റാർട്ടഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 1969. ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്നതെന്നാണ് 1969 ഡിസംബറിലാണ്. അപ്പോൾ ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റും ലീഡ് ബാങ്കിനെ പറ്റി പറയുന്നത് തന്നെയാണ്. എങ്കിലും സംശയം നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വായിച്ചു നോക്കാം. A commercial bank is entrusted to act as a leader for the improvement of the banking and economic activity in the district allotted. ഒരു ജില്ല കേന്ദ്രമാക്കി അവിടുത്തെ ഒരു ബാങ്കിനെ ചുമതലകൾ ഏർപ്പെടുത്തി അവിടുത്തെ ബാങ്കിങ് ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? ലീഡ് ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തതും ലീഡ് ബാങ്കിനെ പറ്റിയുള്ളതാണ്. അടുത്തത്,
The main objective of mobilization of deposit and provision of sufficient credit to the neglected sector of the economy. എക്കണോമിയിലെ നെഗ്ലക്റ്റഡ് സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റികൾ കൊടുക്കുക എന്നുള്ളതാണ് ലീഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും ആരെ പറ്റി തന്നെയുള്ളതാണ്? ലീഡ് ബാങ്കിനെ പറ്റിയുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ചു വെക്കേണ്ടതാണ്. അടുത്ത reason for the termination of relationship between banker and customer. Identify the correct statement. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെ, ഒരു ബാങ്കിലേക്ക് ഒരു അക്കൗണ്ട് ആവശ്യമായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മുതൽ ഈ പറയുന്ന കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാവുന്നത്, അവസാനിപ്പിക്കാവുന്നത്? നമുക്ക് നോക്കാം. ദ ഡെത്ത്, ഇൻസോൾവൻസി, ലുനസി ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമർ മരണപ്പെട്ട, ഇൻസോൾവെന്റ് ആയ, ലുനസി അഥവാ ഏതെങ്കിലും തരത്തിൽ മെന്റലി ഡിസോർഡർ സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ആവുന്നതാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ബി ഓപ്ഷൻ നോക്കിയേ. ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കമ്പനി ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ യാതൊരു വിധത്തിലുള്ള ഓപ്പറേഷൻസും നടക്കില്ല. അവിടെ ആ പറയുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള അല്ലെങ്കിൽ ബാങ്കും കമ്പനിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്നു. അവിടെയും ടെർമിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ക്ലോസിംഗ് ഓഫ് ദ അക്കൗണ്ട് ബൈ ദ ബാങ്ക് ആഫ്റ്റർ ഗിവിംഗ് ഡ്യൂ നോട്ടീസ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വേണ്ട, ഇനി ഒരു മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ബാങ്കിലേക്ക് വന്നിട്ട് ഒരു നോട്ടീസ് കൊടുത്ത് നമുക്ക് അക്കൗണ്ട് പിൻവലിക്കാവുന്നതാണ്. അവിടെയും ഈ പറയുന്ന ടെർമിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ദ കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ദ സ്പെസിഫിക് ട്രാൻസാക്ഷൻ. ഏതെങ്കിലും ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യപ്പെട്ട അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ അവസാനിക്കുന്നതിലൂടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഈ പറയുന്ന ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്ട് ആസ്. എന്താണ് ഇവിടെ? ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ബാങ്കർ ടു ഗവൺമെന്റ്. ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ താഴെ പറയുന്ന ഏത് സ്ഥാപനവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ബാങ്കർ ടു ഗവൺമെന്റ് നമ്മൾ പഠിച്ചതാണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്നും ബാങ്കർ ടു ഗവൺമെന്റ് എന്നും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വന്നു. അത് ആരെ പറ്റിയാണ്? RBI പറ്റി തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി RBI ആണ്. എങ്കിലും മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആൻഡ് ഫൗണ്ടഡ് ബൈ ബ്രിട്ടീഷ് രാജ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? RBI തന്നെയാണ്. ബാങ്ക്സ് ഫോർ സെൻട്രൽ ക്ലിയറൻസ് ഇൻ ഇന്ത്യ ആൻഡ് റെപ്രസെന്റ് ഇന്ത്യ ഇൻ IMF. IMF-ൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നതും ബാങ്ക് ഫോർ സെൻട്രൽ ക്ലിയറൻസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? RBI തന്നെയാണ്. ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആൻഡ് കിങ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും ആരെ പറ്റിയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി RBI ആണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഗാർണിഷി ഓർഡർ. ഇവിടെ ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഗാർണിഷി ഓർഡർ നമ്മൾ പഠിച്ചതാണ്. ഗാർണിഷി ഓർഡർ അല്ലെ, ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട്. കോടതി ഉത്തരവിടുന്നു ആരിലേക്ക്? ഒരു ബാങ്കിലേക്ക്. ബാങ്കിനാണ് നമ്മൾ ഈ പറയുന്ന കോടതി ഉത്തരവിടുന്നത്. അതുകൊണ്ടാണ് ഗാർണിഷി ഓർഡർ. ഗാർണിഷി എന്ന് പറയുന്നത് ബാങ്കാണ്. അവിടെ മറ്റു പാർട്ടീസ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഡെപ്റ്ററും ജഡ്ജ്മെന്റ് ക്രെഡിറ്ററുമാണ്. നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. Garnishee order is an order issued by court under the provision of Rule 46 Order number 21 of Code of Civil Procedure 1908. ശരിയാണ്. ഗാർണിഷി ഓർഡർ പഠിച്ചു തുടങ്ങുന്നത് തന്നെ ആ ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടാണ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്ട്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് കോർട്ട് ഓർഡർ പ്രകാരമാണ്. ഓക്കെ ആണ്. ഈ പറയുന്ന റൂള് 46 പ്രകാരം സിവിൽ പ്രൊസീജിയർ കോഡ് 1908
ഓക്കെയാണ്, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, if amount is not specified in the order, then it will be applicable on the entire balance in the account. ഈ പറയുന്ന ഗാർണിഷി ഓർഡറിൽ യാതൊരു വിധത്തിലുള്ള എമൗണ്ട് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിലുള്ള എൻറ്റയർ ബാലൻസും എന്തിൽ കണക്കാക്കാവുന്നതാണ്? ഈ പറയുന്ന ഗാർണിഷി ഓർഡർ ബാധകമാവുന്നതാണ്. ഗാർണിഷി ഓർഡറിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും എമൗണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് മാത്രം. അതല്ല, അവിടെ യാതൊരു വിധത്തിലുള്ള എമൗണ്ട് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിന്റെ എൻറ്റയർ ബാലൻസ്, അതിനകത്തുള്ള എല്ലാ എമൗണ്ടുകളും ഗാർണിഷി ഓർഡർ ബാധകമാണ്. Garnishee order issued in a single name does not apply to account in the joint name of judgment debtor with another person. ഇപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് ഒരു ബാങ്കിലുള്ളത്. എ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് ഗാർണിഷി ഓർഡർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജോയിന്റ് അക്കൗണ്ടിൽ യാതൊരു വിധത്തിലും ഗാർണിഷി ഓർഡർ ബാധകമാവുന്നതല്ല. ഗാർണിഷി ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു സബ്സീക്വന്റ് ഡെപ്പോസിറ്റ്. ഗാർണിഷി ഓർഡർ പിന്നീട് ഈ പറയുന്ന അക്കൗണ്ട് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്ത ശേഷം അക്കൗണ്ടിലേക്ക് വരുന്ന മറ്റ് യാതൊരു വിധത്തിലുള്ള എമൗണ്ടുകൾ, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകപ്പെടുന്ന എമൗണ്ടുകളൊന്നും ഗാർണിഷി ഓർഡറിൽ പെടുന്നതല്ല, ഗാർണിഷി ഓർഡർ ബാധകമല്ല. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടതാണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽസ് ഇൻ സെക്ഷൻ. ബാങ്കിങ് ഓംബുഡ്സ്മാനെ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ഒരു സെക്ഷൻ അല്ല, പല നിയമത്തിൽ പല സെക്ഷനുകളിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി പറയുന്നതാണ്. സെക്ഷൻ 35A ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. സെക്ഷൻ 45L RBI ആക്ടിലും ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി പറയുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 18 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2007ലും ഈ പറയുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്നാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ, ഈ പറയുന്ന ചോദ്യത്തിൽ സെക്ഷൻ 6 ഓഫ് NA ആക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 6 NA ആക്ടിലെ സെക്ഷൻ 6 ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി അല്ല പറയുന്നത്, അത് മറിച്ച് ചെക്കിനെ പറ്റിയാണ്, അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും സിയുമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബിലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ടു. താഴെ തന്നിട്ടുള്ളവ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന സ്ഥാപനവുമായിട്ട് ഏതുമായിട്ടാണ് കൂടുതൽ മാച്ച് ആയിട്ടുള്ളത്? നമുക്ക് നോക്കാം. ആൻ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹൗസിംഗ് ഫിനാൻസ്. ഹൗസിംഗ് ഫിനാൻസിന് വേണ്ടിയുള്ള അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. താഴെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സംശയം എന്ന് പറയുന്നത് നബാർഡ് അല്ല, ഹൗസിംഗ് ഫെഡറേഷൻ ആണോ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണോ, നാഷണൽ ഹൗസിംഗ് ബോർഡ് ആണോ? ഇതൊക്കെയാണ് നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്. അടുത്തത്, സെറ്റപ്പ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് പെർ ആക്ട് 1987 വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. 1987 നിയമപ്രകാരം NHB ആക്ട് 1987 പ്രകാരം 1988 ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ്. നമ്മൾ പഠിച്ചതാണ് NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിയമം 1988, നാഷണൽ ഹൗസിംഗ് ബാങ്ക് 1988. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നു നാഷണൽ ഹൗസിംഗ് ബാങ്കിനെ പറ്റിയുള്ളതാണ്, NHB ആണ്. ബാക്കി സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ഇറ്റ്സ് എൻറ്റയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഈ പറയുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ റെക്കമെൻഡഡ് ബൈ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ സി രംഗരാജനാണ് ഈ പറയുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്ക് അഥവാ NHB റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ വോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI? ഇവിടെ RBIയുടെ സബ്സിഡിയറി, വോളി ഓൺഡ് സബ്സിഡിയറി ഏതാണെന്നാണ് ചോദ്യം. DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, RBIയുടെ ഒരു സബ്സിഡിയറി ആണ്. NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നമ്മൾ നേരത്തെ കുറച്ചു മുമ്പുള്ള ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു NHB RBIയുടെ ഒരു സബ്സിഡിയറി ആണ്. BRB NMPL എന്ന് വെച്ചാൽ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതും ഈ പറയുന്ന RBIയുടെ ഒരു സബ്സിഡിയറി ആണ്.
അപ്പോൾ ഈ പറയുന്ന മൂന്നെണ്ണവും സബ്സിഡിയറി തന്നെയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. പഠിച്ചു വെക്കുക. RBIയുടെ ഓളി ഓൺഡ് സബ്സിഡിയറീസ് ആണ് TICGC, NHB, ഭാരതീയ റിസർവ് ബാങ്ക്, നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് RBIയുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഓക്കെ, അടുത്ത The qualitative credit control measures of the central bank also known as qualitative credit control method. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടെണ്ണം, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിന്റെ, സെൻട്രൽ ബാങ്കിന്റെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിന്റെ മറ്റൊരു പേര് എന്താണെന്നാണ് ചോദ്യം. പഠിച്ചു വെക്കുക. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓർത്തു വെച്ചോണേ, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. പഠിച്ചു വെക്കുക. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Statement 1. In the normal case, a minor attains majority on completion of 80 years. ഒരു മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൈനർ മേജർ ആവാനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഒന്ന് നോക്കാം. In the case of minor, where a guardian is appointed by court, the minor attains majority on completion of 21 years. ഒരു മൈനർ കോടതി ഇടപെട്ട് ഒരു മൈനറിനെ, ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി 21 വയസ്സാണെന്നാണ് പറയുന്നത്. ശരിയായിരുന്നു. ഒരിക്കൽ തുടക്കത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട്, മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി 21 വയസ്സ് തന്നെയായിരുന്നു. പക്ഷേ നിലവിൽ അമെൻമെന്റുകൾക്കൊക്കെ ശേഷം നിലവിൽ ഇപ്പോൾ അതും എത്ര വയസ്സായിട്ടുണ്ട്? 18 വയസ്സ് തന്നെയായിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചു വെക്കുക. ഒരു കോടതി ഇടപെട്ട് ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്താലും മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി 18 വയസ്സ്, നോർമൽ കേസിലും മൈനർ മേജർ ആവാനുള്ള പ്രായപരിധി 18 വയസ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റുമാണ്. അങ്ങനെയുള്ള ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഗാർണിഷി ഓർഡർ പ്രൈമർലി യൂസ്ഡ് ഫോർ? ഇവിടെ ഗാർണിഷി ഓർഡർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഗാർണിഷി ഓർഡറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ഗാർണിഷി ഓർഡറിന്റെ ഫലമായിട്ട് 2 ഓർഡർ ആണ് കോടതി ഉത്തരവിടുന്നത്. ഓർഡർ നിസി, ഓർഡർ അബ്സല്യൂട്ട്. അവിടെ ഫസ്റ്റ് ഓർഡർ അഥവാ പ്രൈമറി ഓർഡർ എന്ന് പറയുന്ന അതിലൂടെ ഈ പറയുന്ന ബാങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീസ് ദ ഡെപ്റ്റേഴ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ. ആദ്യത്തെ ഓർഡർ ഗാർണിഷി ഓർഡറിന്റെ പ്രൈമറി യൂസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജഡ്ജ്മെന്റ് ഡെപ്റ്ററിന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the maximum limit of compensation of banking ombudsman may award? Banking ombudsmanന്റെ മാക്സിമം കോമ്പൻസേഷൻ എത്രയാണ്? മാക്സിമം കോമ്പൻസേഷൻ നോക്കാം. മാക്സിമം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 20 lakh ആണ്. പഠിച്ചു വെക്കുക. 20 lakh. ഓക്കെ ആണല്ലോ. മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ മാക്സിമം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. എന്നാൽ മെന്റൽ അഗണി മറ്റ് കേസുകൾക്കൊക്കെ ആണെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ ഈ പറയുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഇവിടെ ആൻസർ എന്താണ്? മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ മേ അവാർഡ് 20 lakh ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 56ാമത്തെ ചോദ്യം നോക്കാം. അസേർഷൻ ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ പബ്ലിക് സെക്ടർ ബാങ്ക്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ടു ദ പബ്ലിക്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നാണ് ആദ്യത്തെ
അസേർഷനിൽ പറയുന്നത്. ശരിയാണോ? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളല്ല. എന്നാൽ നേരെ തിരിച്ചു നോക്കാം. ഓൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ കൊമേഴ്ഷ്യൽ ബാങ്ക്. എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. പക്ഷേ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഒന്നും പബ്ലിക് സെക്ടർ ബാങ്കുകളല്ല. അപ്പോൾ അസേർഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ ആണല്ലോ? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളല്ല. കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ് ലോൺ ടു ദ പബ്ലിക്. ശരിയാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് പബ്ലിക്കിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആർ എന്ന് പറയുന്ന റീസൺ ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസറിലോട്ട് വരുമ്പോൾ എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ അല്ലെ? എ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ. If locker rent is not paid, bank can. ലോക്കർ റെന്റ് അടച്ചില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലോക്കർ റെന്റ്, ബാങ്കിന്റെ ലോക്കർ റെന്റ് അടച്ചില്ല എങ്കിൽ ബാങ്കിന് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? സീൽ ദ ലോക്കർ, സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ ലോക്കർ, ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ, ഓൾ ഓഫ് ദി അബോവ്. ഓർത്തു വെക്കുക, ഒരു ബാങ്കിന്റെ ലോക്കർ റെന്റ്, ബാങ്കിലേക്ക് ലോക്കർ റെന്റ് അടച്ചില്ല എങ്കിൽ ബാങ്കിന് എന്തൊക്കെ ചെയ്യാം? ലോക്കർ സീൽ ചെയ്യാൻ അധികാരമുണ്ട്. ഈ പറയുന്ന ലോക്കറിന്റെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ലോക്കർ ബ്രേക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാനുള്ള അധികാരവും ബാങ്കിനുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. When loans and advances are given in the relationship of banks which customer is. When loans and advances are given in the relationship of banks with the customer. ലോൺ കൊടുക്കുന്ന അവസരത്തിൽ അല്ലെ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ, ബാങ്ക് ഒരു കസ്റ്റമറിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അവസരത്തിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. ഓർത്തു വെക്കുക, ഒരു കസ്റ്റമർ ബാങ്കിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. എന്നാൽ ലോൺ എടുക്കുന്ന കേസിൽ നേരെ തിരിച്ച് നമ്മൾ പഠിക്കും, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്ററും ഡെപ്റ്ററുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ കേസിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞതാണ്, ഒരു വാക്കുണ്ട് ലോക്കർ, സേഫ് ലോക്കർ. ലോക്കർ എന്നുള്ള വാക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ആയിട്ട് പഠിക്കേണ്ടത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലെസർ ലെസി റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ ലെസർ ലെസി ആണ് ഇൻ ദ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. എൻഡോഴ്സ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്നത്? ഓർത്തു വെക്കുക, എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ 15 ആണ്. ഓർത്തു വെക്കുക, എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15 ആണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ടു. ഇതിനകത്ത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് നോക്കാം. Ensures all deposit of rupees 5 lakh including principal and interest per customer. It was constituted on 15th July 1978. It initially authorized capital rupees 50 crores which was fully subscribed by the RBI. A deputy governor of RBI is its chairman. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Ensures all deposit of rupees 5 lakh including principal and interest per customer. ഒരു കസ്റ്റമർ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ആ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അത്തരത്തിൽ ബാങ്കിന് ഡെപ്പോസിറ്റിന്മേൽ അത്തരത്തിൽ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ആ ഒരു സ്കീമിനെ പറയുന്ന പേരാണ് DICGC എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ്. ആൻസറിലേക്ക് തന്നെ നമ്മൾ പോയതാണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC.
ഡെപ്പോസിറ്റിന് ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 15 ജൂലൈ 1978 ഓക്കെ ആണല്ലോ. DICGC നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1978 ജൂലൈ 15 ഇറ്റ് ഇനിഷ്യൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 50 crore. ആദ്യത്തെ ഇനിഷ്യൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് DICGCയുടെ ഇനിഷ്യൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 കോടിയാണ്. ഇത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യുന്നത് RBI ആണ്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആണ്. DICGCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മെയിൻ മോട്ടോ ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ ഓൺ 19 ജൂലൈ 1969. നമ്മൾ നേരത്തെ ബാങ്ക് നാഷണലൈസേഷനെ പറ്റി പറഞ്ഞായിരുന്നു. 1969 1980 അല്ലെ? ആ ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിനു വേണ്ടിയായിരുന്നു നാഷണലൈസേഷൻ? ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബാങ്ക്. ബാങ്കുകളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതല്ലായിരുന്നു ബാങ്ക് നാഷണലൈസേഷന്റെ ലക്ഷ്യം. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ടു കൺവേർട്ട് ദ ക്ലാസ് ബാങ്കിങ് ഇൻടു മാസ് ബാങ്കിങ്. കുറച്ചാളുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ പറയുന്ന ബാങ്കിങ് ആക്ടിവിറ്റീസ് മാസാക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ഈ പറയുന്ന നാഷണലൈസേഷൻ കൊണ്ട്. ശരിയാണ്. ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? കൺവേർട്ട് ദ ക്ലാസ് ബാങ്കിങ് ഇൻടു മാസ് ബാങ്കിങ്. കുറച്ചാളുകളിൽ മാത്രമായിരുന്നു ഈ പറയുന്ന ബാങ്കിങ് ആക്ടിവിറ്റീസ് കിട്ടിക്കൊണ്ടിരുന്നത്, ബാങ്കിങ് സർവീസുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. പാവപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആൾക്കാർക്കൊന്നും ഈ പറയുന്ന ബാങ്കിങ് സേവനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതിനുവേണ്ടി സർക്കാർ ഇടപെട്ട് ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് ബാങ്കുകളെയൊക്കെ കൊണ്ടുവരുന്നു. അതാണ് ഈ പറയുന്ന നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. കൺവേർട്ട് ക്ലാസ് ബാങ്കിങ് ഇൻടു മാസ് ബാങ്കിങ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത, ഹൗ മെനി കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ദെയർ ഇൻ പബ്ലിക് സെക്ടർ? നിലവിൽ എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓർത്തു വെക്കുക, നിലവിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം 12 ആണ്. ഓർത്തു വെച്ചോണേ. നിലവിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എത്ര ആണെന്ന് ചോദിച്ചാൽ 12. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എത്ര ആണെന്ന് ചോദിച്ചാൽ 21 എണ്ണമാണ്. അടുത്ത, പണിഷ്മെന്റ് ഫോർ ഡിസോണർ ഓഫ് ചെക്ക് ഓൺ ദ ഇൻസഫിഷ്യന്റ് ഫണ്ട്. ചെക്ക് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ, ചെക്കിൽ മേലുള്ള ഫണ്ട് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ, ഒരാൾക്ക് ചെക്ക് കൊടുത്തു, പക്ഷെ ആ ചെക്കിന്മേലുള്ള പൈസ ബാങ്ക് അക്കൗണ്ട് ഇല്ല, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെക്ക് മടങ്ങി എന്നൊക്കെ പറയും. ആ സാഹചര്യത്തിൽ കിട്ടുന്ന പനിഷ്മെന്റ് എന്താണെന്നാണ് ചോദ്യം. അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ പറയുന്ന ചെക്ക് കൊടുക്കുക. പനിഷ്മെന്റ് എന്ന് പറയുന്നത് imprisonment for term of 2 years and fine which may extend to twice the amount of the check. 2 വർഷം തടവും അതോടൊപ്പം തന്നെ ചെക്കിൽ എത്ര രൂപയാണോ പറയുന്നത് അതിന്റെ ഇരട്ടി തുക ഫൈനുമാണ് ഇതിനായിട്ട് ഈടാക്കുന്നത്. ഓക്കെ ആണേ. അപ്പോൾ പഠിച്ചു വെക്കുക. ഡിസോണർ ഓഫ് ചെക്ക് ഓൺ ഇൻസഫിഷ്യന്റ് ഫണ്ട്. ഇൻസഫിഷ്യന്റ് ഫണ്ട് കാരണം ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പനിഷ്മെന്റ് എന്ന് പറയുന്നത് 2 വർഷം വരെ തടവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചെക്കിൽ മേൽ പറഞ്ഞിരുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ ഇരട്ടി ഫൈനായിട്ടും ഈടാക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A check for rupees 45,000 was presented to the bank which was returned with reason insufficient fund. On further verification, the bank found that actually there was a balance of 78,640 which was wrongly cast rupees 38,640. നോക്കുക, ഈ ചോദ്യം എന്താണ്? ഒരാള് ഒരു ചെക്കുമായിട്ട് ബാങ്കിലേക്ക് ചെല്ലുന്നു. ആ ചെക്കിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 45,000 രൂപയാണ്. 45,000 രൂപ എടുക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്, ബാങ്കിലേക്ക് ചെല്ലുന്നത്. അയാളുടെ അക്കൗണ്ടിൽ ആക്ച്വലി 78,640 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ചെക്കിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 45,000 രൂപയാണ്. അക്കൗണ്ടിൽ 78,640 രൂപയും ഉണ്ട്. പക്ഷേ ബാങ്ക് ഈ പറയുന്ന 45,000 രൂപ കൊടുത്തില്ല. അയാൾ അത് ഇൻസഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു. ബാങ്ക് പറയുന്നു ഇൻസഫിഷ്യന്റ് ഫണ്ടാണ്, 45,000 രൂപ തരാനില്ല എന്ന് പറയുന്നു. കാരണം ബാങ്ക് ഈ പറയുന്ന 78,640 പകരമായിട്ട് അവർ കണക്കാക്കിയത് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ 38,640 രൂപയേ ഉള്ളൂ എന്നാണ്
ബാങ്ക് കണക്കാക്കിയത്. അപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ബാങ്ക് ആണ് അതിന് ലയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദ ബാങ്ക് ഈസ് ലയബിൾ ടു ദ ഡ്രോയർ ആസ് പെർ സെക്ഷൻ 31 ഓഫ് NA ആക്ട്. സെക്ഷൻ 31 പ്രകാരം ഡ്രോയർ മേൽ ബാങ്ക് ലയബിൾ ആയിരിക്കണം. ഓക്കെ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 6 മാസമായിരുന്നു തുടക്കം. എന്നാൽ ഇപ്പോൾ നിലവിൽ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. ഓക്കെ ആണല്ലോ. ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസം ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ദോസ് ബാങ്ക് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഡാഷ് ആക്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ്? ഷെഡ്യൂൾഡ് ബാങ്ക് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും ആ പറയുന്ന സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളെയെല്ലാം നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? RBI ആക്ടിലാണ് പറയുന്നത്. എത്രാമത്തെ ഷെഡ്യൂള്? സെക്കൻഡ് ഷെഡ്യൂൾ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സെക്കൻഡ് ഷെഡ്യൂള് RBI ആക്ട് 1934. RBI ആക്ട് 1934 ആണ്. സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, sending electronic image of check for clearing instead of physical movement of check. Physical movement of the original check is known as. Physical movement, ഈ പറയുന്ന പേപ്പർ ചെക്കിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് ഇലക്ട്രോണിക് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണ് ചെക്ക് ട്രങ്കേഷൻ എന്നാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. സെൻഡിങ് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് ചെക്ക് ഫോർ ക്ലിയറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഒറിജിനൽ ചെക്ക് ഈസ് നോൺ ആസ് ചെക്ക് ട്രങ്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ RBI ഗൈഡ് ലൈൻ ഫോർ ഓപ്പണിംഗ് സേവിംഗ് അക്കൗണ്ട് ഫോർ SHG, ബാങ്ക് ഷുഡ് ഇൻസിസ്റ്റ് KYC. RBIയുടെ ഗൈഡ് ലൈൻ പ്രകാരം SHG അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരുടെ KYC ആണ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? KYC അഥവാ നോ യുവർ കസ്റ്റമർ. അപ്പോൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കസ്റ്റമർ അവിടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ SHGയുടെ കേസിൽ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ കേസിൽ ആരാണ് അവിടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ചോദ്യം. നോക്കുക, ഇവിടെ KYC വെരിഫിക്കേഷൻ ആരുടെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. KYC വെരിഫിക്കേഷൻ ഓഫ് ദ ഓഫീസ് ബിയറേഴ്സ് ഓൺലി ഷാൾ റിക്വയർഡ്. ഈ പറയുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഓഫീസ് ബിയറേഴ്സ് ആരാണോ അവരുടെ മാത്രം KYC മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അല്ലാതെ SHGയുടെ എല്ലാ മെമ്പേഴ്സിന്റെ ഒന്നും KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത KCC സ്റ്റാൻഡ്സ് ഫോർ. KCC കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? KCCയുടെ ഫുൾ ഫോം എന്താണ്? KCC എന്ന് വെച്ചാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ഓർത്തുക, KCC എന്ന് വെച്ചാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. KCC എന്ന് വെച്ചാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ്. അടുത്ത, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം? കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ പർച്ചേസ് ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ് ഫോർ ദെയർ ബിസിനസ്. ഇൻഡസ്ട്രിയൽ പർപ്പസുമായി യാതൊരുവിധ ബന്ധവുമില്ല കിസാൻ ക്രെഡിറ്റ് കാർഡിന്. അതൊരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു കാർഡാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയല്ല. ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ ഫാമേഴ്സ് ഫോർ മീറ്റിംഗ് ദെയർ അഗ്രികൾച്ചറൽ നീഡ്സ് ശരിയാണ് അല്ലേ? അഗ്രികൾച്ചറൽ നീഡ്സുകൾ ഫുൾഫിൽ ചെയ്യാൻ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ ഫാമേഴ്സ് ഫോർ പേഴ്സണൽ എക്സ്പെൻസ് ശരിയാണോ? യെസ്, പേഴ്സണൽ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യാൻ ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറുണ്ട്. ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഫോർ എഡ്യൂക്കേഷൻ. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രൈമറി പർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഫോർ മീറ്റിംഗ് ദെയർ അഗ്രികൾച്ചറൽ നീഡ്സ്.
ഫാമേഴ്സിന്റെ അഗ്രികൾച്ചർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമാണ് എന്ത് കൊടുക്കുന്നത്, കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ഫാമേഴ്സിന്റെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയോ ഒന്നും തന്നെ അല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. അപ്പോൾ ആൻസർ 2 only ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബിലോ സ്റ്റേറ്റ്മെന്റ് ആർ റിലേറ്റഡ് ടു നെഫ്റ്റ്. നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നെഫ്റ്റ് അഥവാ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നിലവിൽ വന്നത് 2005 ആണല്ലോ. ശരിയാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2005. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NPCI. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NPCI ആണോ? അല്ല. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ്? RBI ആണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണ്. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. ബാച്ച് വൈസ് സെറ്റിൽമെന്റ്. നെഫ്റ്റ് എന്ന് പറയുന്നത് ബാച്ച് വൈസ് സെറ്റിൽമെന്റ് ആണ്. ബാച്ച് വൈസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 1 by 1 സെറ്റിൽമെന്റ് ആണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രാൻസ്ഫർ എമൗണ്ട് ലിമിറ്റ് 2 lakh. നെഫ്റ്റിന്റെ ട്രാൻസ്ഫർ ലിമിറ്റ് 2 ലക്ഷം രൂപയാണോ? അല്ല. അങ്ങനെ ഒരു ലിമിറ്റ് പറയാനില്ല. മിനിമം ലിമിറ്റ് ഒന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ എ 2ഉം 4ഉമാണ് അവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ബിലോ സ്റ്റേറ്റ്മെന്റ് ആർ റിലേറ്റഡ് ടു RTGS. നെഫ്റ്റ് കഴിഞ്ഞു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡാണ് RTGS. RTGSന്റെ പൂർണ്ണരൂപ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ്. നോക്കാം. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. നോക്കാം. ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് റിയൽ ടൈം ഓൺ ഗ്രോസ് ബേസിസ്. ശരിയാണ്. റിയൽ ടൈം ആയിട്ട് ഗ്രോസ് ബേസിസിൽ നടക്കുന്ന ഒരു ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡാണ് RTGS എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മിനിമം എമൗണ്ട് പെർ ട്രാൻസാക്ഷൻ 5 ലക്ഷം രൂപ. മിനിമം എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ RTGS വഴി മിനിമം എത്ര എമൗണ്ട് വരെ അയക്കാമെന്ന് ചോദിച്ചാൽ 2 ലക്ഷമാണ്. മിനിമം 2 ലക്ഷം രൂപയെങ്കിലും വേണം. RTGS വഴി പൈസ അയക്കണമെങ്കിൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോ അപ്പർ ലിമിറ്റ്. RTGSന് അപ്പർ ലിമിറ്റ് ഒന്നും പറയുന്നില്ല. 2 ലക്ഷം തൊട്ട് മുകളിലോട്ടുള്ള എത്ര എമൗണ്ട് വേണമെങ്കിലും RTGS വഴി അയക്കാം. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാച്ച് വൈസ് സെറ്റിൽമെന്റ്. ബാച്ച് വൈസ് സെറ്റിൽമെന്റ് ആണോ? അല്ല. ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. ബാച്ച് വൈസ് എന്ന് പറയുന്നത് നെഫ്റ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the term for a temporary code used for authenticating digital banking transaction? ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ഒരു ടെമ്പററി കോഡ് ഇഷ്യൂ ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതൊരു ബാങ്ക് ചെന്നാലും അവിടെ ഏത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നമ്പർ നമ്മുടെ ഫോണിലോട്ട് SMS ആയിട്ട് വരുന്നുണ്ട്. ഒരു ആപ്പ് എടുക്കണമെങ്കിലും ഒക്കെ അത്തരത്തിൽ ഒരു ടെമ്പററി കോഡ് വരുന്നുണ്ട്. ആ ടെമ്പററി കോഡിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചതാണ് OTP എന്നാണ്. ഓക്കെ ആണല്ലോ. OTP, 1 time password. അതൊരു ടെമ്പററി കോഡാണ്. What is the term for a temporary code used for authenticating the digital banking transaction? ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷന് ഒതന്റിക്കേറ്റിംഗ് കൊടുക്കുന്ന ഒരു ടെമ്പററി കോഡ് എന്ന് പറയുന്നത് ഏതാണ്? OTP ആണ്. 1 time password ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വിഫ്റ്റ് മെസ്സേജസ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് നമ്മൾ പഠിച്ചതാ. അവിടെ സ്വിഫ്റ്റ് എന്നതുകൊണ്ട് എന്താണ്? സ്വിഫ്റ്റിന്റെ ഉദ്ദേശം എന്താണ്? ട്രാൻസ്ഫർ ഫിസിക്കൽ കറൻസി. സ്വിഫ്റ്റിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കറൻസികൾ ഫിസിക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ യാതൊരു വിധത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പോൾ ഇതല്ല. എ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ബിറ്റ്വീൻ ബാങ്ക്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ബാങ്ക് ടു ബാങ്ക് അയക്കുകയാണ് സ്വിഫ്റ്റിന്റെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ. അവിടെ മെസ്സേജുകൾ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഫണ്ട് അല്ല. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളുമാണ് ബാങ്ക് ടു ബാങ്ക് അയക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is feature of cash deposit machine?
ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീന്റെ ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. ക്യാഷ് ഡെപ്പോസിറ്റ്, CDM അല്ലെ, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, ശരിയാണ്. ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴി അഥവാ CDM വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്, ശരിയാണ്. അക്കൗണ്ട് ബാലൻസ് എൻക്വയറി, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് അറിയാവുന്നതാണ്, അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൊവൈഡ് അഡ്വൈസ് സ്ലിപ്പ് കൺഫേമിംഗ് ദ ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ എല്ലാം ശേഷം CDM വഴി നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നുണ്ട്, ഈ പറയുന്ന ട്രാൻസാക്ഷൻ കൺഫേം ചെയ്തതായിട്ട് കാണിക്കുന്ന. അപ്പോൾ അവിടെ ഈ പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് CDM ആയിട്ട് ഈ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ക്യാരക്ടർ ഇൻ ആൻ IFSC കോഡ് യൂഷ്വലി? IFSC കോഡിന്റെ ഫിഫ്ത്ത് ക്യാരക്ടർ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഫിഫ്ത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആണ്. ഓർത്തു വെക്കുക, ഫിഫ്ത്ത് ക്യാരക്ടർ IFSC കോഡിൽ ഫിഫ്ത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആണ്. IFSC കോഡിൽ ആകെ അക്കങ്ങൾ എത്രയാണ്? 11 ആണ്. ആൽഫ ന്യൂമറിക് ആണ് അല്ലെ IFSC കോഡ് എന്ന് പറയുന്നത്. അതിൽ ഫിഫ്ത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത, ഇൻ ബാങ്കിങ് MICR സ്റ്റാൻഡ്സ് ഫോർ. MICR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? MICR എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. ഓർത്തു നോക്കുക, MICR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. അടുത്ത, IFSC is the short form of. IFSCയുടെ പൂർണ്ണരൂപം എന്താണ്? IFSCയുടെ പൂർണ്ണരൂപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് കൊമേഴ്സ്, ഇന്ത്യൻ ഫാമേഴ്സ് സർവീസ് കമ്പനി, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഇന്ത്യൻ ഫിഷറി സയൻസ്. ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. IFSC ആൽഫ ന്യൂമറിക് കോഡ് 11 ഡിജിറ്റ് ആണ്. അത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. IFSCയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, വൈറ്റ് കാർഡ് റെഫേഴ്സ് ടു. എന്താണ് വൈറ്റ് കാർഡ്? വൈറ്റ് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെബിറ്റ് കാർഡ്, ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്, കൗണ്ടർഫീറ്റ് കാർഡ്, കാർഡ്സ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. വൈറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഒരു ഫേക്ക് കാർഡാണ്. ഓക്കെ ആണല്ലോ. ATM കാർഡ്, ഈ പറയുന്ന ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലൊക്കെ ഒരു ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് വൈറ്റ് കാർഡ് എന്ന് പറയുന്നത്. ആ വൈറ്റ് കാർഡിന്റെ പേരാണ് കൗണ്ടർഫീറ്റ് കാർഡ്. ഓർത്തു വെക്കുക, കൗണ്ടർഫീറ്റ് കാർഡിനെയാണ് വൈറ്റ് കാർഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത, ബൈ നൗ പേ നൗ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ. ബൈ നൗ പേ നൗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈ നൗ പേ നൗ കോമൺലി യൂസ്ഡ് ഫോർ ഡെബിറ്റ് കാർഡ് ആണോ, വോൾട്ട് കാർഡ് ആണോ, ക്രെഡിറ്റ് കാർഡ് ആണോ, ഇലക്ട്രിക് പേഴ്സ് ആണോ? ഓർത്തു വെക്കുക, ബൈ നൗ പേ നൗ ആണെങ്കിൽ അത് ഡെബിറ്റ് കാർഡ് ആണ്. ബൈ നൗ പേ നൗ ഡെബിറ്റ് കാർഡ് ആണ്. ബൈ നൗ പേ ലേറ്റർ ആണെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് ആണ്. അടുത്ത, ഇൻ ക്യാമൽ റേറ്റിംഗ് M സ്റ്റാൻഡ്സ് ഫോർ. ക്യാമൽസിനകത്ത് M ഉദ്ദേശിക്കുന്നത് എന്താണ്? M എന്ന് വെച്ചാൽ മണി മാർജിനൽ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓർത്തു വെക്കുക, ക്യാമലിനകത്ത് M ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ക്യാപിറ്റൽ അഡിക്വസി, A അസറ്റ്, M മാനേജ്മെന്റ്, E ഏർണിംഗ്സ്, L ലിക്വിഡിറ്റി, S സെൻസിറ്റിവിറ്റി. ക്യാപിറ്റൽ അഡിക്വസി, M മാനേജ്മെന്റ്, E ഏർണിംഗ്സ്, L ലിക്വിഡിറ്റി, S സെൻസിറ്റിവിറ്റി. ഇങ്ങനെ ഓരോ വാക്കുകളും ചോദിക്കുന്നുണ്ട്. M എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആണ്. അടുത്ത, NPA മീൻസ്, NPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? NPA നെറ്റ് പ്രസന്റ് അസറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ അസറ്റ്, നെറ്റ് പ്രോഫിറ്റ് അനാലിസിസ്, നോൺ പെർഫോമിംഗ് അസറ്റ്. ഓർത്തു വെക്കുക, NPA എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. NPA എന്നതിന്റെ പൂർണ്ണരൂപം നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ്. അടുത്ത, which of the following statements are correct relating to അടൽ പെൻഷൻ യോജന APY? അടൽ പെൻഷൻ യോജന, നമ്മൾ സ്കീമുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, പെൻഷൻ സ്കീമൊക്കെ പഠിക്കാനുണ്ട്. നോക്കാം, അടൽ പെൻഷൻ യോജനയുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഓൺ 9th May 2015. ശരിയാണോ? അതെ അല്ലെ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി May 9, 2015 ഈ പറയുന്ന അടൽ പെൻഷൻ യോജന കൊണ്ടുവന്നത്. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെൻഷൻ വിൽ ബി ഗിവൺ അറ്റ് ഏജ് ഓഫ് 60 years. അടൽ പെൻഷൻ യോജനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 60 വയസ്സാവുമ്പോൾ പെൻഷൻ കൊടുക്കുക. 60 വയസ്സ് കഴിയുന്നവർക്ക് ഒരു പെൻഷൻ എമൗണ്ട് കൊടുക്കുന്ന ആ ഒരു സ്കീമിനെ പറയുന്ന പേരാണ് അടൽ പെൻഷൻ യോജന. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്.
The age of the subscriber should be between 18 to 40 years. അടൽ പെൻഷൻ യോജനയുടെ ഭാഗമാവുന്നത് എത്ര തൊട്ട് എത്ര വരെയാണ്? അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് അടൽ പെൻഷൻ യോജനയുടെ ഭാഗമാകാവുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഈസ് മാൻഡേറ്ററി ഫോർ ജോയിനിങ് APY. അടൽ പെൻഷൻ യോജന ഏത് സ്കീം ആയിക്കോട്ടെ ആ സ്കീമിൽ അംഗമാകണമെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. ഓക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. അടൽ പെൻഷൻ യോജനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. അടൽ പെൻഷൻ യോജന നിലവിൽ വന്നത് 9 മെയ് 2015 അതിന്റെ പെൻഷൻ എമൗണ്ട് കിട്ടിത്തുടങ്ങുന്നത് 60 വയസ്സ് തൊട്ടാണ്. അതിൽ അംഗമാവാൻ പറ്റുന്നത് 18-40 വയസ്സിന്റെ ഇടയിലാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉള്ള ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സ്കീമിൽ അംഗമാവാം. അടുത്തത്, ബിലോ സ്റ്റേറ്റ്മെന്റ് ആർ റിലേറ്റഡ് ടു പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന PMJJBY. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദ സ്കീം ഈസ് 1 year കവർ ലൈഫ് ഇൻഷുറൻസ് സ്കീം റിന്യൂവൽ ഫ്രം ഇയർ ടു ഇയർ. ശരിയാണ്. 1 year അല്ലെ, 1 year കവർ ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന. ദ പ്രീമിയം പേബിൾ ₹436 per annum per subscriber. ഈ പറയുന്ന സബ്സ്ക്രൈബർ പ്രീമിയം എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടത് 436 രൂപയാണ്. ഓർത്ത് വെച്ചോണം, 436 രൂപ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയുടെ പ്രീമിയം തുക എന്ന് പറയുന്നത് 436 രൂപയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. In case of multiple account held by the individual in one or different bank post office, the person is eligible to joining the scheme is multiple account. ശരിയാണോ? അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രം അല്ലെ, ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന. ഇവിടെ പറയുന്നത് ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഹെൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ആ അക്കൗണ്ട് വഴി 2 സ്കീമിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പങ്കെടുക്കാൻ പറ്റില്ല, ഇത് തെറ്റാണ്. പങ്കെടുക്കാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. The premium will be deducted from the account holders bank or post office account through auto debit facility. ഈ 436 രൂപ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റിയിലൂടെ എല്ലാ സമയത്തും പ്രീമിയം ആയിട്ട് നമുക്ക് പിടിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി ഉള്ളതാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ തെറ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, 3 മാത്രമാണ് ഇവിടെ തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിലോ സ്റ്റേറ്റ്മെന്റ് ആർ റിലേറ്റഡ് ടു പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെയാണ്, നോക്കിക്കോണേ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 9 മെയ് 2016. ശരിയാണോ? ഇത് തെറ്റാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ആയിക്കോട്ടെ, അടൽ പെൻഷൻ യോജന ആയിക്കോട്ടെ, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ആയിക്കോട്ടെ, ഇതെല്ലാം നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. പക്ഷേ മെയ് 9, 2015. ഇവിടെ 2016 എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The benefit payable under the scheme on death or disability due to accident. ശരിയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന വഴി ഈ പറയുന്ന ഡെത്ത്, ഡിസബിലിറ്റിക്കൊക്കെ ഒരു ഇൻഷുറൻസ് കവറേജ് ആണ് അവിടെ കൊടുക്കുന്നത്. പ്രീമിയം പേബിൾ ₹20 per annum. അവിടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഓക്കെയാണ്, 20 രൂപയാണ്. നോക്കാം. The premium is 20 per annum per number. അല്ലേ, പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ പറഞ്ഞതാണ്. പ്രീമിയം വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ അക്കൗണ്ട് ഹോൾഡർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ത്രൂ ഓട്ടോ ഡെബിറ്റ്. ഓട്ടോ ഡെബിറ്റിലൂടെ ഈ പറയുന്ന പ്രീമിയം എമൗണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1 മാത്രമാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെയാണ്, 1 ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, KYC regulation have been introduced in financial transaction under which regulation? KYC regulation ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ഏത് ആക്ട് പ്രകാരമാണ്? ഓർത്തു നോക്കുക, നോ യുവർ കസ്റ്റമർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് പ്രകാരമാണെന്ന് ചോദിച്ചാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. ഓർത്തു നോക്കുക, KYC ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത,
എക്സ്പാൻഡ് FATF. FATFന്റെ പൂർണ്ണ രൂപം എന്താണ്? FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. പഠിച്ചു വെക്കുക. FATFന്റെ പൂർണ്ണ രൂപം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. What happened to a minor bank account when the account holder become a major? മൈനർ ബാങ്ക് അക്കൗണ്ട് മേജർ ആവുന്നത്, ഒരു മൈനർ ബാങ്ക് അക്കൗണ്ട് ആ വ്യക്തി മേജർ ആയാൽ ആ അക്കൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഓർത്തു വെക്കുക. അക്കൗണ്ട് ക്ലോസ്ഡ് ഓട്ടോമാറ്റിക്കലി. ദ അക്കൗണ്ട് ഈസ് ഫ്രോസൺ അണ്ടിൽ ദ മൈനർ ടേൺ 21 years old. ദ അക്കൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു റെഗുലർ സേവിംഗ് അക്കൗണ്ട്. ദ അക്കൗണ്ട് ക്യാൻ ഓൺലി ഓപ്പറേറ്റ് ജോയിൻലി വിത്ത് ദ ഗാർഡിയൻ. ഏതാണ് കറക്റ്റ്? ഒരു മൈനർ ബാങ്ക് അക്കൗണ്ട് ആ മൈനർ മേജർ ആവുമ്പോൾ അക്കൗണ്ടിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ അക്കൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ റെഗുലർ സേവിംഗ് അക്കൗണ്ട്. ഈ മൈനർ അക്കൗണ്ട് പിന്നീട് എന്തോ ആയിട്ട് മാറും? നോർമൽ ആയിട്ടുള്ള ഒരു റെഗുലർ സേവിംഗ് അക്കൗണ്ട് ആയിട്ട് മാറും. അടുത്ത ക്രോസ് സെല്ലിംഗ് മീൻസ്. എന്താണ് ക്രോസ് സെല്ലിംഗ്? ക്രോസ് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ക്രോസ് സെല്ലിംഗ്, ക്രോസ് കൺട്രി മാർക്കറ്റിംഗ്, സെല്ലിംഗ് വിത്ത് ക്രോസ് ഫേസ്, സെല്ലിംഗ് അതർ പ്രോഡക്റ്റ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ, സെല്ലിംഗ് ടു ഫ്രണ്ട്. ഓർത്തു വെക്കുക. ബാങ്കുകൾ വഴി ബാങ്കിന്റെ സേവനങ്ങൾ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സുകൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് സെല്ലിംഗ് എന്ന് വെച്ചാൽ സെല്ലിംഗ് അതർ പ്രോഡക്റ്റ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അടുത്ത സർഫാസി ആക്ട് അപ്ലൈസ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഡാഷ് അസറ്റ്. സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം NPA യുടെ കേസിലാണ് ഈ പറയുന്ന സർഫാസി ആക്ട് നിലവിൽ വന്നത്. NPA, നോൺ പെർഫോമിംഗ് അസറ്റ്. ഏതെല്ലാം അസറ്റിൽ മേലാണ് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്, ഓൾ ഓഫ് ദീസ്. ഓർത്തു വെക്കുക. സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുൾ അസറ്റും ലോസ് അസറ്റും, ഈ പറയുന്ന 3 അസറ്റിൽ മേലും സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. Liquidity Adjustment Facility LAF introduced by RBI as per the recommendation of Dash Committee. LAF അഥവാ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി RBI നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്കീമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. എക്സസ് ആയിട്ടുള്ള ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കുണ്ടെങ്കിൽ RBI ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഫണ്ടിന് ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ RBI നിന്ന് ലോൺ എടുക്കാം. ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ്. ഓർത്തു വെച്ചോണം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി നടപ്പാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ്. ഹൗ മെനി ഡെപ്യൂട്ടി ഗവർണർ ആർ ഇൻ RBI? RBIയിൽ ആകെ എത്ര ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടെന്നാണ് ചോദ്യം. ആൻസർ 4 ആണ്. ഓർത്തു വെച്ചോണം. ഡെപ്യൂട്ടി ഗവർണർ, RBIയിലെ ഡെപ്യൂട്ടി ഗവർണറിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആണ്. 4. Who act as an agent of RBI where there is no branch? RBI നിലവിൽ വരുന്നതിന് മുമ്പ് RBIയുടെ ഫങ്ഷൻസ് എല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരായിരുന്നു? Who act as an agent of RBI? RBIയുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ച ബാങ്ക് ഏതായിരുന്നു എന്നാണ് ചോദ്യം. IDBI, NABARD, SBI, NCDC, none of these. ഓർത്തു വെക്കുക. RBIയുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ച, RBIയുടെ ബ്രാഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ RBIയുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. The RBI issues currency note under. RBI കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഏത് സിസ്റ്റം പ്രകാരമാണ്? നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. RBI ഇഷ്യൂ ചെയ്യുന്നത്, നിലവിൽ ഇഷ്യൂ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റം വഴിയാണ്. ഓക്കെ ആണല്ലോ. തുടക്കത്തിൽ അത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു. 1956 വരെ അങ്ങനെയായിരുന്നു. ശേഷം മിനിമം റിസർവ് സിസ്റ്റം. ഇപ്പോൾ നിലവിൽ പോകുന്നത് റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം വഴിയാണ്. Which section of Banking Regulation Act 1949 deals with the use of the word bank, banker, banking or banking company? Banking Regulation Actലെ ഏത് സെക്ഷനിലാണ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ്, ബാങ്കിങ് കമ്പനി എന്നിനെ പറ്റിയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്? ആ വാക്കുകളൊക്കെ പറയുന്നത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക. സെക്ഷൻ 7 BR ആക്ട് 1949 ഓർത്തു വെച്ചോണം. സെക്ഷൻ 7 ബാങ്ക്, ബാങ്കർ, ബാങ്കിങ്, ബാങ്കിങ് കമ്പനിയുടെയൊക്കെ യൂസസിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 7 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അടുത്ത ബാങ്കിങ് റെഗുലേഷൻ ആസ് നോട്ട് അപ്ലൈ ടു സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആവാത്തത് ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്നാണ് ചോദ്യം. പഠിച്ചു വെക്കുക.
രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്തത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിലും ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിലും ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എ ആൻഡ് ബി ആണ്. ഓക്കെ ആണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ 7 നെയിം ഓഫ് ബാങ്കിങ് കമ്പനി മസ്റ്റ് ഇൻക്ലൂഡ് ദ വേർഡ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ്, ശരിയാണ്. സെക്ഷൻ 7 BR ആക്ടിൽ പറയുന്നതാണ് ആ ബാങ്കിങ് ടേമുകൾ. ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് കമ്പനിയൊക്കെ പറയുന്നത് സെക്ഷൻ 7ലാണ്, ശരിയാണ്. സെക്ഷൻ 18 ക്യാഷ് റിസർവ് റേഷ്യോ, അല്ലെ? സെക്ഷൻ 18 BR ആക്ടിൽ പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോനെ പറ്റിയാണ്. സെക്ഷൻ 17 പറയുന്നത് റിസർവ് ബാങ്കിനെ പറ്റിയാണ്, റിസർവ് ഫണ്ടിനെ പറ്റിയാണ്. സെക്ഷൻ 17 റിസർവ് ഫണ്ടിനെ പറ്റിയാണ്. സെക്ഷൻ 22 പറയുന്നത് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനിയാണ്. സെക്ഷൻ 22 ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് 1949 ആൻഡ് ഈസ് ആക്ട് നമ്പർ 10 of 1949. ശരിയാണ്. ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് 1949, ആക്ട് നമ്പർ 10 ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. BR ആക്ട് വാസ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി 1955. അങ്ങനെയാണോ? അല്ല. BR ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ബാധകമായി തുടങ്ങിയത് 1966 മുതലാണ്, അല്ലെ? അത് നിലവിൽ വന്നത് മാർച്ച് 1 1966 മുതലാണ്. ഓക്കെ ആണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്ഷൻ 25 ഡീൽസ് മെയിൻ്റനൻസ് ഓഫ് അസറ്റ് ഇൻ ഇന്ത്യ. ശരിയാണ്. അതുപോലെ തന്നെ SLRനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 24 ഓഫ് BR ആക്ട്. സെക്ഷൻ 24 BR ആക്ടിലാണ് SLRനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി മാത്രമാണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡീൽസ് പെനാലിറ്റീസ്? പെനാൽറ്റീസിനെ പറ്റി പറയുന്ന BR ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചതാണ്. എക്സാമിന് പ്രീവിയസ് ചോദ്യമാണ്. പെനാൽറ്റിയെ പറ്റി പറയുന്ന BR ആക്ടിലെ സെക്ഷൻ 46 ആണ്. പഠിച്ചു വെക്കുക. പെനാൽറ്റീസിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 46 ആണ്. അങ്ങനെ ബാങ്കിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്കിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ കേരള ബാങ്കുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When was the priority sector for lending formalized by RBI? എന്താണ് ചോദ്യം? പ്രയോറിറ്റി സെക്ടർ, അല്ലേ? പ്രയോറിറ്റി സെക്ടർ RBI ഫോർമലൈസ് ചെയ്തത് ഏത് വർഷം എന്നുള്ളതാണ്. പ്രയോറിറ്റി സെക്ടർ നമുക്കറിയാം എന്താണ്. RBI ആണ് ഇനിഷ്യേറ്റ് ചെയ്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി ഇനിഷ്യേറ്റ് ചെയ്ത ഒന്നാണ് എന്ത്? പ്രയോറിറ്റി സെക്ടർ. മെയിനായിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. കൂടാതെ വീക്കർ സെക്ഷൻ അഗ്രികൾച്ചർ പോലെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുക. ത്രൂ വീക്കർ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI ഇനിഷ്യേറ്റ് ചെയ്തതാണ് എന്ത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ എന്ത് ചെയ്യണം? ഒരു മേജർ പോർഷൻ എന്ത് ചെയ്യണം? ഈ ഒരു സെക്ടറിലേക്ക് ലെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏത് വർഷം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏത് വർഷമാണ്? പ്രയോറിറ്റി സെക്ടർ RBI ഫോർമലൈസ് ചെയ്തത് 1972 കേട്ടോ. 1972 RBI അത് ഫോർമലൈസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എത്ര പ്രയോറിറ്റി സെക്ടർ ഉണ്ടെന്നുള്ളതും നമുക്കൊരു ചോദ്യമാണ്. 8 പ്രയോറിറ്റി സെക്ടറുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയെന്നറിയാവോ? ഫസ്റ്റ് എന്താണ്? അഗ്രികൾച്ചർ ഉണ്ട്. MSME എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസുകളാണ്. എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷനും എന്തിൽ ഉൾപ്പെടും? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഉൾപ്പെടും.
എക്സ്പോർട്ട് ക്രെഡിറ്റ്, എക്സ്പോർട്ട് ക്രെഡിറ്റ്. ഇനി എന്തൊക്കെയാണ്? ഹൗസിംഗ് വരും കേട്ടോ. ഹൗസിംഗ് ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, റിന്യൂവബിൾ എനർജി, അതേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രയോറിറ്റി സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി സെക്ടർ ഏതൊക്കെയാണ്, മൊത്തത്തിൽ എത്ര പ്രയോറിറ്റി സെക്ടറാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 8 എണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, MSME, എഡ്യൂക്കേഷൻ ഉണ്ട്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഉണ്ട്, ഹൗസിങ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, അതേഴ്സ്. അപ്പോൾ ഇത്രയാണ് പ്രയോറിറ്റി സെക്ടറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ വർഷം മറക്കില്ലല്ലോ. RBI പ്രയോറിറ്റി സെക്ടർ ഫോർമുലൈസ് ചെയ്തത് 1972 അടുത്ത ചോദ്യം, which among the following cases days of grace are allowed as per section 22 of NA Act? താഴെ പറയുന്ന ഇൻസ്ട്രുമെൻറ്റുകളിൽ ഏതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കാം. ഡിമാൻഡ് ബില്ലിൽ ഉണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കിയാനുള്ളത് ഏതിലാണ്? പ്രോമിസറി നോട്ടിലും ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളിലും അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബില്ലുകളിലും മാത്രമേ ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ അല്ലേ? ചെക്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ആണോ? അല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ചെക്ക് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലേ? ഇനിയുള്ളത് എന്താണ്? ഡിമാൻഡ് ബില്ലാണോ, യൂസൻസ് ബില്ലാണോ, യൂസൻസ് പ്രോമിസറി നോട്ടാണോ അല്ലേ? ഈ 3 ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിമാൻഡ് ബില്ലിൽ പേരിൽ തന്നെ ഉണ്ടല്ലോ ഡിമാൻഡ് ബില്ല്, വെൻ ഇറ്റ് ഡിമാൻഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഡേയ്സ് ഓഫ് ഗ്രേസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ടൈം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ബില്ലിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 ഡേയ്സ് നമ്മൾ എന്താണ്, എത്ര ദിവസമാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്? 3 ഡേയ്സ് അല്ലേ? അപ്പോൾ ആ 3 ഡേയ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് സ്പെസിഫൈ ചെയ്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം? ടൈം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമേ നമുക്ക് ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ബില്ലിൽ ടൈം പറയുന്നുണ്ടോ? ഇല്ല, ഡിമാൻഡ് ബില്ലിൽ ടൈം പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡ് ബില്ലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ഏതാണ്? യൂസൻസ് ബില്ലും യൂസൻസ് പ്രോമിസറി നോട്ടും. യൂസൻസ് ബില്ലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ടൈം ബില്ലെന്നാണ് അല്ലേ? യൂസൻസ് ബില്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ടൈം ബില്ലെന്നാണ്. സോ ഇപ്പോൾ തന്നെ ക്ലിയർ ആയി കാണത്തില്ലേ? ഡേയ്സ് ഓഫ് ഗ്രേസ് നമുക്ക് ഡിമാൻഡ് ബില്ലിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എവിടെ അപ്ലൈ ചെയ്യാം? ടൈം ബില്ലിൽ അപ്ലൈ ചെയ്യാം. ടൈം അഥവാ യൂസൻസ് ബില്ലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതേ 3 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷനിലും കൂടെ നോക്കാം. യൂസൻസ് പ്രോമിസറി നോട്ട്. വെറും പ്രോമിസറി നോട്ടല്ല, യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്തൂടെ? അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ കൊടുക്കാം? 3ഉം 4ഉമാണ് നമ്മൾ കണ്ടെത്തിയ ആൻസർ. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. 1 and 2 ഇല്ല, നമുക്ക് പറയാൻ സാധിക്കില്ല. 3, 4, 1 ഇല്ല, 1 വന്നാലേ ആ ഓപ്ഷൻ ക്യാൻസൽ ആണ് അല്ലേ? ഇനി ഓൾ ഓഫ് ദീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. സോ കറക്റ്റ് ആൻസർ ഏതാണ്? 3ഉം 4ഉമാണ്. ഓക്കെ, അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കുക അതിൻ്റെ അകത്തൊരു ടൈം സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. യൂസൻസ് ബില്ലും യൂസൻസ് പ്രോമിസറി നോട്ടുമാണ് സെക്ഷൻ 22 ഓഫ് NA ആക്ട് പ്രകാരം നമുക്ക് ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, bank is handling the RBI currency chest. What is the relationship between the bank and RBI? അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കറൻസി ചെസ്റ്റ്. കറൻസി ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെപ്പോസിറ്ററി സർവീസ് ആണ്. ഏതാണ്? RBIയുടെ എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് മണി സർക്കുലേഷന് വേണ്ടിയിട്ട് RBI സെലക്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ എന്ത് ചെയ്യും? ഈ
എമൗണ്ടുകൾ എന്ത് ചെയ്യും, സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമെന്ന് പറയുന്നതായിരിക്കും ശരി അല്ലേ. അപ്പോൾ അതാത് ബാങ്കുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ബാങ്ക് എന്താണ്, RBIക്ക് പകരക്കാരനായിട്ട് അത്രയും ഫണ്ടുകൾ എന്ത് ചെയ്യുവാണ്, സൂക്ഷിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇവിടെ RBIയും ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ടല്ലേ. ഇവിടെ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ ഫണ്ടുകൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ കറൻസികൾ, ഫണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല, കറൻസിയാണ് അല്ലേ, കടം കൊടുക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ കറൻസി എന്ത് ചെയ്യും, മണി സർക്കുലേഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ RBI വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിലായിരിക്കും ഇത് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി ആണോ, നമുക്ക് തോന്നും അയ്യോ അതല്ലേ, ട്രസ്റ്റി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് തോന്നും. പക്ഷേ അല്ല, ബെയിലി ബെയിലർ അല്ല, ബെനിഫിഷ്യറി ആൻഡ് ട്രസ്റ്റി അല്ല. ഇവിടെ വരുന്ന റിലേഷൻഷിപ്പ് ഓർത്തോളുക, ഏജന്റ് ആൻഡ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഏജന്റ് ആൻഡ് കറൻസി ചെസ്റ്റ് വരുമ്പോൾ ഓർത്തോളുക, RBIയും കൊമേഴ്ഷ്യൽ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചാൽ ഇവിടെ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, ഏജൻ്റായിട്ടും RBI എന്താണ്, പ്രിൻസിപ്പിളുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ ആദ്യം ആരെയാണോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരുവാണ്, പ്രിൻസിപ്പിൾ ആൻഡ് ഏജന്റ്. അപ്പോൾ നമ്മൾ ചില പേർക്ക് തെറ്റ് പറ്റുന്ന ഒരു കേസാണ് അല്ലേ, നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷനിലുണ്ട് ഏജന്റ് പ്രിൻസിപ്പിൾ ഏജന്റ് എല്ലാം ഒന്ന് തന്നെയാണെന്ന് കരുതി കൊടുക്കും, പക്ഷേ തെറ്റിപ്പോവും. ശ്രദ്ധിക്കുക, ആരെയാണോ അവിടെ റിലേഷൻഷിപ്പിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അയാളുടെ റോൾ ആയിരിക്കണം നമ്മളിവിടെ ആദ്യം ആൻസറിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ ബാങ്കും RBI ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ബാങ്ക് ഏജന്റും RBI ഇവിടെ ഒരു പ്രിൻസിപ്പിളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, ഇൻ വിച്ച് among the following act it is stated that banks should maintain the secrecy of the customer's account and should not disclose the account details unwarrantably. അല്ലേ, ബാങ്കുകൾക്ക് എന്താണ്, ബാങ്കുകൾക്കുള്ള ഉത്തരവാദിത്തമാണല്ലേ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റാർക്കും എന്ത് ചെയ്യാൻ പാടില്ല, കൈമാറാൻ പാടില്ല. പക്ഷെ നമ്മുടെ അല്ലാതെയുള്ള ലീഗലി അല്ലെങ്കിൽ കോർട്ട് മുഖേനയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ബാങ്കിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും ഇൻ പ്രോപ്പർ വേ. അതർവൈസ് എന്തില്ല, കസ്റ്റമറിൻ്റെ അക്കൗണ്ടുകൾ എന്ത് ചെയ്യരുത്, മറ്റൊരു പേഴ്സൺ അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അല്ലേ. അത് ബാങ്കിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. അപ്പോൾ ഇത് എവിടെയാണ്, ഏത് ആക്റ്റിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം നമുക്ക് നോർമലി ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാം അല്ലേ. നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് പ്രൊവിഷനും പറയുന്ന BR ആക്റ്റിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണേ, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് BR ആക്ട് അനുസരിച്ചല്ല, പകരം ഏത് ആക്ട് അനുസരിച്ചാണ്, ബാങ്കിങ് കമ്പനീസ് എന്താണ്, ബാങ്കിങ് കമ്പനീസ് ആക്ട് 1970. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ബാങ്കിങ് കമ്പനീസ് ആക്ട്, അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് അല്ലേ, അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 1970 അനുസരിച്ചാണ് ഈ ഒരു പ്രൊവിഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മറന്നു പോകരുത്. അല്ലെങ്കിൽ നമുക്കിനി KYCയിലാണോ അല്ലെങ്കിൽ BR ആക്റ്റിലാണോ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവാം. പക്ഷേ ഓർത്തോളുക, സീക്രസി അല്ലേ, ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് മെൻഷൻ ചെയ്യുന്നത് ബാങ്കിങ് കമ്പനീസ് ദ അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് വർഷം 1970. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, which among the following the definition of a bank customer as a person who maintain an account with a bank is given. എന്താണ് ഒരു കസ്റ്റമറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഏത് ആക്റ്റിലാണ്? അതും അടുത്തൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണല്ലേ. BR ആക്റ്റിലാണോ, ഇനി എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. RBI ആക്റ്റിലാണോ? അല്ല. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ല. കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട്
അതുമല്ല. പിന്നെ എവിടെയാണ് KYC ഗൈഡ്ലൈൻസ്, RBIയുടെ KYC നോ യുവർ കസ്റ്റമർ അല്ലേ, KYC ഗൈഡ്ലൈൻസിലാണ് ആരെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കസ്റ്റമറിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മറക്കരുതേ, KYC ഗൈഡ്ലൈൻസിലാണ്. Then payment banks can take which among the following types of deposits only from the public? പേയ്മെൻറ്റ് ബാങ്കുകൾ ഏത് തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്, ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് എല്ലാം ഉൾപ്പെടുന്നു അല്ലേ, ഓൾ ഓഫ് ദീസ് ഒരു ഓപ്ഷനും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, പേയ്മെൻറ്റ് ബാങ്ക് ഇതിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഡിമാൻഡ് ആൻഡ് സേവിങ് ഡെപ്പോസിറ്റുകളാണ്. ഓക്കെ, ടൈം ഡെപ്പോസിറ്റുകളോ ഫ്ലെക്സി ഡെപ്പോസിറ്റുകളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഡിമാൻഡും അതുപോലെ സേവിങ് ഡെപ്പോസിറ്റുകളും മാത്രമേ പേയ്മെൻറ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓർത്തോളൂ കേട്ടോ. പേയ്മെൻറ്റ് ബാങ്ക് ക്യാൻ ടേക്ക് വിച്ച് among the following type of deposits? ഏതൊക്കെയാണ്? ഡിമാൻഡ് ആൻഡ് സേവിങ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് among the following type of deposits are treated as bank's low cost deposit? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ, എല്ലാവർക്കും അറിയാമെന്നുള്ള ചോദ്യമാണിത്. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഏതാണ് ഇതിൽ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്? കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് RRD ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കിതിൽ ഒരു ഡൗട്ടും ഇല്ല അല്ലേ. എന്താണ് നമ്മളിതിന് എങ്ങനെയാ പറയാ അല്ലേ? ഓപ്ഷനിൽ കാസ അല്ലേ, കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ട്. കാസ ഡെപ്പോസിറ്റ് ആണ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷനിൽ 1, 3 അല്ല അല്ലേ, നമുക്ക് ഏതോ മാത്രമേ ഉള്ളൂ ഇവിടെ, ഒന്ന് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ബിൽ സൈൻഡ് ബൈ വൺ പേഴ്സൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഈസ് കാൾഡ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളിൽ പല ടൈപ്സ് ഓഫ് ബില്ലുകൾ ചോദിക്കാറുണ്ട് അല്ലേ എക്സാമിന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. എന്താണ്? ബിൽ സൈൻഡ് ബൈ വൺ പേഴ്സൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഏത് ബില്ലാണ്? കൺസിഡറേഷൻ ഇല്ലാത്ത, നമ്മൾ ഫിറ്റീഷ്യസ് ബില്ലെന്നും കൈറ്റ് ബില്ലെന്നും ഒക്കെ നമ്മൾ പല പേരുകളിൽ ഇതിനെ വിളിക്കാറുണ്ട്. ഏത് ബില്ലാണ്? അതെ, ഏതാണ്? അക്കോമഡേഷൻ ബില്ലാണ് കേട്ടോ. അക്കോമഡേഷൻ ബില്ലാണ്. ട്രേഡ് ബില്ലോ ക്ലീൻ ബില്ലോ ടൈം ബില്ലോ ആണോ? ഇല്ല, അതിനെല്ലാം എന്തുണ്ട്? കൺസിഡറേഷൻ ഉണ്ട്. ഇവിടെ അക്കോമഡേഷൻ ബില്ലെന്ന് പറയുന്ന എന്താണ്? ഒരു ജെന്യുവിൻ ട്രാൻസാക്ഷനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരു ജെന്യുവിൻ ട്രാൻസാക്ഷൻ്റെ ബേസിൽ ജനറേറ്റ് ചെയ്യുന്നൊരു ബില്ലല്ല, അതൊരു ഫിറ്റീഷ്യസ് ബില്ലാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? അക്കോമഡേഷൻ ബില്ലാണ് കേട്ടോ. അക്കോമഡേഷൻ ബില്ലാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അക്കോമഡേഷൻ ബില്ല്. ഇതിന് മറ്റ് പേരുകളും ഉണ്ട് കേട്ടോ. കൈറ്റ് ബില്ലെന്ന് വിളിക്കും നമ്മൾ, ഫിറ്റീഷ്യസ് ബില്ലെന്ന് വിളിക്കാറുണ്ട്, വിൻഡ് ബില്ലെന്ന് നമ്മൾ ടേം ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് വാർണിംഗ് ടു ദ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് NI ആക്ടിൽ NI ആക്ട് 1881 സെക്ഷൻ 130 പറയുന്നു എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. അപ്പം നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് എന്താണ് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. അതായത് നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് നോൺ നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ ഒരു ജെനുവിനിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കേട്ടോ. ട്രാൻസ്ഫറബിൾ ആണ്.
പക്ഷേ ഇറ്റ്സ് എ വാർണിംഗ് ടു, ആർക്കുള്ള വാർണിംഗ് ആണ്? ഇപ്പോൾ ഒരു ചെക്കിൽ എഴുതിയിരിക്കുവാണ് നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയിരിക്കുവാണെന്ന് കരുതുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ്സ് എ വാർണിംഗ് ടു ദ ഹോൾഡർ, അത് റിസീവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കുള്ള വാർണിംഗ് ആണ്. ശരിക്കും ഒരു തരത്തിൽ ഇവിടെ ഫർദർ നെഗോഷിയേഷൻ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നോൺ നെഗോഷ്യബിൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഏത് സെക്ഷൻ? സെക്ഷൻ 130 NA Act 881 പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ വാർണിംഗ് ടു ദ ഹോൾഡർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിക്കാനുള്ളത്, ഈ നോൺ നെഗോഷ്യബിൾ ക്ലോസിംഗ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ ഫർദർ നെഗോഷിയേഷൻ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് ഒരു ബെറ്റർ ടൈറ്റിൽ, അതായത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്ന ഒരു ബെറ്റർ ടൈറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ? ബെറ്റർ ടൈറ്റിൽ അവിടെ കിട്ടാൻ പറ്റില്ല. കാരണം അതിനുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എന്ത് കൊടുക്കുന്നില്ല? നോൺ നെഗോഷ്യബിൾ ക്ലോസിങ്ങിന് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ടേമുകളും മനസ്സിലാക്കിയിരിക്കണം അല്ലേ? 8 NA Actലെ സെക്ഷൻ 8 എന്ത് പറയുന്നു? ഹോൾഡറിനെ പറ്റി പറയുന്നു. സെക്ഷൻ 9 ഹോൾഡഡ് ഇൻ ഡ്യൂ കോഴ്സ് അല്ലേ? NA Act സെക്ഷൻ 10 എന്ത് പറയുന്നു? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, അയ്യോ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും അല്ലേ? അപ്പോൾ നോൺ നെഗോഷ്യബിൾ ക്ലോസിംഗ് അല്ലെങ്കിൽ നോൺ നെഗോഷ്യബിൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൽ നമുക്കൊരു ബെറ്റർ ടൈറ്റിൽ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ഹോൾഡർ NA Actൽ സെക്ഷൻ 8 ഹോൾഡറിനെ പറയുന്നത്, 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരാം. ഹോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെക്ക് കളഞ്ഞു കിട്ടി. എത്തരത്തിലുള്ള ചെക്ക് ആവണം? ഒരു ഓപ്പൺ ചെക്കാണ്, അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇന്ന ആൾക്കുള്ളതെന്ന് എഴുതി വയ്ക്കാത്ത ഒരു ചെക്ക് അല്ലേ? ബിയറർ ചെക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ടേം ചെയ്യാം. ദാറ്റ് മീൻസ് എന്താണ്? അതൊരു ഇന്ന പേഴ്സൺ ആണെന്ന് അവിടെ ഒരു പേയുടെ നെയിം അവിടെ എന്ത് ചെയ്തിട്ടില്ല? സ്പെസിഫൈ ചെയ്യാത്തൊരു ചെക്ക് അല്ലേ? അത് കളഞ്ഞു കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. മറ്റതിപ്പോൾ ആ പേഴ്സൺ പോയാൽ മാത്രമല്ലേ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന ആൾക്കെന്ന് എഴുതി ക്ലിയർ ആയിട്ട് പറയാത്തൊരു ചെക്ക് നമുക്കതിനെ സിമ്പിളി എന്ത് വിളിക്കാം? ഓപ്പൺ ചെക്ക് എന്ന് വിളിക്കാം. അപ്പോൾ കളഞ്ഞു കിട്ടിയെന്ന് കരുതുക. അപ്പം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആരാകും? ഹോൾഡർ ആകും. ഓക്കെ, നിങ്ങൾ ആ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹോൾഡർ ആകും. എൻ്റെ കയ്യിലാണ് ആ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഇൻസ്ട്രുമെൻ്റ് ഒരു ബെറ്റർ ടൈറ്റിലോടുകൂടി ഞാൻ മേടിച്ചതല്ല, അതായത് ശരിയായ രീതിയിൽ എൻ്റെ കയ്യിലെത്തിയില്ല എന്ന് സാരം. അപ്പോൾ ഈ ഹോൾഡർ എന്നുള്ളതിൻ്റെ പൊസിഷൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനാണ് എന്ത്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ കുറച്ച് സ്റ്റാറ്റസ് ഉള്ള പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ എന്താണ്? ആ പേഴ്സൺ അതൊരു ഡിഫക്റ്റീവ് ടൈറ്റിലൂടെ കയ്യിൽ കിട്ടിയതാകരുത്. ഒരു ഗുഡ് ഫെയ്ത്തോടുകൂടെ മറ്റൊരു പേഴ്സൺ വിശ്വാസത്തോടു കൂടി വാങ്ങിയത് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയുള്ളൂ. അപ്പം അതായത് ഞാനൊരു എൻഡോഴ്സ്മെൻറ്റിലൂടെയോ അല്ലെങ്കിൽ എനിക്കായി ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി തന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഞാൻ തന്നെയാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. കാരണം എൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്, ഞാനൊരു എഫക്റ്റീവ് ടൈറ്റിലൂടെയാണ് അത് റിസീവ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി ഒരു കളഞ്ഞു കിട്ടിയ വസ്തുത എന്താണ്? ഞാനൊരു ഗുഡ് ഫെയ്ത്തോടു കൂടി മേടിച്ചതാണോ? അല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് മാത്രമേ NA Actൽ പറയുന്ന എല്ലാ ലീഗൽ പ്രൊട്ടക്ഷനും കിട്ടുകയുള്ളൂ കേട്ടോ. NA Actൽ പ്രതിപാദിക്കുന്ന എല്ലാ ലീഗൽ പ്രൊട്ടക്ഷനും കിട്ടണമെങ്കിൽ ഹോൾഡർ ആയാൽ പോരാ. നമ്മൾ ആരാവണം? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണം. ഇല്ലേ? നിസ്സാരം. അതെന്തുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്? സിമ്പിൾ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. കളഞ്ഞു കിട്ടിയ ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി, അത് മാറിയില്ല എന്ന് കരുതുക, എന്തെങ്കിലും ഇഷ്യൂവിൽ നമുക്കതിന്മേൽ കേസോ
ക്ലെയിം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ പറ്റുമോ? ഇല്ല. നമുക്കത് നമ്മളൊരു എഫക്റ്റീവ് ടൈറ്റിലിൽ മേടിച്ചത് അല്ലാത്തത് കൊണ്ട്, ഇല്ലേ? അപ്പോൾ ഇതാണ് ഹോൾഡറും ഹോൾഡർ ഡ്യൂ കോഴ്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തോടു കൂടി നമ്മൾ മേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഡിഫക്റ്റീവ് ടൈറ്റിൽ ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു ബെറ്റർ പൊസിഷനിലോട്ട് ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലോട്ട് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നോൺ നെഗോഷ്യബിൾ ക്രോസിങ്ങിൻ്റെ കേസിൽ അങ്ങനെയാണ്. എന്താണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്കവിടെ ഹോൾഡർ ആകാനേ പറ്റുള്ളൂ. നമുക്കൊരു ബെറ്റർ ടൈറ്റിൽ അവിടെയും എന്തില്ല, കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നൊരു ഏരിയയാണ് ഈ ഹോൾഡറും ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് വാണിംഗ് ടു ദ ഹോൾഡർ. വാണിംഗ് ടു ദ ഹോൾഡർ ആണ് കേട്ടോ. അപ്പം നോൺ നെഗോഷ്യബിൾ ക്രോസിങ്ങിൻ്റെ സെക്ഷൻ ഓർത്തിരിക്കുക, 130 അതുപോലെ ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ്, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഇത് മൂന്നും വളരെ എളുപ്പമാണ് നമുക്ക് സെക്ഷൻ പഠിക്കാൻ, അല്ലേ? അടുത്തടുത്താണ് 8, 9, 10. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. പേഴ്സൺ പ്രോമിസിങ് ടു സേവ് അനദർ ഫ്രം ലോസ്. നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? പേഴ്സൺ പ്രോമിസിങ് ടു സേവ് അനദർ ഫ്രം ലോസ് ആരാണ്? ഇൻഡെമിനിഫയർ ആണ്. ആരാണ്? നമുക്ക് ഇങ്ങനെയൊരു ലോസ് ഉണ്ടായാൽ ഞാനത് കവർ ചെയ്തോളാം എന്ന് പറയുന്നത് ആരാണ്? ഇൻഡെമിനിഫയർ ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഡെമിനിറ്റി ഹോൾഡറിന് വേണ്ടിയിട്ട് ആ ലോസ് എന്ത് ചെയ്യുന്നത്, ബിയർ ചെയ്യുന്ന ആരാണ്? ഇൻഡെമിനിഫയർ ആണ്. ഇങ്ങനെ ഒരു നഷ്ടം വന്നാൽ ഞാനത് നികത്തിക്കോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ആരാണ്? ഇൻഡെമിനിഫയർ ആണ്. ഓക്കെ, ഇൻഡെമിനിഫയർ ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ദ പേഴ്സൺ പ്രോമിസിങ് ടു സേവ് അനദർ ഫ്രം ലോസ് ആരാണ്? ഇൻഡെമിനിഫയർ. ഓക്കെ, ആരാണ്? ഇൻഡെമിനിഫയർ. അടുത്ത ചോദ്യം, what is the minimum balance that a bank can prescribe in BSBDA? എന്താണ്? ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്, അല്ലേ? നോ ഫ്രിൽ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2005 വന്ന നോ ഫ്രിൽ അക്കൗണ്ടാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? BSBDA ആയിട്ട് മാറിയത്, അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? മിനിമം ബാലൻസ്. BSBDAക്ക് മിനിമം ബാലൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടോ? 100 ആണോ, 500 ആണോ, 1000 ആണോ? അതോ അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ലേ? എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടോ? നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നോ മിനിമം ബാലൻസ്. അപ്പോൾ അത് BSBDയിലേക്ക് മാറിയാലും കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ബാങ്ക് കനോട്ട് പ്രിസ്ക്രൈബ് എനി മിനിമം ബാലൻസ് ഇൻ BSBDA അക്കൗണ്ട്. ഒരു മിനിമം ബാലൻസ് നമുക്ക് എന്താണ്? BSBDയിൽ ഇല്ല. The area of operation of local area bank. ഏതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതാണ്? സ്റ്റേറ്റ് ആണോ, വിത്തിൻ ഡിസ്ട്രിക്റ്റ് ആണോ, അതോ രണ്ടോ അധികം ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ടോ? ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഇവിടെ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ഈ കണ്ടിന്യൂസ് എന്നുള്ള വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡിസ്ട്രിക്റ്റ് എന്ന് മാത്രം എഴുതുന്നത് കറക്റ്റ് അല്ല. 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. വിത്തിൻ 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക് ഏതാണ്? വിത്തിൻ 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ്. ആ കണ്ടിന്യൂസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി മറക്കത്തില്ലല്ലോ. Which among the following is a promissory note? Promissory note, bill of exchange. അല്ലേ? നമുക്ക് പലപ്പോഴും കൺഫ്യൂസിങ് ഉണ്ടാകുന്ന 2 ഇൻസ്ട്രുമെൻറ്റുകളാണത്. നോക്കാം. ഇതിൽ പ്രോമിസറി നോട്ടിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഏത് ഓപ്ഷനും ഉള്ളതാണ്?
അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്താണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഡെറ്റർ ആണ് അല്ലേ. പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഡെറ്റർ ആണ്. ഡെറ്റർ ടു ക്രെഡിറ്റർ ആണ്. ഞാൻ ഇന്ന ദിവസം അല്ലേ ഇത്രയും രൂപ തന്നുകൊള്ളാമെന്ന് ഡെറ്റർ തന്നെ എഴുതി സൈൻ ചെയ്യുന്നതാണ് എന്ത്? പ്രോമിസറി നോട്ട് എന്ന് പറയും. ഹി പ്രോമിസ് ടു പേ അല്ലേ. അത് ചിലപ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റിനാവാം, അല്ലെങ്കിൽ ക്രെഡിറ്റർ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോഴാവാം അല്ലേ. അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ടൈം ലിമിറ്റ് പറയും, അല്ലെങ്കിൽ എപ്പോഴാണോ ക്രെഡിറ്റർ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാന്നുള്ളത് മറക്കരുത്. ഡെറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസ് നെസസറി ആണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ തന്നെ എഴുതി തയ്യാറാക്കുകയാണ്, ഞാൻ അത്രയും എന്താണ് ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എമൗണ്ട് ഞാൻ കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് മേടിച്ചതിൻ്റെ ക്യാഷ് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് എന്താണ് ഡെറ്റർ തന്നെ അവിടെ പ്രോമിസ് ചെയ്യുവാണ്. സോ അവിടെ ഒരു അക്സെപ്റ്റൻസിൻ്റെ ആവശ്യകത ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസ് വേണ്ട എന്നുള്ളത് മറക്കരുത്. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രോമിസറി നോട്ടിൻ്റെ എക്സാമ്പിൾ കണ്ടെത്തണം അല്ലേ. നോക്കാം. ഐ പ്രോമിസ് ടു പേ രമേഷ് ₹10 lakh. ഓക്കെ. ഓർ ടു ഡെലിവർ ടു ഹിം ബൈ കിയ സോൾട്ടേഴ്സ് കാർ. ഒന്ന് നോക്കിക്കേ, ഇത് ഓക്കെ ആണല്ലേ. രമേഷിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഓറ് കണ്ടോ, ഒന്നുകിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഒരു കാറ് കൊടുക്കാം. അങ്ങനെ ഒരു ഓറിട്ട് പറയുന്നുണ്ട്. അത് കറക്റ്റാണോ? എന്ത് പറയുന്നു? നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പ്രോമിസറിയിലും ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും കൃത്യമായി പഠിച്ചൊരു ഫീച്ചറുണ്ട്. എന്താണ്? അൺകണ്ടീഷണൽ ഓർഡർ. എന്താണ് പ്രോമിസറി നോട്ടും? എന്താണ്? അൺകണ്ടീഷണൽ ഓർഡർ ആണല്ലേ. എന്താണ്? പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടീഷൻ വയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. എനിക്കപ്പോൾ ക്യാഷ് കിട്ടുവാണെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവൻ്റ് നടക്കുവാണെങ്കിൽ ഞാൻ നോക്കാം എന്ന തരത്തിലുള്ള കണ്ടീഷനൊന്നും വയ്ക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കിത് ഒരു പ്രോമിസറി നോട്ടിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഓറ് പറഞ്ഞിരിക്കുന്നു അല്ലേ. ഇതോ അല്ലെങ്കിൽ അത് ഒരു കണ്ടീഷൻ അല്ലേ. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എ അല്ല. അടുത്തത് നോക്കാം. ഐ പ്രോമിസ് ടു പേ രമേഷ് ₹10 lakh 3 months after 23/6/2024 if I marry ലത. ദേ വീണ്ടും ഇവിടെ കണ്ടീഷൻ എന്താണ്? ഞാൻ ലതയെ മാരി ചെയ്യുവാണെങ്കിൽ മാത്രം അല്ലേ ക്യാഷ് തരാം എന്ന് പറയുന്ന ഒരു കറക്റ്റ് രീതിയാണോ? അല്ല. ഇവിടെയും എന്താണ്? കണ്ടീഷനാണ് അല്ലേ. കണ്ടീഷൻ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്തോളുക. കാരണം പ്രോമിസറി നോട്ട് എന്താണ്? അൺകണ്ടീഷണൽ ഓർഡർ ആണ് അല്ലേ. അപ്പോൾ അതും നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കണ്ടീഷൻ പറയുന്നു. അടുത്ത് നോക്കാം. ഐ അക്നോളജ് ദാറ്റ് ഐ ആം ഇൻ ഡെപ്റ്റ് ടു രമേഷ് ₹10 lakh ആൻഡ് പ്രോമിസ് ടു പേ ഓൺ ഡിമാൻഡ്. അതായത് നമ്മൾ കൃത്യമായിട്ട് എന്ന് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഏത് രീതിക്ക് കൊടുക്കണമെന്നോ എത്ര രൂപയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം, വിത്തൗട്ട് എനി കണ്ടീഷൻ. അപ്പം നോക്കിക്കേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ലേ? ഐ അക്നോളജ് ദാറ്റ് ഐ ആം ഇൻ ഡെപ്റ്റ് ടു രമേഷ് അല്ലേ. ദാറ്റ് മീൻസ് അയാൾ എന്താണ്? രമേഷിന് ഇൻ ഡെപ്റ്റ് ആയിട്ട് നിൽക്കുവാണ്, കാശ് കൊടുക്കാനുണ്ട്. എത്രയാണ്? 10 ലക്ഷം. ആൻഡ് പ്രോമിസ് ടു പേ ഓൺ ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം തന്നെ വേണമെന്നില്ല, ഒന്നുകിൽ അത് ഡിമാൻഡിനനുസരിച്ചോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിനനുസരിച്ചോ നമുക്ക് കൊടുക്കാം. സോ പേ ഓൺ ഡിമാൻഡ് ഇത് നമുക്ക് ശരി വയ്ക്കാം അല്ലേ. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത് വരാം. ഐ പ്രോമിസ് ടു പേ രമേഷ് ₹10 lakh പ്രൊവൈഡഡ് മൈ ഫാദർ ഗീവ്സ് മീ ഇനഫ് മണി. ഇവിടെയും അടുത്തത് വീണ്ടും കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വിത്തൗട്ട് എനി കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. മോഡ് ഓഫ് പേയ്മെൻറ്റും നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ
എപ്പോഴും നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളുടെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി വേണം നമ്മളത് ഓരോന്നും സെലക്ട് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following is material alteration? മെറ്റീരിയൽ ഓൾട്ടറേഷൻ നോക്കാം. കൺവേർട്ടിംഗ് an order check into a bearer check. ഓർഡർ ചെക്ക് ഇൻറ്റു ബിയറർ ചെക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയോ തെറ്റോ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഓർഡർ ചെക്കും ബിയറർ ചെക്കും എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബിയറർ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആർക്ക് വേണോ എന്ത് ചെയ്യാം, അത് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ആക്കി മാറ്റാം. കൗണ്ടറിൽ കൊണ്ടുപോയി തന്നെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് മേടിക്കാം. എന്തുകൊണ്ട്? അതിൽ ആർക്കാണ് അല്ലേ, ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓൺ ഹൂ ബിയർ ദ ചെക്ക്, ആരുടെ കയ്യിലാണോ ആ ചെക്ക് ഇരിക്കുന്നത് അയാൾക്ക് ബാങ്കിൽ കൊണ്ടുപോകാം, അത് ക്യാഷ് ആക്കി മാറ്റാം. കൗണ്ടറിൽ കൊണ്ടുപോയി തന്നെ എന്ത് ചെയ്യാം, ക്യാഷ് ആക്കി മാറ്റാം. മിയർ ഡെലിവറിയാണ് അല്ലേ. ഒരു എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകതയും ബിയറർ ചെക്കിനില്ല അല്ലേ. ഓപ്പൺ ചെക്കാണ്, അതിലൊരു പേയുടെ നെയിം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അത്തരത്തിലുള്ള ചെക്കുകളാണത്. പക്ഷേ ഓർഡർ ചെക്ക് അങ്ങനെയല്ല. ഓർഡർ ചെക്ക് എങ്ങനെയാണ്, അതൊരു പർട്ടിക്കുലർ പേഴ്സണ് വേണ്ടി തയ്യാറാക്കിയതാണ്. ദാറ്റ് മീൻസ് അവിടെ പേയുടെ നെയിം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അയാൾ പോയാൽ മാത്രമേ അത് ക്യാഷാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. മിയർ ഡെലിവറി ആണോ? അല്ല. ഇനി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വെറുതെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ത്രൂ എൻഡോഴ്സ്മെൻറ്റിലൂടെ മാത്രമേ ഒരു ഓർഡർ ചെക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടുത്തെ കാര്യം എന്താണ്? മെറ്റീരിയൽ ഓൾട്ടറേഷനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചിന്തിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ് പോലെയുള്ളതും ഓർഡർ ചെക്കും ബിയറർ ചെക്ക് പോലെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എങ്ങനെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് കരുതിയാൽ, എപ്പോഴും നമ്മൾ വെട്ടിത്തിരുത്തുന്നത് ഒരു നല്ല പ്രവണതയാണോ? എപ്പോഴും ഒരു കാര്യം എഴുതിയിട്ട് അത് വെട്ടിത്തിരുത്തി അത് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം എഴുതി ചേർക്കുന്നത് ഒരു ബാഡായിട്ടുള്ള കാര്യമല്ലേ? അത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഓർഡർ ചെക്ക് എന്ന് പറയുമ്പോൾ ഇന്ന പേഴ്സൺ ആണെന്നത് എഴുതി വെച്ചിട്ടുണ്ട്, അത് വെട്ടി ബ്ലാങ്ക് ആക്കാൻ പറ്റുമോ? ഒരു പേഴ്സൺ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെക്കിൽ ആ ഒരു പേയുടെ നെയിം വെട്ടിയിട്ട് അതൊരു ബ്ലാങ്ക് ചെക്ക് ആക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അവിടെ വെട്ടിത്തിരുത്തൽ വേണം അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു ബിയറർ ചെക്ക്, ആരെ പേരും എഴുതിയിട്ടില്ലാത്തൊരു ബിയറർ ചെക്ക്, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർഡർ ചെക്കാക്കാം. അവിടെ വെട്ടിത്തിരുത്തലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പേയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആരെ പേര് വേണോ എഴുതി ചേർക്കാം. അത് നമുക്ക് മെറ്റീരിയൽ ഓൾട്ടറേഷനായിട്ട് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും വെട്ടിത്തിരുത്തലുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. ഒന്നും എഴുതാത്തടുത്ത് നമുക്ക് എഴുതി ചേർക്കാം, പക്ഷേ എഴുതിയെടുത്ത് നമുക്ക് വെട്ടിത്തിരുത്തി മാറ്റി എഴുതാനുള്ള പ്രൊവിഷൻ ഇല്ല, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ എന്താണ് കൺവേർട്ടിങ് ആണ് ഓർഡർ ചെക്ക് ഇൻറ്റു ബിയറർ ചെക്ക്. ദേ ശ്രദ്ധിച്ചേ, ഇവിടെ എന്തിലോട്ട് മാറ്റുവാണ്? ഓർഡർ ചെക്കിനെ ബിയറർ ചെക്കിലോട്ട് മാറ്റുവാണ്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെക്കിനെ തിരിച്ച് ബിയറർ ചെക്ക് ആക്കാൻ പറ്റുമോ? വെട്ടിത്തിരുത്തൽ വേണ്ടേ? അപ്പോൾ ഇത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ലേ? ഇത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ് അല്ലേ. ഇനി കൺവേർട്ടിങ് ബിയറർ ചെക്കിൻ്റെ ഓർഡർ ചെക്ക്, ഒന്നും എഴുതാത്തൊരു ചെക്കിൽ ആരുടെ പേര് വേണോ എഴുതി ചേർക്കാം. അപ്പോൾ ഇത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണോ? അല്ല. കംപ്ലീറ്റിംഗ് ദ ഡേറ്റ് ഓൺ ദ ചെക്ക് വിത്ത് എ ഡിഫറെൻ്റ് ഇങ്ക് ആൻഡ് ഇങ്ക് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഡിഫറെൻ്റ് ഇങ്ക് ആൻഡ് ഹാൻഡ് റൈറ്റിങ്, അതൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പം ഇങ്ക് മാറിയോ ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസപ്പെട്ടോ എന്നുള്ളതൊന്നും നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്ക് അതൊന്നും മെറ്റീരിയൽ ഓൾട്ടറേഷൻ്റെ കേസിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ്. അതൊന്നും കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ ആണ്. കൺവേർട്ടിംഗ് ജനറൽ ക്രോസിംഗ് ഇൻറ്റു സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗ് ഇൻറ്റു സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ദേ ഇത് ജനറൽ ക്രോസിംഗ് ആയി ഇല്ലേ. ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ കമ്പനിയെന്നോ സംതിങ് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് സ്പെഷ്യൽ ക്രോസിങ്? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ നെയിം ഓഫ് ദ ബാങ്കർ സ്പെസിഫൈ ചെയ്തിരിക്കണം അല്ലേ. നെയിം ഓഫ് ദ ബാങ്കർ എഴുതിയാൽ മാത്രമേ നമ്മളതിനെ എന്ത് വിളിക്കത്തുള്ളൂ? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് വിളിക്കത്തുള്ളൂ. സോ ഒരു ജനറൽ ക്രോസിങ്ങിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാൻ വളരെ എളുപ്പമാണ്. ദേ ഞാൻ എന്താ എഴുതി ചേർത്തു
ഇതിപ്പോൾ എന്തായി? സ്പെഷ്യൽ ക്രോസിംഗ് ആയില്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ ജനറൽ ക്രോസിംഗ് ആക്കണം. എനിക്കിതൊരു ജനറൽ ക്രോസിംഗ് ആക്കണമെങ്കിൽ ഞാൻ SBI മാറ്റി എന്ത് ചെയ്യണം? സ്പെഷ്യൽ മാറ്റി ജനറൽ ആക്കണം. ജനറൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പേര് പാടില്ല? നെയിം ഓഫ് ദ ബാങ്കർ പാടില്ല. ക്യാൻസൽ ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പോൾ അതെന്താവും? മെറ്റീരിയൽ ഓൾട്രേഷൻ ആവില്ലേ? ഞാനിവിടെ വെട്ടിയില്ലേ? അതെന്തായി? മെറ്റീരിയൽ ഓൾട്രേഷൻ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ തിരുത്തലുകൾ എന്ത് ചെയ്യില്ല? പാടില്ല. ഇനി ഇവിടുത്തെ ചോദ്യം ഇനി നിങ്ങൾ വായിച്ചേ. ജനറൽ ക്രോസിംഗ് ഇൻറ്റു സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിങ്ങിനെ അല്ലേ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ജനറൽ ക്രോസിങ്ങിനെ ഞാൻ SBI എന്നുള്ള പേര് ആഡ് ചെയ്ത് സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റി. ഞാനിവിടെ എന്തെങ്കിലും വെട്ടിത്തിരുത്തിയോ? ഇല്ല. അപ്പോൾ എന്താണ്? മെറ്റീരിയൽ ഓൾട്രേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ എന്താണ്? ഏതാണ് മെറ്റീരിയൽ ഓൾട്രേഷനിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ പറയുന്ന Bയും Cയും Dയും ഒന്നും മെറ്റീരിയൽ ഓൾട്രേഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ആൻസർ ഏതാണ്? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു അല്ലേ? ഓർഡർ ചെക്ക് ഇൻറ്റു ബിയറർ ചെക്ക്. ഇനി ഇത് തിരിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഓപ്ഷൻ ഡിയും പറയായിരുന്നു അല്ലേ? സ്പെഷ്യൽ ക്രോസിങ്ങിനെ തിരിച്ച് ജനറൽ ആക്കി എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മെറ്റീരിയൽ ഓൾട്രേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിലായല്ലോ എവിടെയാണ് നമുക്ക് ഇത് രണ്ട് കേസിലുമാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഏത് തരത്തിൽ ചോദിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. Among the following is not a common guidelines prescribed by RBI for priority sector lending. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് പറഞ്ഞു RBI ഇൻഷ്യലൈസ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഏതാണ്? നോട്ട് അല്ലേ? എപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തെറ്റാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതോ ശരിയാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇൻക്ലൂഡ് ആയതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആകാത്തതാണോ, അത് കൃത്യമായി നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ പലപ്പോഴും ആൾക്കാർക്ക് എന്താണ് തെറ്റ് പറ്റിയിട്ടുണ്ടല്ലേ? എക്സാം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് അയ്യോ എന്താണ് ഞാനത് ക്വസ്റ്റ്യൻ നേരെ വായിച്ചില്ല, എനിക്ക് ആൻസർ കൃത്യമായിട്ട് അറിയായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ഞാൻ നേരെ വായിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു വരയിട്ടു എന്ന് കരുതി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഇഷ്യൂ ഒന്നും അവിടെ വരത്തില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. നോട്ട് എ കോമൺ ഗൈഡ് ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? No loan related charges including service charges and inspection charges to be levied on priority sector loan up to 25,000. പ്രയോറിറ്റി സെക്ടർ വഴി കൊടുക്കുന്ന ലോണുകളിൽ 25,000 രൂപ വരെയുള്ള ലോണുകൾക്ക് സർവീസ് ചാർജുകളോ മറ്റ് ചാർജുകളോ എന്ത് ചെയ്യുന്നില്ല, ഈടാക്കുന്നില്ല എന്നുള്ളത് പ്രയോറിറ്റി സെക്ടറിൻ്റെ ഒരു ഗൈഡ് ലൈൻ ആണോ അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടറിന് RBI എന്നാണ് കൊടുത്തിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൽ ഉൾപ്പെടുന്നുണ്ടോ നോക്കാം. ശ്രദ്ധിക്കുക, ഇതെന്താണ് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 25,000 രൂപ വരെയുള്ള ലോണുകൾക്ക് സർവീസ് ചാർജോ അതർ റിലേറ്റഡ് ചാർജസുകളോ ഈടാക്കുന്നില്ല കേട്ടോ. RBI ഈടാക്കുന്നില്ല. RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈടാക്കുന്നില്ല. അടുത്ത എന്താണ്? റിസീപ്റ്റ്, സാങ്ഷൻ ഓർ റിജക്ഷൻ ഡിസ്പോഴ്സ്മെന്റ് രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻഡ്, ഇഷ്യൂ ഓഫ് അക്നോളജ്മെന്റ് ഓഫ് ലോൺ ആപ്ലിക്കേഷൻസ്. ഇതും എന്താണ് ഗൈഡ് ലൈൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. The time norms to be displayed and the loan application to be disposed of within time frame. ലോൺ ആപ്ലിക്കേഷൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ തന്നെയാണ് RBIയുടെ. ഓക്കെ, അപ്പം നമുക്കിവിടെ 4 ഓപ്ഷനിലും 3 ഓപ്ഷനും ഈ ഗൈഡ് ലൈൻസ് എല്ലാം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും തന്നെ തെറ്റല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആൻസർ? എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ആൻസർ. സോറി, ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ്. ഒന്നും ഇനി
ഇതിൽ നമുക്കൊന്നും മാറ്റാനില്ല, എല്ലാം കറക്റ്റാണ്. അടുത്ത ചോദ്യം, ഹു ഡെവലപ്ഡ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് NFS, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ഡെവലപ്പ് ചെയ്ത ആരാണ്? RBI ആണോ, NPCI ആണോ, ഗവൺമെന്റ് ആണോ? ആരാണ്? NPCI ആണ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NFS അഥവാ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ഡെവലപ്പ് ചെയ്തത് NPCI ആണ് കേട്ടോ. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. Which of the following is or are related to capitalism? Capitalism, socialism അല്ലേ, കോർപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റലിസത്തിന്. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഫീച്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചേ. എന്തൊക്കെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മുടെ ചോദ്യം. എന്തൊക്കെയല്ല എന്നുള്ളതല്ല, എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ, ഒരു ഡൗട്ടും ഇല്ലല്ലോ, ക്യാപിറ്റലിസത്തിൻ്റെ കൂടെ ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. ബൂം ആൻഡ് ഡിപ്രഷൻ, അതും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റലിസത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, ഫീച്ചേഴ്സിൽ പറയുന്ന കാര്യമാണ്. ഇനി സ്റ്റെബിലൈസ് പ്രൈസ്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ? പ്രൈസിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ. ക്യാപിറ്റലിസത്തിന് സ്റ്റെബിലിറ്റി, പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്കിത് ഒരു ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റത്തില്ല. ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ ഉണ്ടോ? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലേ അല്ലേ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ താഴെ പറയുന്ന 3ഉം 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? 1ഉം 2ഉം അല്ലേ. ഓപ്ഷനിലോട്ട് നോക്കിക്കേ, 1ഉം 2ഉം ഉണ്ടോ നോക്കിക്കേ. ദേ ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ഇവിടെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത് നമുക്കിതേ മാച്ച് ദ ഫോളോവിങ്, നമുക്ക് കുറച്ച് കൂടുതൽ മാച്ച് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ എക്സാമിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ശരിക്കും ഈ മാച്ച് ദ ഫോളോവിങ് ചെറിയൊരു ട്രിക്കാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഒരു ആൻസർ കണ്ടുപിടിക്കുക. മാച്ച് ദ ഫോളോവിങ്ങിൽ എന്താണ്, ഏതൊക്കെയാണ് ഓപ്പോസിറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മളൊരു ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഓപ്ഷനിലോട്ട് വരിക. അല്ല നമ്മൾ ഓപ്ഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. അപ്പം നമുക്ക് എന്താ ഒന്ന് നോക്കിയാലോ. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഏത് ഓപ്ഷൻ കൊടുക്കാം? എളുപ്പമല്ലേ, നമുക്കൊന്ന് കണക്ട് ചെയ്താലോ. ഹാൻഡെക്സ്. ഡൗട്ടുണ്ടോ? കളക്റ്റഡ് ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സ്, പ്രൈവറ്റ് മിൽ ഓണേഴ്സ് ഇൻ ദ സെൻസ് പവർലൂം ഓണേഴ്സ് ഇല്ലേ, പവർലൂം മിൽ ഓണേഴ്സ്, അതിനെ ഇവിടെ പ്രൈവറ്റ് മിൽ ഓണേഴ്സ് എന്ന് ടേം ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ കളക്റ്റഡ് ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സ്, നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർലൂം മിൽ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ സ്വരൂപിക്കുന്ന ഒരു ഫണ്ടുണ്ട്. എന്താണ്? സെസ് ഫണ്ട് അല്ലേ. അപ്പോൾ കളക്റ്റഡ് ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സ് നമ്മൾ എന്ത് കണക്ട് ചെയ്തു? സെസ് ഫണ്ട് കണക്ട് ചെയ്തു. ഇനി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, സിമ്പിൾ എക്സ്പാൻഷൻ ആണല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതും നമ്മൾ കൊടുത്തു. കേരള സ്റ്റേറ്റ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, എന്തേലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല, വെരി സിമ്പിൾ ചോദ്യമാണ് അല്ലേ, മിൽമ. ഇനി നമുക്ക് നോക്കാം, 1C ഉള്ള എത്ര ഓപ്ഷൻ ഇവിടെ ഉണ്ട്? നമ്മൾ കൃത്യമായിട്ട് ഇതേ നോക്കിയത് 1C. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാം. പക്ഷേ എന്താണ്, ആർക്കെങ്കിലും ഈ ഒരു ട്രിക്ക് അറിയത്തില്ല എങ്കിൽ ഞാൻ ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കി 1C അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഓപ്ഷനിലോട്ട് പോവാം. 1C ഉള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതേ 1C, അതങ്ങ് അണ്ടർലൈൻ ചെയ്യും. ഇവിടെ വേറെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷനും ഇല്ല. 1C. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ അപ്പോഴേ നമുക്ക് പകുതി ഉറപ്പിക്കാം അല്ലേ ആൻസർ ഇതാണ്. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. 2A,
3 ഡി 4 ബി അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ. എളുപ്പമല്ലേ? ഇത് വളരെ എളുപ്പമുള്ളൊരു എന്താണ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ICAയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ? ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ വീണ്ടും ഒന്ന് നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? എഗെയിൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ICA കോൺഗ്രസ് വാസ് ഹെൽഡ് ഓൺ 19th to 23rd August 1895 ഇൻ ലണ്ടൻ. ആദ്യത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് ലണ്ടനിൽ 1895 ഏത് ദിവസം മുതൽ? ഓഗസ്റ്റ് 19 മുതൽ 23 വരെ. എന്താണ് ഇത്? ശരിയാണോ? ശരിയാണോ? എന്നാൽ ശരിയാണ്, ഒരു തെറ്റും ഇതിലില്ല കേട്ടോ, കറക്റ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? സെക്കൻഡ് ICA കോൺഗ്രസ് വാസ് ഹെൽഡ് 28 to 31 ഏത്? ഒക്ടോബർ മാസം 1896 പാരീസിൽ. എന്ത് പറയുന്നു? ഇതും ശരിയാണ്, ഇതും ശരിയാണ് കേട്ടോ. ICA സെനറ്റേറിയൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഓൺ 20th to 23rd September 1992 ഇൻ ലണ്ടൻ. ഒന്ന് ആലോചിച്ചേ, സെനറ്റേറിയൽ കോൺഗ്രസ് നടന്നത് 1992 92 അല്ല, 1995 കേട്ടോ. 1995. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. ഓൾ ആർ കറക്റ്റ് അല്ല, ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1. അയ്യോ, ഒന്ന് നമുക്ക് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതും നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ആർ കറക്റ്റ് എക്സ്പെക്ട് 2. എക്സ്പെക്ട് 1ഉം എക്സ്പെക്ട് 2 നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ? ദെൻ നമ്മുടെ ആൻസറിലോട്ട് എത്തി. എന്താണ്? ഓൾ ആർ കറക്റ്റ്. ഏതൊഴികെ? സ്റ്റേറ്റ്മെന്റ് 3 ഒഴികെ ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ചോദ്യം. അറേഞ്ച് ദ മൈൽസ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അല്ലേ? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ഏത് വർഷമാണ് അല്ലേ അത് നിലവിൽ വന്നത്, അതിൻ്റെ ബേസിൽ അതിനെ എന്ത് ചെയ്യുക? അതിനെ തരംതിരിക്കുക അല്ലേ? ഓർഡറിൽ ആക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ICA elect its first woman president, then ICA begins a decentralization process, then ICA establish a committee, ഏതാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ്. അതുപോലെ ഏത് വർഷമാണ് ICA അഡോപ്റ്റ് ന്യൂ റൂൾസ് ആൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അല്ലേ? അപ്പോൾ നമുക്കിത് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇത് ഓരോന്നും വന്ന വർഷം മനസ്സിലായാൽ മാത്രമേ നമുക്കിതിനെ ഓർഡറിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് നോക്കിയാലോ. ICA elects its first woman president, ഡെയിൻ പോളിംഗ് ഗ്രീൻ പ്രസിഡന്റ് ആയത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 2009 കേട്ടോ. 2009 ഡെയിൻ പോളിംഗ് ഗ്രീൻ ICAയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റത്. നമുക്കപ്പോൾ 1ന്റെ ഇയർ കിട്ടി. ഇനി അടുത്ത എന്താണ്? ICA begins decentralization process. ICA decentralization process തുടങ്ങിയത് 1992 മുതലാണ് കേട്ടോ. ICA decentralization process സ്റ്റാർട്ട് ചെയ്ത് ഏത് വർഷം മുതലാണ്? 1992 മുതലാണ്. ICA establishes a committee, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ്. ഏത് വർഷമാണ്? 1922 കേട്ടോ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ എന്നാണ് ഇപ്പോഴതിൻ്റെ ICBA എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ICA എസ്റ്റാബ്ലിഷ് കമ്മിറ്റി ഏതാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് ഏത് വർഷമാണ്? 1922. നെക്സ്റ്റ് എന്താണ്? ICA അഡോപ്റ്റ്സ് ന്യൂ റൂൾസ് ആൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. ഏത് വർഷമാണ് ന്യൂ റൂൾസും സ്റ്റാൻഡിങ് ഓർഡേഴ്സും ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തത്? 2003. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻ്റെയും വർഷം നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ വർഷം നിങ്ങളൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് 2009. ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 1992. ദെൻ
ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ്, നമ്മൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ എന്നാണ് അതിനിപ്പോൾ അറിയപ്പെടുന്നത്. 1922 അത് ആദ്യമായിട്ട് ICA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ICA അഡോപ്റ്റ്സ് ന്യൂ റൂൾസ് ആൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് 2003 നമുക്ക് വർഷങ്ങളെല്ലാം കിട്ടിയല്ലോ. ഇനി ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ആരാ? 3 അല്ലേ? ആദ്യം വരുന്നത് ആരാണ്? 3rd ആണ്, 1922. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാം? ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് അല്ലേ? ദെൻ എന്താണ്? ന്യൂ റൂൾസ് അഡോപ്റ്റ് ചെയ്തു അല്ലേ? ദെൻ 4 വുമൺ പ്രസിഡന്റിനെ എലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കിയാലോ. 3, 2 അല്ലേ? ആദ്യം വന്നത് 3, 2, ദെൻ 4, ദെൻ 1. കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ഓർഡറിലാക്കിയില്ലേ? അതേതാണ്? ആദ്യം വന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ന്യൂ റൂൾസ് ആൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. ദെൻ 2009 വുമൺ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മുന്നേ എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇയറുകളെല്ലാം മാക്സിമം ഇയറുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then identify the right statement about cooperative movement in Kerala. അപ്പോൾ കേരള കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം എന്താണ് ചോദ്യം? എന്താണ്? റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഒന്ന് വരച്ചേ. എന്താണ് നമ്മുടെ ചോദ്യം? റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? കൊച്ചിൻ, ട്രാവൻകൂർ, മലബാർ ഏരിയാസ് ഹാവ് ദ സെപ്പറേറ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഉറപ്പായിട്ടും സെപ്പറേറ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ അല്ലേ ഉണ്ടായിരുന്നത്? അതെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 കൊടുക്കാം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എനാക്റ്റഡ് ഇൻ കൊച്ചിൻ. വളരെ കറക്റ്റ് അല്ലേ? ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് എനാക്ട് ചെയ്തത് 1913 കൊച്ചിയിൽ തന്നെയല്ലേ? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? അതും ശരിയാണ്. നമുക്കൊരു ശരി കൊടുക്കാം. അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് 3 ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇത് ഇച്ചിരി പ്രശ്നമല്ലേ? ലിമിറ്റഡ് ലയബിലിറ്റി ആണോ? അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് കേട്ടോ. ലിമിറ്റഡ് ലയബിലിറ്റി അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? തെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം തെറ്റ് തിരഞ്ഞെടുക്കാനാണോ ശരി തിരഞ്ഞെടുക്കാനാണോ? നമ്മൾ ആദ്യമേ നോട്ട് ചെയ്തു റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 1ഉം 2ഉം. സോ ഓപ്ഷൻ എ ഇസ് എ ആണ് എന്ത്? ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ഓഡ് ഓൺ ഔട്ട്. ഇതിൽ നമുക്ക് ആരെയാണ് നമുക്ക് പുറത്താക്കാൻ പറ്റുന്നത്? ആളാരെയാ നോക്കിയാലോ? എല്ലാം കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ നമുക്ക് പുറത്ത് കളയാൻ പറ്റുന്ന ആരെയാ? ട്രേഡ് ഡെപ്പോസിറ്റ്. ഡൗട്ട് ഉണ്ടോ? ട്രേഡ് ഡെപ്പോസിറ്റ് ആണോ ട്രേഡ് ക്രെഡിറ്റ് ആണോ കൺസ്യൂമർ സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്യുന്നത്? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വേണ്ട. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ട്രേഡ് ക്രെഡിറ്റ് ആകുമ്പോൾ എങ്ങോട്ട് മാറും? മാർക്കറ്റിംഗ് സൊസൈറ്റീസിലോട്ട് പോകും അല്ലേ? അപ്പോൾ ഇവിടെ ട്രേഡ് ഡെപ്പോസിറ്റർ കൺസ്യൂമർ സൊസൈറ്റീസ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട, ശരിയായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വിൻഡോ ഡ്രസ്സിംഗ്. വിൻഡോ ഡ്രസ്സിംഗ് കൺസ്യൂമർ സൊസൈറ്റി ആണോ? അതെ, വിൻഡോ ഡ്രസ്സിംഗും കൺസ്യൂമർ സൊസൈറ്റി തന്നെയാണ്. ലീഡ് ലിങ്ക് സ്കീം റൂറൽ കൺസ്യൂമർ സ്കീം. ലീഡ് ലിങ്ക് സ്കീമിൻ്റെ മറ്റൊരു പേര് എന്താണ്? റൂറൽ കൺസ്യൂമർ സ്കീമാണ്. റൂറൽ ഏരിയാസിൽ കൺസ്യൂമർ ഗുഡ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് NCDC കൊണ്ടുവന്നതാണ്. അത് കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തതാണ് അല്ലേ? ഇനി ആരാ? പ്രൊഡക്ഷൻ ബോണസ്. പ്രൊഡക്ഷൻ ബോണസ് കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണോ? ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ. പ്രൊഡക്ഷൻ ബോണസ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഡയറി സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് പ്രൊഡക്ഷൻ ബോണസ്. എന്നാൽ ഇവിടെ പർച്ചേസ് ബോണസ് ആയിരുന്നുവെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് പറയായിരുന്നു. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ബോണസ് എന്താണ്?
കൺസ്യൂമർ സൊസൈറ്റീസിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത് അല്ലേ. നമുക്ക് ആരെ പുറത്താക്കാം? ഓപ്ഷൻ സിയെ പുറത്താക്കാം. ബാക്കിയെല്ലാം കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് നോക്കിയാലോ. എളുപ്പമാണല്ലേ, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തുടക്കത്തിൽ നമ്മുടേതായിട്ടുള്ളൊരു ആൻസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓപ്ഷനിലോട്ട് വരാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കൊടുക്കാൻ സാധിക്കുമോ? ഇനി വേറെ ഏതെങ്കിലും ആൻസർ അതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടോ? എന്താണ് പ്രിൻസിപ്പിൾസ് ഉദ്ദേശിക്കുന്ന? എന്താണ്? റൂൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. കാരണം എന്തുകൊണ്ടാണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഓപ്ഷൻ ഒന്ന് മനസ്സിലാക്കി വായിക്കുക അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യുക? ലാസ്റ്റ് അതിൻ്റെ ആൻസർ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ് റൂൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ആണ്. വേറെ ഒന്നും നമുക്ക് റൂൾ ഇൻ ഓർഗനൈസേഷൻ കൊടുക്കാൻ സാധിക്കില്ല. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് നമ്മളതിന് എന്താ പറയുക? റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ICA എന്നല്ലേ പറയുന്നത്. അപ്പം നമുക്കിതെന്താണ്? 4C കണക്ട് ചെയ്യാം. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ICA ആണ്. ഇനി ICA ആണെങ്കിലോ എളുപ്പമല്ലേ. ഏത് വർഷമാണ് വന്നത്? 1895 വന്നത് ആരാണ്? ICA ആണ്. ഇനി ആകെ നമുക്ക് ഒരാളെ ബാക്കിയുള്ളൂ. അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലേ. ടോൺലൈൻ സ്റ്റോഴ്സ് നമ്മൾ വിളിക്കുന്ന ആരെയാണ്? റോക്ക്ഡെയിൽ പൈനിയർ ഇക്വിറ്റബിൾ സൊസൈറ്റി, റബ്സിനെയാണല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എളുപ്പമല്ലേ. അപ്പോൾ ഇനി നമുക്ക് 1D അല്ലേ, ഒന്നാമത്തേത് D ആണ്. അപ്പോൾ ഒന്നാമത്തെ D ഉള്ള ഒത്തിരി ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഒന്നാമത്തെ D ഉള്ള. അപ്പോൾ നമുക്കൊന്ന് അടുത്തതിലോട്ട് പോവാം. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് ഏതാണ്? 2A. 2A ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2A ഉള്ള ഇതാണുള്ളത് അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, ICA 3B. 3B ഉള്ള ഇതിലേതിലാണ് 3B വരുന്നത്? ഏതാ? 3B അല്ലേ. 4C. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? ഇപ്പം നമ്മൾ ഒന്ന് നോക്കുക, ഇതിൽ ഓൾമോസ്റ്റ് ഒരേ ഓപ്ഷനുള്ള കൂടുതലുണ്ടെങ്കിൽ അടുത്തതിലോട്ട് പോവുക. ദെൻ എന്ത് ചെയ്യുക? നമ്മുടെ ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. Prior to 1956, the principle of not issue RBI was based on. 1956 മുന്നേ വരെ ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത് ഏത് ടൈപ്പ് നോട്ട് ഇഷ്യൂ ആണെന്നുള്ളതാണ്. ഏത് ടൈപ്പാണ്? പ്രപ്പോർഷണൽ ആണോ, മിനിമം ആണോ, മാക്സിമം ആണോ, മാക്സിമം ഫിഡ്യൂഷ്യറി ആണോ? പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആണ് നമ്മൾ എന്താണ് 1956 മുന്നേ വരെ ഫോളോ ചെയ്തിരുന്നത്. 1956 ശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ് കേട്ടോ. മിനിമം റിസർവ് സിസ്റ്റമാണ് നമ്മൾ 1956 ശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ്. അതിന് മുന്നേ വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. As per the Indian Companies Act 2013, the maximum number of membership in private limited company 2013 ആക്ട് പ്രകാരം 2013 ആക്ട് പ്രകാരം ഏതാണ്? കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എത്രയാണ്? 200 ആണ് കേട്ടോ. 200 ആണ്. 200 ആണ്. ഓക്കെ, The new Consumer Protection Act was enacted in the year. New Consumer Protection Act enact ചെയ്ത വർഷം ഏതാണ്? 2018 ആണോ, 19 ആണോ, അതോ 20 ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 2019 ആണ് ന്യൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് തെറ്റായിട്ടുള്ള ആളെ പുറത്താക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. പല ടൈപ്പ് ഓഫ് ബാങ്കിങ് നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കിങ് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്.
നോക്കാം, ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് ഈസ് അനദർ നെയിം ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്. നമുക്ക് എപ്പോഴും ഡൗട്ടാണ്, ലോക്കലൈസ്ഡ് ആണോ ഡീലോക്കലൈസ്ഡ് ആണോ, ഏതാണ് നമുക്ക് ബ്രാഞ്ച് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നത്? ഇനി ഡൗട്ട് വരരുത്, ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് ഡീലോക്കലൈസ്ഡ് ആണ്. നമ്മൾ ഒരിടത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബാങ്ക് ആണോ? അല്ല, പലയിടത്തായിട്ടും അതിൻ്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. ദെൻ ലോക്കലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ആരെയാണ് ലോക്കലൈസ്ഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്? യൂണിറ്റ് ബാങ്കുകളെയാണ് നമ്മൾ ലോക്കലൈസ്ഡ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് ബാങ്കിനെയാണ് അല്ലേ? USA അത് പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് ഈസ് അനദർ നെയിം ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്. തെറ്റാണോ? ഒരു തെറ്റുമില്ല, വളരെ ശരിയാണ്. ശരി കൊടുക്കാം. അടുത്ത്, ചെയിൻ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് 2 or more separately incorporated banks brought under the common control of a holding company. നമുക്ക് ചെയിനും ഗ്രൂപ്പുമാണ് എപ്പോഴും മാറിപ്പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ചെയിൻ ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? 2 or more separately incorporated banks brought under the common control of holding company. ശരിയാണോ? ശരിയല്ല. ഇവിടെ ശരിയായേനെ എങ്ങനെയായിരുന്നെങ്കിൽ അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി എന്നാണ് വന്നിരുന്നതെങ്കിൽ നമുക്കിത് ശരിയാണെന്ന് പറയാമായിരുന്നു. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ വരുന്നത് ആരാ? ശരിക്കും ആരാണ്? ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ വരുന്നത് ആരാണ്? ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ചെയിൻ ബാങ്കിങ് എന്താണ്? സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ആണ്, പക്ഷേ ഒരു കോമൺ ഡിവൈസിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ? അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി. കേട്ടോ, അതർ ദാൻ, കോമൺ കൺട്രോൾ ഉണ്ടായിരിക്കും, പക്ഷേ അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി. ആ അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചെഴുതുക. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. ചെയിൻ ബാങ്കിങ്ങിൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലാണെന്നാണ്. പക്ഷേ ചെയിൻ ബാങ്കിങ് ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിൽ അല്ല, അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി എന്ന് വേണം വരാൻ അല്ലേ? അടുത്ത, ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് 2 or more സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ആണ്. ഒരു തെറ്റുമില്ല, കറക്റ്റാണ്. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗ്ഗർ ബാങ്ക്സ്. യൂണിറ്റ് ബാങ്കുകൾ ബിഗ്ഗർ ബാങ്കുമായിട്ട് ചേർന്ന് നമ്മൾ എന്ത് വിളിക്കും? അത്തരത്തിലുള്ള ബാങ്കുകളെ നമ്മൾ കറസ്പോണ്ടൻ്റ് ബാങ്കിങ് എന്ന് വിളിക്കും അല്ലേ? അതിലും തെറ്റുണ്ടോ? ഇല്ല, അതും ശരിയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ആൻസർ അല്ലേ? നമുക്ക് പുറത്താക്കാൻ സാധിക്കുന്ന ആരെയാണ്? യോജിക്കാതെ നിൽക്കുന്ന ആരെയാണ്? ഓപ്ഷൻ ബി ആണ്. Which of the following statements are correct? കുറച്ച് കോട്ടുകളാണ് അല്ലേ? ഇപ്പം നമ്മൾ എമിനൻറ്റ് പേഴ്സൺസ്, ഇപ്പം ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെയുള്ള അതർ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പല പേഴ്സൺസുകൾ, പല കോട്ടുകളും കോർപ്പറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് എപ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് അല്ലേ? ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നോക്കാം. കോർപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. എന്താണ്? പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ല എങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈമാണ്, ക്രൈമിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്, കോർപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പം നമുക്കിത് ഒരു സംശയമില്ലാതെ ഞാനിത് ഇവിടെ ടിക്ക് കൊടുക്കുവാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്, ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം, വി ഹാവ് ടു ലേൺ ടു സ്ട്രൈക്ക് എ മീൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ റീസ്ട്രെയിൻ അല്ലേ? ഒരു എന്താണ്? വി ഹാവ് ടു ലേൺ ടു സ്ട്രൈക്ക് എ മീൻ ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെ? ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ റീസ്ട്രെയിൻ. ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. അതും ശരിയാണ്, ഗാന്ധിജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. I know no other instrument so potentially powerful and full of social purpose as a cooperative movement. It helps the people to grow themselves. ഇത് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു എന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? ജവഹർലാൽ നെഹ്റു ആണോ? എന്നാൽ അല്ല. പകരം ആരാണ്?
ഇത് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നാമത്തത് അല്ലേ, മൂന്നാമത്തത് തെറ്റാണ് കേട്ടോ. ആദ്യത്തെ രണ്ടും ഗാന്ധിജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു അല്ല, പകരം ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ ഏതാ കൊടുക്കുക? ഇവിടെ 1ഉം 2ഉം ആണല്ലേ. ചോദ്യം എന്താണ്? എഗെയിൻ നോക്കിക്കേ, ചോദ്യം എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് വന്നേ, നമുക്ക് ഉത്തരം നോക്കാം. 1ഉം 2ഉം ഓപ്ഷൻ ആദ്യം തന്നെ കിടപ്പുണ്ട്. ഓൾ ഓഫ് ദീസോ 2ഓ 3ഓ 1ഉം 3 വരുന്ന ഓരോ ഓപ്ഷനും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഓൾ ഓഫ് ദീസും കൊടുക്കാൻ സാധിക്കില്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 1ഉം 2ഉമാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലേക്ക് നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ്? ഇവിടെയും ശ്രദ്ധിക്കണേ, തെറ്റാണോ? അല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. Audit manual is to serve as a certified handbook departmental instructions relating to the cooperative accounts and audit. ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത് ഒരു സർട്ടിഫൈഡ് ഹാൻഡ് ബുക്ക് ആണ് അല്ലേ. ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ഹാൻഡ് ബുക്ക് ആണ് എന്ത്? ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത, ടെസ്റ്റ് ചെക്കിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് സെലക്ടിങ് ആൻഡ് എക്സാമിനിങ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. എന്താണ് ടെസ്റ്റ് ചെക്കിംഗ് അല്ലേ? നമ്മൾ എല്ലാം ഒരുമിച്ച് പഠിക്കാതെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മാത്രം പഠിക്കുന്നതാണ് എന്ത്? ടെസ്റ്റ് ചെക്കിംഗ് അല്ലേ. അപ്പോൾ പഠിക്കുന്നു എന്നുള്ളതല്ല, എക്സാമിൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാണ് എന്ത്? ടെസ്റ്റ് ചെക്കിങ്. അതും ശരിയാണ്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചോദ്യമാണ്. പ്ലാൻ ഓഫ് ആക്ഷൻ ഓഡിറ്റ് പ്രോഗ്രാം അല്ലേ. പ്ലാൻ ഓഫ് ആക്ഷൻ ഓഡിറ്റ് പ്രോഗ്രാം കറക്റ്റാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ തെറ്റായിട്ട്? ഒന്നുമില്ല അല്ലേ. 1ഉം 2ഉം 3ഉം എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോ അല്ലേ. ഒന്നും നമുക്കിതിൽ തിരുത്താനില്ല, എല്ലാം ശരിയാണ്. അടുത്ത് വീണ്ടും നമുക്കിതേ തെറ്റായിട്ടുള്ള ആളെ പുറത്താക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നോക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വർഷം പഠിച്ചിരിക്കണം അല്ലേ. വർഷം പഠിക്കാതെ നമുക്കിത് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. ലീഡ് ബാങ്ക് സ്കീം 1969 ആണോ? ലീഡ് ബാങ്ക് സ്കീം 1969 ആണോ? ആണ്. സർവീസ് ഏരിയ അപ്രോച്ച് 1989 ആണോ? സർവീസ് ഏരിയ അപ്രോച്ച് കറക്റ്റാണ്. പ്രയർ ഓതറൈസേഷൻ സ്കീം 1965 പ്രയർ ഓതറൈസേഷൻ സ്കീം 1965 ആണോ? ഉറപ്പിക്കാമോ? ഉറപ്പിച്ചോളൂ, കറക്റ്റാണ്. RBI started participation in industrial finance. RBI started participation in industrial finance ഏതാണ്? 47 ആണോ? ആണോ? അല്ല, 1948 മുതലാണ് RBI started industrial finance. അതിൻ്റെ ഫലമായിട്ടാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അപ്പോൾ 1948 അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ യോജിക്കാത്ത ആൾ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബാക്കി എല്ലാം കറക്റ്റാണ്. സർവീസ് ഏരിയ അപ്രോച്ച് വന്ന് 89 ലീഡ് ബാങ്ക് സ്കീം എന്നത് 69 പ്രയർ ഓതറൈസേഷൻ 65 ഇൻഡസ്ട്രിയൽ ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്? 48 മുതലാണ്. ഓക്കെ. DFHI സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് DFHI? ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ഹൗസ് ഓഫ് ഇന്ത്യ. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ഹൗസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡെപ്പോസിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഹൗസ് ഓഫ് ഇന്ത്യ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ഹൗസ് ഓഫ് ഇന്ത്യ അല്ലേ. DFHI ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ഹൗസ് ഓഫ് ഇന്ത്യ ആണ്. ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് RBI ഡസ് നോട്ട് ഇൻക്ലൂഡ് കേട്ടോ. ഇതിൽ പറയുന്നതിൽ
RBI ഫുള്ളി ഓൺഡ് സബ്സിഡറീസ്, RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറീസുകൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ നമ്മുടെ ചോദ്യം? ഉൾപ്പെടാത്തതിനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഡസ് നോട്ട് ഇൻക്ലൂഡ്. So Deposit Insurance and Credit Guarantee Corporation of India. Okay, Deposit Insurance and Credit Guarantee Corporation of India, നമ്മുടെ DICGC കറക്റ്റ് ആണ്, ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് RBI ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതവിടെ നിൽക്കട്ടെ അല്ലേ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ? ആണ്, RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആണ്. റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് അതും RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആരെന്നറിയാവോ? IDBI ആണ്. IDBI തുടക്കത്തിൽ RBIയുടെ ഇനിഷ്യേറ്റീവോട് കൂടെ വന്നതാണ്. പക്ഷെ ഇപ്പോൾ IDBI ആരുടെ കീഴിലാണ്? LICയുടെ കീഴിലാണ് IDBI അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റ് എന്താണ്? 2 ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ കൊടുത്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 2 ആണ് കേട്ടോ. ഏതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഫുള്ളി ഓൺഡ് സബ്സിഡീസ് ഓഫ് RBI ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. The society which got Special Cooperative Day Award in 2024 ഏതിനാണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് 2024 സ്പെഷ്യൽ കോപ്പറേറ്റീവ് ഡേ അവാർഡ് ലഭിച്ചത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ULCCSനാണ് അല്ലേ. ഊരാലിംഗ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കോപ്പറേറ്റീവ് ഡേ സ്പെഷ്യൽ കോപ്പറേറ്റീവ് ഡേ അവാർഡ് 2024 ലഭിച്ചത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ദ കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട്സ് വാല്യുവേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ 1959. ആദ്യത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? കേരള കോർട്ട് ഫീ ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട് എനാക്ട് ചെയ്തത് 1959 എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. 89 തന്നെയാണ്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് ഏത് വർഷമാണ്? 1972. അതും ശരിയാണ്. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് എളുപ്പമല്ലേ, നമുക്കറിയാവുന്നുള്ളതല്ലേ. 1965 അല്ലേ. ബോണസ് 65, ഗ്രാറ്റുവിറ്റി 72, മാറിപ്പോകരുത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട് 1949. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് 1940. ശരിയാണോ? ശരിയാണ്. കേരള മണി ലെൻഡേഴ്സ് ആക്ട് 2002. കറക്റ്റ് ആണോ? അല്ല. കേരള മണി ലെൻഡേഴ്സ് ആക്ട് 1958 കേട്ടോ. ആയിരത്തി 2002 ഏതാണെന്നറിയാവോ? ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് ആണ് 2002 ഓക്കെ. അപ്പോൾ 1958 ആണ് കേരള മണി ലെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 5 ആണ് നമുക്കിവിടെ തെറ്റായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലേ. 4 വരെ കറക്റ്റ് ആണ്. 1, 2, 3, 4 ഉള്ളത് ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ. അടുത്ത റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അടുത്ത് നോക്കിയാലോ. എന്താ അവിടെ ചോദ്യം? റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു ഏരിയ ആണ് അല്ലേ. ഫസ്റ്റ് ജനറൽ ബോഡി ഏതാണ്? ആനുവൽ ജനറൽ ബോഡി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇതിലിപ്പോൾ നമുക്ക് തെറ്റാ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഫസ്റ്റ് ജനറൽ ബോഡി റൂൾ 8 എന്ത് പറയുന്നു? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഫസ്റ്റ് ജനറൽ ബോഡി റൂൾ 8 ആണ്. റെപ്രസെൻറ്റേറ്റീവ്
നമുക്ക് ടിക്ക് കൊടുക്കാം. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത് സെക്ഷൻ 24 റൂള് 34 സെക്ഷൻ 24 റൂള് 34 തെറ്റുണ്ടോ? ഇല്ല, കറക്റ്റാണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 29 റൂള് 8A, ഫസ്റ്റിൽ റൂൾ 8 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ റൂൾ 8A അല്ലേ? നമ്മളത് കൃത്യമായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പം നമുക്കിതും ശരി കൊടുക്കാം. സ്പെഷ്യൽ ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി കഴിഞ്ഞ് തൊട്ടടുത്താണ് സ്പെഷ്യൽ എന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 30 അല്ലേ? സെക്ഷൻ 30 റൂൾ എത്രയാ? 36. കറക്റ്റ് ആണോ? റൂൾ 36 കറക്റ്റ് ആണോ? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് കറക്റ്റാണ്, റൂൾ 36 തന്നെയാണ്. ഇനി ലാസ്റ്റ് ജനറൽ ബോഡി സെക്ഷൻ 70. ലാസ്റ്റ് ജനറൽ ബോഡി വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 70 ആണോ? അല്ല. എന്താണ്? റൂള് 69 എന്ത് പറയുന്നത്? ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് റൂള് 69 കേട്ടോ. റൂള് 69 ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്നാണോ? അല്ല. നൺ ഓഫ് ദീസ് ആണോ? അല്ല. ഒരു തെറ്റ് നമുക്കിവിടെ ഉണ്ടല്ലേ? ഓപ്ഷൻ എന്താ? നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ജനറൽ ബോഡിയാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കേസസ് ആക്ട് അമെൻമെൻറ്റ്. നമുക്കിപ്പോൾ അമെൻമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കേരള ബാങ്കിലും പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തെറ്റായിട്ടുള്ളതാണോ ശരിയായിട്ടുള്ളതാണോ കണ്ടുപിടിക്കാനുള്ളത്? തെറ്റായിട്ടുള്ളതാണ് അല്ലേ? ഇതിൽ ഈ അമെൻമെൻറ്റിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയാലോ. The amendment has been approved by resolution passed by 2/3 majority of members present and voting at special general body meeting. ശരിയല്ലേ? ശരിയാണ് അല്ലേ? 2/3 മെജോറിറ്റി തന്നെയാണ് അമെൻമെൻറ്റിന്. ശരിയാണ്. A primary credit society or urban cooperative bank, one seat in the committee of each such society shall be reserved for the members having deposit of ₹25,000. അപ്പോൾ നമുക്ക് മുന്നേ ഈ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു അല്ലേ? എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി, ഇതിൽ ഒരു സീറ്റ് ആർക്ക് കൊടുക്കും? കമ്മിറ്റി ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി ഷാൾ റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ്. കൊടുക്കണമെങ്കിൽ ക്രൈറ്റീരിയ എന്താണ്? ഡെപ്പോസിറ്റ് 25,000 രൂപ ഡെപ്പോസിറ്റ് ഉള്ള വ്യക്തിയായിരിക്കണമെന്നാണ് അല്ലേ? അപ്പോൾ മുന്നേ എങ്ങനെയായിരുന്നു? മുന്നേ 10,000 ആയിരുന്നു, ഇപ്പം എത്രയായി? 25,000 മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് കേസ് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, അയ്യോ ഇത് അമെൻമെൻ്റ് ആണോ, ഓൾറെഡി ഇത് ഒരു പ്രൊവിഷൻ ഉള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തേത് എന്താണ്? ശരിയാണ്, 25,000 എന്നുള്ളത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് കറക്റ്റാണ്. കോമൺ സോഫ്റ്റ്വെയർ ഫോർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ BD. കോമൺ സോഫ്റ്റ്വെയറിൻ്റെ സെക്ഷൻ ശരിയാണോ? ഡെഫിനിഷനുകളും കുറച്ച് പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷൻ എവിടെയാണ് പറയുന്നത്? ഡെഫിനിഷൻ എല്ലാം സെക്ഷൻ 2 അതിലെവിടെയാണ് പറയുന്നത്? 2BDയിലാണോ? BDയിലാണോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയില്ലേ? DB ആണ് കോമൺ സോഫ്റ്റ്വെയർ. എന്താണ്? DB ആണ് കേട്ടോ, BD അല്ല. 2DB ആണ് കോമൺ സോഫ്റ്റ്വെയർ ഡെഫിനിഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു തെറ്റ് വന്നു അല്ലേ? തെറ്റ് വന്നു, നോക്കാം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 57 ഈ പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സെക്ഷൻ 57 ഈ പ്രകാരമാണ്. നമ്മൾ ഫണ്ടെല്ലാം പഠിക്കുന്നില്ലേ അല്ലേ? അപ്പോൾ അതിൽ 57 ഈ പ്രകാരമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പം നമുക്കിവിടെ മാറ്റി നിർത്താൻ പറ്റുന്ന ആരെയാണ്? കോമൺ സോഫ്റ്റ്വെയറിനെയാണ് അല്ലേ? കോമൺ സോഫ്റ്റ്വെയർ ഏതാണ്? 2DB ആണ് കേട്ടോ. നമ്മൾ
തിരിഞ്ഞു പോയി അല്ലേ? തിരിച്ചാ വരാനുള്ളത് കറക്റ്റ് DD അല്ല DB ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ അമെൻമെൻറ്റ് നമുക്ക് ചോദിക്കാം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. It shall be the duty of dash every society to ensure the accuracy of financial and other statutory requirements. ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ആക്യുറസി ഉറപ്പ് വരുത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് ആരുടെ ഡ്യൂട്ടിയാണ്? കൃത്യമായി പറഞ്ഞാൽ ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അത് അതിൻ്റെ ആക്യുറസി അല്ലേ, ആക്യുറസി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. Next, if the general body of a society has decided to enhance the share value, the right of a member to continue in membership will remain for a period of dash years. അല്ലേ, ഇപ്പോൾ നമ്മൾ ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് എത്ര വർഷം എന്ത് ചെയ്യാം? ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. എത്ര വർഷമാണ്? 3 ആണോ 2 ആണോ 5 ആണോ 7 ആണോ? എത്ര വർഷമാണ്? 5 years ആണ് കേട്ടോ. 5 years ആണ്. വിൽ റിമെയിൻ ഫോർ ദ പീരീഡ് ഓഫ് 5 years കേട്ടോ. 5 വർഷം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കൺസോർഷ്യം ഈസ് ഡിഫൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അമെൻമെൻറ്റ് അനുസരിച്ച് ഡെഫിനിഷനുകൾ കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ കോമൺ സോഫ്റ്റ്വെയർ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തിവിടെ നോക്കിക്കോളുക, കൺസോർഷ്യം എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെഫിനിഷൻ എല്ലാം സെക്ഷൻ 2 ആണെന്ന് നമുക്കറിയാം. 2 എവിടെയാണ്? 2CD ആണോ, AD, DA ആണോ, DC ആണോ? കൺസോർഷ്യം പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആ C അങ്ങ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. C അങ്ങ് ഓർത്തിരുന്നാൽ മതി. തുടക്കത്തിലൊരു D ഉണ്ട് അല്ലേ, തുടക്കത്തിലൊരു D ഉണ്ട്. ഇവിടെ C ഓർത്തിരുന്നാൽ മതി. സെക്ഷൻ 2 DC ആണ് കൺസോർഷ്യം ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 DC ആണ്. ഓക്കെ, dash means the primary cooperative societies formed for the welfare of social classes like differently abled persons, aged persons, transgenders, depressed persons or mentally challenged persons. ഏത് ടൈപ്പ് സൊസൈറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? ട്രാൻസ്ജെൻഡർ സൊസൈറ്റി ആണോ അതോ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ? അല്ലേ, ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് പേഴ്സൺ ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഡിപ്രസ്ഡ് പേഴ്സൺസ് ഉണ്ട്. അപ്പം നമുക്കിതിൽ ഏതാ പീപ്പിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ആരാണ്? കളക്റ്റീവ്ലി നമുക്കിതിനെ എങ്ങനെ പറയാം? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സോഷ്യൽ ക്ലാസ്സസ്. അല്ലെ, ആ സോഷ്യൽ ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോഷ്യൽ ക്ലാസ്സസിൽ എന്തൊക്കെ വരും? ലൈക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ഏജ്ഡ് പേഴ്സൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ് ഓർ മെൻ്റലി ചാലഞ്ച്ഡ് പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ഇത് തമ്മിൽ നമുക്കൊന്ന് മാച്ച് ചെയ്താലോ? ഏതൊക്കെയാണ്? ADB, NLCF, CAMCO, ഫാം ഗ്രാജുവേറ്റ് സ്കീം അല്ലേ. ADB ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഉണ്ട്, CAMCO ഉണ്ട്, ഫാം ഗ്രാജുവേറ്റ് സ്കീമുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ള ആരാ? CAMCO അല്ലേ. CAMCO ഏത് വർഷമാണ് വന്നത്? 1973 അല്ലേ. ഇനി NLCF അറിയാവോ? NLCF വന്നത് 1981. ഓക്കെ, ഇനി ADB വന്നതുണ്ടല്ലോ, കറക്റ്റാണ് കേട്ടോ. ADB 1900 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് 1966 തന്നെയാണ്. ഇനി SBIയുടെ ഫാം ഗ്രാജുവേറ്റ് സ്കീം വന്നത് ഏത് വർഷമാണ്? 1969 കേട്ടോ. 1969. അപ്പം നമുക്ക് ഒന്ന് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ചാലോ? ADB 1A അല്ലേ. അപ്പോൾ 1A ഉള്ള ഓപ്ഷൻ നോക്കിക്കേ. ഇതിപ്പോൾ വളരെ എളുപ്പമാണ് അല്ലേ. 1A ഉള്ള ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആൻസർ കിട്ടി. കൺഫേം ചെയ്യണ്ടേ? 2C കറക്റ്റ് അല്ലേ? 3D അതും കറക്റ്റ് അല്ലേ? 4B അതും കറക്റ്റ് അല്ലേ? അപ്പോൾ
നമ്മൾ ആൻസർ കണ്ടെത്തി. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ADB 1966, NLCF 1981, CAMCO 1973, ഫാം ഗ്രാജുവേറ്റ് സ്കീം 1969 SBI കൊണ്ടുവന്നത്. Which of the following statement are correct? അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. സോ നെക്സ്റ്റ് നോക്കാം. മാച്ച് ദ ഫോളോവിങ് നോക്കിയാലോ. ഷെഡ്യൂള്. നമുക്ക് KCS ആക്റ്റിൽ എത്ര ഷെഡ്യൂളുണ്ട്? 3 ഷെഡ്യൂളുണ്ട് അല്ലേ. 3 ഷെഡ്യൂളും 3 അപ്പൻഡിക്സും ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഷെഡ്യൂളും എന്താണെന്ന് മാത്രമല്ല പഠിക്കാനുള്ളത്, ആ ഷെഡ്യൂളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനും കൂടെ നമുക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ വരാമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഷെഡ്യൂളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണോ? നമ്മൾ സെക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കിയാലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഷെഡ്യൂൾ 1. അപ്പോൾ നമുക്ക് ആദ്യം ഷെഡ്യൂൾ 1, 2, 3 ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കണക്ട് ചെയ്ത് സെക്ഷൻ കണ്ടുപിടിക്കാം അല്ലേ. ഷെഡ്യൂൾ 1 എന്താണ്? അപ്പെക്സ് സൊസൈറ്റീസുകളുടെയും സെൻട്രൽ സൊസൈറ്റീസുകളുടെയും അപ്പോയിൻമെൻറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടത്തുന്നത് അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻ പറയുന്നത് എവിടെയാണ്? ഷെഡ്യൂൾ 1 അല്ലേ. ഷെഡ്യൂൾ 1. ഇനി സെക്ഷൻ ഏതാണ്? ഈ ഷെഡ്യൂളിൽ ഏത് സെക്ഷനിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഈ ഒരു അപ്പെക്സ് സൊസൈറ്റീസിൻ്റെയും സെൻട്രൽ സൊസൈറ്റീസിൻ്റെയും അപ്പോയിൻമെൻറ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ 83A. എവിടെയാണ്? സെക്ഷൻ 80 സബ്സെക്ഷൻ 3A. അപ്പോൾ ഒരാളെ നമുക്ക് കിട്ടി. ഇനി ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് ഷെഡ്യൂൾ 3 പറയുന്നത് അല്ലേ. 2 പറയുന്നത്. ഷെഡ്യൂൾ 2 എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നേരെ കിടപ്പുണ്ട് അല്ലേ. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് തന്നെയാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഞാൻ എങ്ങനെ മനസ്സിലാക്കി? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ സെക്ഷൻ ഏതാണ്? 2ECCC അല്ലേ. 3 C ഉണ്ട് അല്ലേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്. അപ്പോൾ 2ECCC ആണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ കണക്ട് ചെയ്തു. ഷെഡ്യൂൾ 3 എന്താ പറയുന്നത്? ടൈം ലിമിറ്റ്. മോണിറ്ററി ഡിസ്പ്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈം ലിമിറ്റിനെ പറ്റിയിട്ടാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. എവിടെയാണ്? ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ എവിടെയാണ്? സെക്ഷൻ 69 സബ്സെക്ഷൻ 4 ഈ ഒരു ടൈം ലിമിറ്റിനെ പറ്റിയിട്ട്, മോണിറ്ററി ഡിസ്പ്യൂട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈം ലിമിറ്റിനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ്? സെക്ഷൻ 69 സബ്സെക്ഷൻ 4 നോക്കിക്കേ, അതുണ്ടോ? അതേ ഉണ്ട്. ഓപ്ഷൻ എ ആണ് അല്ലേ. സെക്ഷൻ 69 4. ഇനിയുള്ളത് ഒരാൾ മാത്രമാണ്. സോ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നാലും നമുക്ക് അതുകൂടി ഒന്ന് പറഞ്ഞാലോ. അപ്പൻഡിക്സ് 3. നമുക്കിവിടെ 3 ഷെഡ്യൂളും 3 അപ്പൻഡിക്സുമാണ്. അതിൽ അപ്പൻഡിക്സ് 3 എന്താ പറയുന്നത്? ക്ലാസിഫിക്കേഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ബേസിൽ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അപ്പൻഡിക്സ് 3 പറയുന്നത്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 80 സബ്സെക്ഷൻ 3A. അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷനായി പോകരുത്. 3A എന്ന് പറയുമ്പോൾ ഇവിടെ ഈ A നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണം? അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ അപ്പോയിൻമെൻറ്റ് PSC ആണെന്ന് ഉദ്ദേശിക്കുക. ഇവിടെ A എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ക്ലാസിഫിക്കേഷൻ, പൊസിഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോയാലോ, നോക്കിയാലോ. നമുക്ക് കിട്ടിയ ആൻസർ അനുസരിച്ച് നോക്കാം. ഷെഡ്യൂൾ 1D അല്ലേ. ഷെഡ്യൂൾ 1D. ഇതേ ഷെഡ്യൂൾ 1D ആയിട്ടുള്ളത് ഈ 2 ഓപ്ഷനുമാണ് അല്ലേ. നോക്കാം. ഷെഡ്യൂൾ 2B. ഇപ്പോൾ ഷെഡ്യൂൾ 2B എന്ന് നമുക്കിത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഷെഡ്യൂൾ 2B. ഇവിടെ 2A ആണ്. 2A ആണോ? അല്ല, ഷെഡ്യൂൾ 2B. ഷെഡ്യൂൾ 3A ടൈം ലിമിറ്റ് കറക്റ്റാണ്. 3A. ഷെഡ്യൂൾ 4C ക്ലാസിഫിക്കേഷൻ പറയുന്നതും അവിടെ തന്നെയാണ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ
അപ്പോൾ ഇവിടെ നമുക്ക് ലോയുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കേസാണ് ഈ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഡെഫിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോവിങ് ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് യോജിപ്പിച്ച് നോക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് തിരിച്ച് ഓപ്ഷനിലോട്ട് വരാം. കമ്മിറ്റി സെക്ഷൻ എവിടെയാണ്? ഡെഫിനിഷൻ എല്ലാം സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സബ്സെക്ഷൻ മാത്രം പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഡെഫിനിഷനിൽ സെക്ഷൻ 2A ഏതിലാണ് കമ്മിറ്റി പറയുന്നത്? ഏതിലാണ്? സെക്ഷൻ 2Eയിലാണ് കമ്മിറ്റി പറയുന്നത് കേട്ടോ. സെക്ഷൻ 2Eയിലാണ് കമ്മിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സെക്ഷൻ 2E എന്താണ്? കമ്മിറ്റി. നിങ്ങൾ ഈ കമ്മിറ്റിയുടെ ഈ ഒരു വെച്ചിട്ട് അങ്ങ് ഓർത്തിരുന്നാൽ മതി. കമ്മിറ്റി സെക്ഷൻ 2E. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എവിടെയാണ് പറയുന്നത്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം നമുക്കറിയാം 57B സെക്ഷൻ 57Bയിലാണ് സെക്ഷൻ പറയുന്നത് അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയെന്നുള്ളതാണ്. എവിടെയാണ്? സെക്ഷൻ 2HAയിലാണ് കേട്ടോ. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2HAയിലാണ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 2Mയിലാണ്. സെക്ഷൻ 2Mയിലാണ്. ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിലോ നമുക്കിപ്പോൾ റിമൈനിങ് ഇത് മാത്രമേ ഉള്ളൂ. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. എന്നാലും ഒന്ന് പഠിച്ചോളുക. ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 2Kയിലാണ്. ഓക്കെ. അപ്പോൾ കമ്മിറ്റി ആണ്. HA ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. M ഫോർ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ദെൻ K ഫോർ ജനറൽ ബോഡി മീറ്റിംഗ്. ഡെഫിനിഷൻ എല്ലാം പഠിച്ചല്ലോ. നമുക്കിതിൻ്റെ ആൻസറിലോട്ടൊന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ്? 1B അല്ലേ. 1B ഉള്ള ഏതൊക്കെയാ? ഇത് രണ്ടും ഉണ്ടല്ലേ. 1B. ഇനി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം 2A ആണ്. സോ ഇനി മാറ്റി ചിന്തിക്കണോ? വേണ്ട, എളുപ്പം അല്ലേ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1B കമ്മിറ്റി, 2E, 2A ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 3D നോമിനൽ അസോസിയേറ്റ് മെമ്പർ, 4C ജനറൽ ബോഡി മീറ്റിംഗ്, സെക്ഷൻ 2 സബ്സെക്ഷൻ K. ഓക്കെ. ഡെഫിനിഷൻസ് ഇത്രയും മനസ്സിലായല്ലോ. ചൂസ് അപ്രോപ്രിയേറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മേജർ കോപ്പറേറ്റീവ്സ് നമുക്ക് കഴിഞ്ഞ തവണത്തെ JC എക്സാം ഉൾപ്പെടെ നമുക്ക് കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കയർ ഫെഡുമായിട്ട് അല്ലെങ്കിൽ കയർ ഫെഡിൻ്റെ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതും ഉൾപ്പെടുത്താൻ പറ്റാത്തതിനെ തരംതിരിക്കണം. നമ്മുടെ ചോദ്യം എന്താണ്? അപ്രോപ്രിയേറ്റ് ആൻസർ എന്നാണ്. ദാറ്റ് മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് കയർ ഫെഡിൻ്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. മാർക്കറ്റ് ദ കയർ ആൻഡ് കയർ പ്രോഡക്ട്സ്. കയർ പ്രോഡക്ട്സുകളെ മാർക്കറ്റ് ചെയ്യുന്നു അല്ലേ. മാർക്കറ്റ് ദ കയർ ആൻഡ് കയർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെമ്പർ സൊസൈറ്റീസ്. കയർ ഫെഡിൻ്റെ ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണോ? അതെ, ഒബ്ജക്റ്റീവ് ആണ്. അത് നമുക്ക് ഓക്കെ കൊടുക്കാം കേട്ടോ. ഇനി ആക്ട് ആസ് എ ഏജന്റ് ഓഫ് ദ ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് കയർ. കയർ ഫെഡ് ദ ആക്ട് ആസ് എ ഏജന്റ് ഫോർ ദ ഗവൺമെൻറ് ഫോർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് കയർ. ശരിയാണോ? ശരിയാണ്. ഗീവ് ദ ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കയർ ഇൻഡസ്ട്രി. എല്ലാം അപ്പെക്സ് സൊസൈറ്റീസുകളുടെ മെയിൻ ലക്ഷ്യം തൊട്ട് താഴെയുള്ള മെമ്പർ സൊസൈറ്റീസുകളുടെ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെയും ഗിവ് ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കയർ ഇൻഡസ്ട്രി. അതും ശരിയാണ്. ഓൺ ഹയർ ഗോഡൗൺസ്, സെയിൽസ് ഡിപ്പോട്ട്സ്, ഷോറൂംസ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. എന്നാണ് നമ്മുടെ സ്റ്റേറ്റിനുള്ളിലും പുറത്തും അതുമായി ബന്ധപ്പെട്ട ഗോഡൗണുകളും ഷോറൂമുകളും അല്ലേ. ഒന്നുകിൽ ഓൺഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസുകളും ആര് കൊടുക്കുന്നു? കയർ ഫെഡ് ത്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും ശരിയാണ്. ഈ പറയുന്ന 4 കയർ ഫെഡിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാ? ഇനി വേറെ ഒന്നിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടല്ലോ, എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ആൻസർ ആൾ ഓഫ് ദീസ് ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ അല്ലേ. നമുക്കെല്ലാം കയർ ഫെഡിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്.
അടുത്ത് നോക്കിക്കുക, അടുത്ത് നമ്മൾ ആരുടെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്? UCBയുടെ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ചോദ്യം അപ്രോപ്രിയേറ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ് UCBയുടെ ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായി കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? ടു ക്യാരി ഓൺ ജനറൽ ബാങ്കിങ് ബിസിനസ്. UCB ജനറൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. പ്രൊവൈഡ് ഗോൾഡ് ലോൺസ് ടു മെമ്പേഴ്സ്. ജനറൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. ഗോൾഡ് ലോൺ ടു മെമ്പേഴ്സും നമുക്ക് ഉൾപ്പെടുത്താം. ടു ഡീൽ ഇൻ സ്റ്റോക്ക്, ഫണ്ട്, ഷെയർ, ഡിവഞ്ചർ, ബോണ്ട്. UCB അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ, അല്ലേ, പ്രൈമറി അല്ലാതെ സെക്കൻഡറി ഫംഗ്ഷനുകൾ ചെയ്യുന്നുണ്ടോ? ഒരു ഡൗട്ടും വേണ്ട, ചെയ്യുന്നുണ്ട് കേട്ടോ. ടു ഡീൽ ഇൻ സ്റ്റോക്ക്, ഫണ്ട്, ഷെയർസ്, ഡിവഞ്ചേഴ്സ്, ബോണ്ട്സ്, ഇതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. To extend the support for the development of business of cottage and small scale industries. Cottage and small scale industries-ലെ മെമ്പേഴ്സിനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലൊരു പാർട്ടിസിപ്പേഷൻ UCB ത്രൂ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇതും കറക്റ്റാണ് കേട്ടോ. ഇതും നമുക്ക് ശരിയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും തെറ്റില്ല. അപ്രോപ്രിയേറ്റ് ആൻസർ ഇവിടെയും എന്ത് തന്നെയാണ്? ഓൾ ഓഫ് ദീസ് ആണ്. എല്ലാം നമുക്ക് കയർഫെഡിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ടു ക്യാരി ഓൺ ജനറൽ ബാങ്കിങ് ബിസിനസ്, ടു പ്രൊവൈഡ് ഗോൾഡ് ലോൺ ടു മെമ്പേഴ്സ്, ടു ഡീൽ ഇൻ സ്റ്റോക്സ്, ഫണ്ട്, ഷെയർസ്, ഡിവഞ്ചേഴ്സ്, ബോണ്ട്സ്, എക്സെട്ര, ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓഫ് കോട്ടേജ് ആൻഡ് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് മെമ്പേഴ്സ്. അടുത്തിവിടെ നമ്മൾ ഏതാണ് നോക്കുന്നത്? റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ? ചൂസ് അപ്രോപ്രിയേറ്റ് ആൻസർ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നോക്കാം. ടു കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അഗ്രികൾച്ചറൽ ഇൻപുട്സ് ലൈക്ക് സീഡ്സ് ആൻഡ് മാനുവേഴ്സ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ശരിയാണോ? റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ആദ്യത്തെ പോയിന്റ് പറയാൻ പറ്റുമോ? കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അഗ്രികൾച്ചറൽ ഇൻപുട്സ് പറ്റുമോ? എന്താണ് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻപുട്സ്? ഇൻ ദ സെൻസ് സീഡ്സ് ആൻഡ് മാനുവേഴ്സ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്, അല്ലേ? കറക്റ്റ് ആണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടു ഓപ്പൺ സെയിൽസ് ഡിപ്പോട്ട്സ് ആൻഡ് ഗോഡൗൺസ് ഓൺ എ റെൻ്റൽ ബേസിസ് ഓർ ഇറ്റ്സ് ഓൺ, അല്ലേ? ഒന്നുകിൽ അവരുടെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ റെൻ്റൽ ബേസിസിനുള്ള ഗോഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പോട്ട്സുകളായിരിക്കും ഉള്ളത്. അത് അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അത്തരത്തിലുള്ള ഫെസിലിറ്റീസുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരി കൊടുക്കാം. ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. ടു അക്യൂർ ലോറീസ് ഓൺ എ റെൻ്റൽ ബേസിസ് ഓൺ ഇറ്റ്സ് ഓൺ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ പ്രോഡക്ട്സ്. അപ്പം നമുക്കൊരു സ്റ്റോറേജ് ഫെസിലിറ്റി തരത്തിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസുകൾ, അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഓൺഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹയർ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ ലോറീസുകൾ അവൈലബിൾ ആക്കുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസുകളും അവിടെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഫംഗ്ഷനിൽ? പറ്റും. സ്റ്റോറേജ് ഫെസിലിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ബി ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് ഗിവൺ ടു ഗവൺമെൻറ്. റബ്ബർ ബോർഡിൽ ABCDE വരെ ഉണ്ട്, അല്ലേ? മെമ്പർഷിപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ബി ക്ലാസ് മെമ്പർഷിപ്പ് ആണോ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്? ബി ക്ലാസ് മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽ ഫാമേഴ്സിനല്ലേ? ഏത് മെമ്പർഷിപ്പാണ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്? ഡി ക്ലാസ് മെമ്പർഷിപ്പാണ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തെറ്റ് ഏതാ? 4. ഏതാണ്? ഡി ക്ലാസ് മെമ്പർഷിപ്പാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 തെറ്റാണ്. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നമ്മുടെ ചോദ്യം. സോ 1, 2, 3, അല്ലേ? ഓപ്ഷനിലുണ്ടോ 1, 2, 3? 1, 2, 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, അല്ലേ? SBIയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇയറും കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മേർജ്ഡ് വിത്ത് SBI. നമുക്ക് മെർജിങ് റിലേറ്റ് ചെയ്ത്, അല്ലെ? SBI അല്ലെങ്കിൽ അതർ ബാങ്കുമായിട്ട് റിലേഷൻ ചെയ്തിട്ടുള്ള മെർജിങ്
ചെയ്തിട്ടുള്ള ഇയർ നമുക്ക് കഴിഞ്ഞ എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBIയുമായിട്ട് മെർജ് ചെയ്തത് ഏത് വർഷമാണ് അറിയാമോ? 2008 കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജ് ചെയ്തത് 2008. റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത് ഏത് വർഷമാണ്? റുപ്പേ കാർഡ് തുടക്കം ഏത് വർഷമാണ്? 2012 റുപ്പേ കാർഡ് തുടങ്ങിയത്. IDBI കാറ്റഗറൈസ്ഡ് ആസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നമ്മൾ പറഞ്ഞു IDBI ഇപ്പം LICയുടെ കീഴിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഏത് വർഷം തൊട്ടാണ് IDBI അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ട് RBI കാറ്റഗറൈസ് ചെയ്തത്? 2019 മുതലാണ് കേട്ടോ. 2019 മുതലാണ് IDBI ഒരു പ്രൈവറ്റ് സെക്ടറായിട്ട് കാറ്റഗറൈസ് ചെയ്തത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് MSFR എന്ന് നമ്മൾ പറയും. MSFR മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് അത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2011 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജ്ഡ് വിത്ത് SBI 2008. റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത് 2012. IDBI ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ട് കാറ്റഗറൈസ് ചെയ്തത് 2019. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2011. ഇനി നമ്മൾ കണ്ടെത്തിയ കാര്യം ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തണ്ടേ? സോ ഒന്ന് ഏതാണ്? ബി ആണല്ലേ. 1B ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 3 ഓപ്ഷൻ ഉണ്ടല്ലേ. നമുക്ക് അടുത്തൊരോട്ട് നോക്കിയാലോ. 2C ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിക്കേ. 2C ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ. 2C ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? 1B 2008 ആണ്, 2C 2012 ആണ്, 3D IDBI 2019 ആണ്, 4A MSFR 2011 ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ എന്താണ് ഇവിടെ? റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? വർഷം എല്ലാം പഠിച്ചല്ലോ. ഫൈൻഡ് ഔട്ട് ഓഡ് ഓൺ ഔട്ട്. നമുക്ക് ഇവിടെയും ആരെയാണ് മാറ്റാനുള്ളത്? BR Act 1949. നമുക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷനുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് കഴിഞ്ഞ എക്സാമുകൾക്കും സെക്ഷനിൽ നിന്ന് അമാൽഗമേഷൻ ഉൾപ്പെടെയുള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 4 സെക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ യോജിക്കാത്ത ആളെ വേണം നമുക്കിവിടെ എന്ത് ചെയ്യാൻ? തിരഞ്ഞെടുക്കാൻ. സെക്ഷൻ 5GG മാനേജിങ് ഏജൻറ്റ്. BR ആക്ടിലെ 5GG എന്താണ്? മാനേജിങ് ഏജൻറ്റിനെയാണ് പറയുക. അതിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ് അല്ലേ. ശരിയാണോ? 5GG മാനേജിങ് ഏജൻറ്റ് ആണോ? എന്നാലാണ്. ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് അല്ല, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. 5GGയിൽ തന്നെയാണ് മാനേജിങ് ഏജൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 8 BR ആക്ടിലെ സെക്ഷൻ 8ലാണ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് പറയുന്നത്. ബാങ്കിങ് ആക്ടിവിറ്റീസ് അല്ലേ, ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, അത് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് അതെന്താണ്? എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 8 BR ആക്ടിൽ സെക്ഷൻ 8ലാണ്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 15 BR ആക്ടിലെ സെക്ഷൻ 15ലാണ് റെസ്ട്രിക്ഷൻ ഓഫ് ഡിവിഡൻഡിനെ മെൻഷൻ ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ ഓഫ് ഡിവിഡൻഡ് സെക്ഷൻ 15ലാണ്. ആണോ? കറക്റ്റ് ആണോ? എന്നാൽ അതും കറക്റ്റാണ്. ഓക്കെ. ഇനി സെക്ഷൻ 38A. സെക്ഷൻ 38A വൈൻഡിങ് അപ്പ് ബൈ ഹൈക്കോർട്ട്. ശരിയാണോ? വൈൻഡിങ് അപ്പ് ബൈ ഹൈക്കോർട്ട് ആണോ? അല്ല കേട്ടോ. സെക്ഷൻ 38A അല്ല, വെറും 38 ആണ്. സെക്ഷൻ 38 ആണ് വൈൻഡിങ് അപ്പ് ബൈ ഹൈക്കോർട്ട് പറയുന്നത്. 38A എന്താണ്? കോർട്ട് ലിക്വിഡേറ്റർ അല്ലേ. കോർട്ട് ലിക്വിഡേറ്ററിനെ പറ്റിയിട്ടാണ് 38A പറയുന്നത്. അപ്പോൾ 38 ആണ് എന്ത്? വൈൻഡിങ് അപ്പ് ബൈ ഹൈക്കോർട്ട് 38 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റി നിർത്താനുള്ളത് ആരെയാണ്? ഇപ്പം ഓപ്ഷൻ കൊടുക്കുകയാണ് എങ്കിൽ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ആണ്. ഓക്കെ. ഇത് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. 5GG തന്നെയാണ് മാനേജിങ് ഏജൻറ്റ് പറയുന്നത്. സെക്ഷൻ 8 തന്നെയാണ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് പറയുന്നത്. സെക്ഷൻ 15 തന്നെയാണ് റെസ്ട്രിക്ഷൻ ഓഫ് ഡിവിഡൻഡ് പറയുന്നത്. 38 വൈൻഡിങ് അപ്പ് ആണ് മെൻഷൻ ചെയ്യുന്നത്.
Choose the most appropriate answers which are points related to market fed. അപ്പോൾ മാർക്കറ്റ് ഫെഡ് റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യമാണ്. നമ്മളതിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ്, പക്ഷേ ഓപ്ഷൻ കൊടുത്തിരുന്നത് എങ്ങനെയാണ്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് ഒന്നൊന്ന് ശ്രദ്ധിക്കണേ ആ ചോദ്യം. അപ്പോൾ എന്താണ് മാർക്കറ്റ് ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കിക്കേ. ഇറ്റ് ഈസ് അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ കേരള. ശരിയല്ലേ? ശരിയാണ്. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണോ അതോ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണോ? എന്താണ്? അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിലാണ് നമ്മൾ മാർക്കറ്റ് ഫെഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറ്റ് ദ ബിഗിനിങ് ഇറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് വാസ് കൊച്ചി. കറക്റ്റ് ആണോ? കൊച്ചിയിലാണോ? കാലിക്കറ്റിലല്ലേ തുടക്കത്തിൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ്? കാലിക്കറ്റിലല്ലേ? അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് AD ആണോ? മാനേജിംഗ് ഡയറക്ടർ അല്ലേ? MD അല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ 3ഉം 4ഉം എന്താണ്? തെറ്റാണ് അല്ലേ? 3ഉം 4ഉം തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? 1ഉം 2ഉം ആണ് കേട്ടോ. ഇറ്റ് ഈസ് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. ഇതൊരു അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ കേരള. Which of the following statement is or correctly related to market fed? ഒരു ചോദ്യം കൂടെ മാർക്കറ്റ് ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ പറയുന്നുണ്ട്. ഒന്ന് നോക്കിയാലോ. കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. കേരജം. കേരജം ആരുടെ പ്രോഡക്റ്റ് തന്നെയാണ്? മാർക്കറ്റ് ഫെഡിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് ജനറൽ ബോഡി. സംശയമുണ്ടോ? അതും നമുക്ക് സംശയം വേണ്ട. ജനറൽ ബോഡി കറക്റ്റാണ്. It began as a South Malabar District Cooperative Supply and Marketing Society. ആണോ? ഇത് ബിഗിൻ ചെയ്തത് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന ഫോമിലാണോ ഇത് തുടക്കം കുറിച്ചത്? അതെ, കറക്റ്റാണ് കേട്ടോ. എന്താണ്? അപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമുക്കൊന്നും തെറ്റായിട്ട് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റില്ല, എല്ലാം ശരി തന്നെയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദീസ് അല്ലേ? ഓൾ ഓഫ് ദീസിന് പകരം ഇവിടെ എല്ലാ ഓപ്ഷനും കൊടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എല്ലാ ഓപ്ഷനും കൊടുക്കാം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? കേരള കോപ്പറേറ്റീവ് കോൺഗ്രസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ? ഇപ്പോൾ മൊത്തത്തിൽ എത്ര കോൺഗ്രസ് ആണ് നമുക്ക് ഇതുവരെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്? 9 അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ഹെൽഡ് ചെയ്ത എത്രാമത്തെ കോൺഗ്രസ് ആണ്? 9th കോൺഗ്രസ് ആണ്. കോളിയക്കോട് കൃഷ്ണനായരുടെ കീഴിൽ തിരുവനന്തപുരത്താണ് അല്ലേ ഹെൽഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമുക്കിത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കണമെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഇയർ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ഈ 9 കോൺഗ്രസിൻ്റെയും ഇയർ നമുക്കൊന്ന് നോക്കിയാലോ. 1966 ആദ്യത്തെ കോൺഗ്രസ് ഹെൽഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ലീഡറിനെയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്കതിൻ്റെ ഇയർ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വയ്ക്കാം. 1966, അതുപോലെ 1976 സെക്കൻഡ് കോൺഗ്രസ്. 1976 കഴിഞ്ഞിട്ട് 84 അടുത്ത് കോൺഗ്രസ് ഹെൽഡ് ചെയ്തു തേർഡ്. ദെൻ 1990 ഫോർത്ത്. 99 ഫിഫ്ത്ത് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്യുന്നു. 99 കഴിഞ്ഞിട്ട് പിന്നീട് 2007, 2012, 2018 ഏറ്റവും ലാസ്റ്റ് 2024 അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th 9 കോൺഗ്രസ് ആയല്ലോ. അപ്പോൾ ഈ വർഷങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. ചോദ്യം ഇങ്ങനെയാവാം, ഫസ്റ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ തേർഡ് കോൺഗ്രസ്, ഫോർത്ത് കോൺഗ്രസ് എന്നുള്ള രീതിയിലും ഇതെന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലീഡേഴ്സിനെയും കൂടി ഒന്ന് നോക്കിയാലോ. ആദ്യം 66 ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആരാണ്? ER എളങ്കത്ത് ഹെൽഡ് ചെയ്തത് എവിടെ വെച്ചാണ്? കോട്ടയത്ത് വെച്ചാണ് കേട്ടോ. 66 എളങ്കത്ത് കോട്ടയത്ത് വെച്ചാണ്.
തൊട്ടടുത്ത വർഷം 76 എറണാകുളത്ത് ആരുടെ ലീഡർഷിപ്പിൽ CK മണിയുടെ ലീഡർഷിപ്പിലാണ് രണ്ടാമത്തെ കോൺഗ്രസ് ഹെൽഡ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കോൺഗ്രസ് 1984 തിരുവനന്തപുരത്താണ് ഹെൽഡ് ചെയ്തത്. ആരുടെ ലീഡർഷിപ്പിൽ? തച്ചടി പ്രഭാകരന്റെ ലീഡർഷിപ്പിൽ 84 തിരുവനന്തപുരത്താണ് ഹെൽഡ് ചെയ്തത്. ഇനി നാലാമത്തെ കോൺഗ്രസ് 1990 കോഴിക്കോട് വെച്ചാണ് ഹെൽഡ് ചെയ്തത്. ലീഡർ ആരായിരുന്നു? അപ്പുകുട്ടിയായിരുന്നു കേട്ടോ. അപ്പുകുട്ടി PV അപ്പുകുട്ടിയുടെ കീഴിലായിരുന്നു 1990 ഏതാണ് 4th കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് 5th കോപ്പറേറ്റീവ് കോൺഗ്രസ് വീണ്ടും എവിടെ തന്നെ ആയിരുന്നു? തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു 5th കോപ്പറേറ്റീവ് കോൺഗ്രസും. അതാരാണ് ഹെൽഡ് ചെയ്തത്? പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു 5th കോപ്പറേറ്റീവ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഹെൽഡ് ചെയ്തത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള കിട്ടി അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയല്ലോ. നമുക്കതൊന്ന് ഫില്ല് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോയാലോ? ഏതാണ്? 1966 ആണല്ലേ എളങ്കത്ത്. ദെൻ പരമേശ്വര പിള്ള നമ്മളെപ്പോൾ പറഞ്ഞു? പരമേശ്വര പിള്ള 5th കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് പരമേശ്വര പിള്ള. അപ്പോൾ ഏതാണ്? 1999. ഇനി അപ്പുകുട്ടി നമ്മൾ ഏത് പറഞ്ഞു? 4th കോപ്പറേറ്റീവ് കോൺഗ്രസ് കോഴിക്കോട് വെച്ചിട്ട് ലീഡർ ആരായിരുന്നു? അപ്പുകുട്ടി. 4th കോപ്പറേറ്റീവ് കോൺഗ്രസ് ഏത് വർഷമാണ്? 1990 അല്ലേ. ഇനി CK മണി എപ്പോഴായിരുന്നു? 2nd കോപ്പറേറ്റീവ് കോൺഗ്രസിനാണ് CK മണി അല്ലേ. 1976 CK മണി അല്ലേ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറയാം. 66 എളങ്കത്ത് കോട്ടയം, 76 എറണാകുളം CK മണി, 84 തിരുവനന്തപുരം തച്ചടി പ്രഭാകരൻ, 90 എവിടെ ഓർക്കുക? കോഴിക്കോട് അപ്പുകുട്ടി. ഇനി 5th കോൺഗ്രസ് 99 വീണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് ഹെൽഡ് ചെയ്തത്. ആരാണ്? പരമേശ്വര പിള്ളയുടെ കീഴിൽ. ഇനി 6th കോപ്പറേറ്റീവ് കോൺഗ്രസ് 2007 എവിടെയാണ് നടന്നത്? 2007 എറണാകുളത്താണ് എന്ത് ചെയ്തത്? 6th കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്തത് എവിടെയാണ്? എറണാകുളത്താണ്. ER നാരായണന്റെ നേതൃത്വത്തിൽ. 7th കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് തൃശ്ശൂർ ആണ്. അതും ആരുടെ നേതൃത്വത്തിൽ തന്നെയാണ്? ER നാരായണന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതും എന്ത് ചെയ്തത്? ഹെൽഡ് ചെയ്തത് കേട്ടോ. ഇനി 2018 എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. കണ്ണൂറാണ്. 2018 എവിടെയാണ്? കണ്ണൂറാണ്. 2024 തിരുവനന്തപുരത്തുമാണ് അല്ലേ. 2018 കണ്ണൂറാണല്ല. 2018 കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്ത് എവിടെയാണ്? കണ്ണൂരാണ്. 2024 ട്രിവാൻഡ്രത്താണ്. ഈ രണ്ട് കേസിലും ആര് തന്നെയാണ്? കോലിയക്കോട് കൃഷ്ണൻ നായർ തന്നെയായിരുന്നു ഈ രണ്ട് കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെയും നേതൃത്വം വഹിച്ചത്. കോലിയക്കോട് കൃഷ്ണൻ നായർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ക്രോണോളജിക്കൽ ഓർഡർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു കേരള കോപ്പറേറ്റീവ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലിയർ അല്ലേ? 66, 76, 84, 90, 99, 2007, 2012, 2018, 2024. ഇത് വളരെ എളുപ്പമാണ്. 6th, 7th ലീഡർ ആര് തന്നെയാണ്? നാരായണൻ തന്നെയാണ്. ദെൻ 2007 എറണാകുളത്തും 2012 തൃശ്ശൂരിലുമാണ്. ഇനി 18 കണ്ണൂർ, 24 ട്രിവാൻഡ്രം. പക്ഷെ അവിടെയും ആര് തന്നെയാണ്? ലീഡർ ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചു വരാം. എന്താണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ നമുക്ക് നോക്കിയാലോ? വർഷമെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ആദ്യം ആരാണ്? ആദ്യം എളങ്കത്താണ് അല്ലേ. 66 എളങ്കത്ത് ഒന്നാമത്തെ അല്ലേ. ഇത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇനി 66 കഴിഞ്ഞ് എങ്ങനെയാണ്? CK മണി അല്ലേ. 76 4 അല്ലേ. 1 4. ഇനി 76 കഴിഞ്ഞ് എങ്ങനെയാണ്? 90 അല്ലേ. 90 ഏതാണ്? അപ്പുകുട്ടി അല്ലേ. 90. ദെൻ പരമേശ്വര പിള്ള 99. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 1 4 അല്ലേ. 1 കഴിഞ്ഞ് പിന്നെ നേരെ ഏതാ? 4 ആണ്. പിന്നെ 3
2. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യം വന്നാൽ നമുക്ക് ഇനി അറ്റൻഡ് ചെയ്യാമല്ലോ അല്ലേ? ഇനി ഒരു ഡൗട്ട് വരത്തില്ലല്ലോ. അപ്പോൾ ഇത്രയും 9th കോൺഗ്രസ് വരെ എവിടെയാണ് ഹെൽഡ് ചെയ്തത്, ആരാണ് ലീഡർ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. Which of the following statement are correct relating to അദാൽ പെൻഷൻ യോജന? അപ്പോൾ അദാൽ പെൻഷൻ യോജനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. APY അല്ലേ? APY launched by Prime Minister Sri Narendra Modi on 9th May 2015. ശരിയാണോ? അദാൽ പെൻഷൻ യോജന നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് അത് ലോഞ്ച് ചെയ്തത്. എന്നാണ്? 9th May 2015. 9th May 2015 അതെ, 9th May 2015 കേട്ടോ അത് ചെയ്തത്. 9th May 2015. പെൻഷൻ വിൽ ബി ഗിവൺ അറ്റ് ദ ഏജ് ഓഫ് 16 years. പെൻഷൻ വിൽ ബി ഗിവൺ അറ്റ് ദ ഏജ് ഓഫ് 16 years. ശരിയല്ലേ? എന്താണ് പെൻഷൻ കൊടുക്കുന്നത്? എത്രാം വർഷം മുതലാണ് അല്ലെങ്കിൽ വയസ്സ് മുതലാണ്? 60 വയസ്സ് മുതലാണ്. The age of the subscriber should be between 18 and 14 years. അതും കറക്റ്റ് അല്ലേ? ഏജ് ഓഫ് ദ സബ്സ്ക്രൈബർ ഷുഡ് ബി ഏത് ഏജ് ലിമിറ്റ് ആയിരിക്കണം? 18 മുതൽ 40 വയസ്സിൻ്റെ ഇടയിലായിരിക്കണം. അതും ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്കിത് 3 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, 3ഉം ശരിയാണ്. ദ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓർ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഈസ് അദാൽ പെൻഷൻ യോജന ഫോർ ജോയിനിങ്. നമുക്ക് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് എന്താണ്? ഒന്നുകിൽ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ്? ഒരു പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീമിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം അദാൽ പെൻഷൻ യോജനയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും പോയിന്റ് മാറ്റി നിർത്താൻ സാധിക്കുമോ? ഇതിലേതെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. എല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ? അപ്പം നമുക്ക് എന്താ, മറ്റൊന്നിലോട്ടും പോകണ്ടല്ലോ. ഓപ്ഷൻ ഡിയിലോട്ട് പോവുക. ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ അല്ലേ? ഓൾ ഓഫ് ദീസ് നമുക്കിതെല്ലാം അദാൽ പെൻഷൻ യോജനയ്ക്കുള്ളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. Which of the following statements are correct relating to SARFAESI Act? It allows banks and financial institutions to auction properties when the borrower fails to repay their loans. നമ്മൾ SARFAESI Act റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പം അതിൽ എന്താണ് റിലേറ്റ് ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ എല്ലാം റിലേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റ് ചെയ്യുന്നില്ലേ നോക്കാം. ആദ്യ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഇറ്റ് അലോസ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഓപ്ഷൻ അല്ലേ? എപ്പോഴാണ് നമ്മളിത് വരുന്നത്? ഫെയിലാവും എന്നാണ്. ബോറോവേഴ്സ് അവരുടെ ഡെറ്റ് തിരിച്ചടയ്ക്കാൻ ഫെയിലാവുമ്പോഴാണ് ഈ ഒരു ആക്ടിൻ്റെ റിലവൻസ് വരുന്നത് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് അല്ലേ പറയുന്നത്? കറക്റ്റാണ്. SARFAESI Act ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. ഉറപ്പായിട്ടും NPA റിക്കവറി എഫക്റ്റീവ് ടൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് 1ഉം 2ഉം ശരിയാണ്. SARFAESI Act is not applicable to loans below ₹1 lakh. അപ്പോൾ നമ്മുടെ ലോൺ എമൗണ്ട് 1 ലക്ഷം രൂപ താഴെയാണെങ്കിൽ എന്ത് ചെയ്യില്ല? SARFAESI Act അപ്ലൈ ചെയ്യില്ല. ശരിയാണോ? കറക്റ്റ് ആണോ? അതും കറക്റ്റാണ്. SARFAESI Act does not apply to loan debts below 20% of the loan given. അതും എന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും മാറ്റി നിർത്താനില്ല. എല്ലാം SARFAESI ആക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ? അപ്പം നമുക്കിതെന്താ? നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബിലോ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൽ റോങ് ആയിട്ടുള്ളത് അപ്പം നോക്കിക്കേ, എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? എന്താണ്? ഇതുമായി ബന്ധപ്പെടാത്ത റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഫ്റ്റുമായി ബന്ധപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2005. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2005-ലാണ്. 2005-ലാണ്. കറക്റ്റ് അല്ലേ? ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NPCA. NPCA ആണോ നെഫ്റ്റ് കൊണ്ടുവന്നത്? അല്ല, RBI ആണ് കേട്ടോ. RBIയുടെ ഇനിഷ്യേറ്റീവിലാണ് നെഫ്റ്റ് വന്നത്. ബാച്ച് വൈസ് സെറ്റിൽമെൻ്റ് ആണ് അല്ലേ? ബാച്ച് വൈസ് സെറ്റിൽമെൻ്റ് ആണ്. ശരിയാണോ നെഫ്റ്റ്? അതെ, നെഫ്റ്റ് ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ് തന്നെയാണ്. കറക്റ്റാണ്.
ട്രാൻസ്ഫർ എമൗണ്ട് ലിമിറ്റ് 2 lakh. നെഫ്റ്റിൽ അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നുണ്ടോ? നെഫ്റ്റിൽ അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻ ലാസ്റ്റ് അല്ലേ, നമുക്കിത് നാലാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നമ്മുടെ ചോദ്യം എന്താണ്? കറക്റ്റ് ആണോ? ഏത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ 2ഉം 4ഉമാണ് നമുക്കിവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ എ ഉണ്ടല്ലേ. 2ഉം 4ഉമാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2005 ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റും ആണ്. പക്ഷേ അതിന് നെഫ്റ്റിന് ലിമിറ്റ് പറയുന്നില്ല. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NPCI അല്ല, RBIയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? നെഫ്റ്റ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബിലോ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു RTGS. നമുക്ക് അടുത്ത RTGS റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇവിടെയും നമുക്ക് എന്താണ്? നെഫ്റ്റ് പോലെ തന്നെ RTGSുമായി ബന്ധപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇന്റർബാങ്ക് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ് അല്ലെ. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ. സോ നമുക്കതിൽ യാതൊരു സംശയവും വേണ്ട, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് അല്ലേ. റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസിലാണ്. ഇന്റർബാങ്ക് ട്രാൻസ്ഫർ ആണ്, ടേക്ക് പ്ലേസ് റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ് ആണ്. മിനിമം എമൗണ്ട് പെർ ട്രാൻസാക്ഷൻ ഈസ് 5 lakh. RTGSന് നെഫ്റ്റ് പോലെയാണോ? ഒരു മിനിമം പറയുന്നുണ്ടോ? RTGSന് മിനിമം പറയുന്നുണ്ട് അല്ലേ, മാക്സിമം പറയുന്നില്ല. പക്ഷേ മിനിമം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എത്രയാണ് മിനിമം? 2 ലക്ഷമാണ് RTGSന് മിനിമം പറയുന്നത് അല്ലേ. അപ്പം നമുക്കിത് തെറ്റല്ലേ? തെറ്റാണ്. കാരണം ഇവരിവിടെ പറയുന്നത് 5 ലക്ഷം എന്നാണ്. തെറ്റാണ്. 2 lakh ആണ്. നോ അപ്പർ ലിമിറ്റ്. ദാറ്റ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ടോ RTGSന്? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോ അപ്പർ ലിമിറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ്, അങ്ങനെ ഒരു ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ് ആണോ? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണല്ലേ. അവിടെ ഒരു ബാച്ച് വൈസ് സെറ്റിൽമെൻ്റ് ആണോ? അല്ല, തെറ്റാണ് അല്ലേ. ബാച്ച് വൈസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ചോദ്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ തെറ്റ് ഏതൊക്കെയാ? 2ഉം 4ഉം അല്ലേ. ഓപ്ഷൻ നോക്കിക്കേ, ഉണ്ടോ ഓപ്ഷൻ? 2ഉം 4ഉം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. RTGSുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, മിനിമം എമൗണ്ട് 2 ലക്ഷമാണ്, ബാച്ച് വൈസ് സെറ്റിൽമെൻ്റ് അല്ല അല്ലേ, ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 2ഉം 4ഉമാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത്. സോ നമ്മൾ ആൻസർ കണ്ടെത്തി, ഓപ്ഷൻ ബി. നെക്സ്റ്റ് എന്താണ്? ECS ഡെബിറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ്. ECS ഡെബിറ്റ് ECS ക്രെഡിറ്റ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ECS ഡെബിറ്റ് ആണ്. ECS ഡെബിറ്റ് ഇതിൽ താഴെ പറയുന്നതിൽ ECS ഡെബിറ്റ് ടിപ്പിക്കലി ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനാണ്? സാലറി പേയ്മെൻ്റ് ഉണ്ട്, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളുണ്ട്, പെൻഷൻ ഡിസ്ബേഴ്സ്മെൻ്റ് ഉണ്ട്, ഡിവിഡൻഡ് പേയ്മെൻ്റ് ഉണ്ട്. ഏതാണ്? നമുക്കൊരു ഡൗട്ട് തോന്നുന്നു, സാലറി പെൻഷൻ ഡിവിഡൻഡ് പേയ്മെൻറ്റുകളൊക്കെ എന്താണ്? അതൊരു ECS ഡെബിറ്റിൽ ഉൾപ്പെടുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ECS ഡെബിറ്റിൽ യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾ മാത്രമേ വരികയുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്? ECS ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് അല്ലേ. ECS ഡെബിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ നമുക്കിവിടെ ഏത് അല്ലേ യൂസ് ചെയ്യുന്ന ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കിക്കേ, 2 മാത്രമുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി അല്ലേ, 2 ഓൺലി. അപ്പോൾ ഇവിടെ ECS ഡെബിറ്റിനകത്ത് നമുക്ക് ഏത് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ? യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ബാക്കി ഇതെല്ലാം നമുക്ക് എവിടെയാണ്? ECS ക്രെഡിറ്റിനകത്താണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം, റീസൺ ഫോർ ദ ടെർമിനേഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ.
ഒരു ബാങ്കറും കസ്റ്റമറുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പം നമുക്കിതിൽ കറക്റ്റ് സിറ്റുവേഷൻ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ ഒരു ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ആവുന്ന റൈറ്റ് റീസൺ വേണം നമുക്കിവിടെ തിരഞ്ഞെടുക്കാൻ. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ദ ഡെത്ത്, ഇൻസോൾവൻസി, ലുനൻസി ഓഫ് ദ കസ്റ്റമർ. കറക്റ്റ് അല്ലേ? ഈ 3 സർക്കംസ്റ്റാൻസസിലും എന്താണ്, കസ്റ്റമറിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലല്ലോ അവിടെ അല്ലേ. ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി ലിക്വിഡേറ്റ് ആയി പോയി. ഓഫ് കോഴ്സ് അവിടെ എന്ത് ചെയ്യും, ആ കമ്പനിയുടെ പേരിലായിരിക്കുമല്ലോ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ആ ഒരു റിലേഷൻ അവിടെ ടെർമിനേറ്റ് ആവുകയാണ്. ഇത് രണ്ടും നമുക്ക് പറയാം. ദ ക്ലോസിംഗ് ഓഫ് ദ അക്കൗണ്ട് ബൈ ബാങ്ക് ആഫ്റ്റർ ഗിവിങ് എ ഡ്യൂ നോട്ടീസ്. ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു, അതും ഒഫീഷ്യലി നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഓർ സ്പെസിഫിക് ട്രാൻസാക്ഷൻ. ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കഴിയുന്നു, ബാങ്കും കസ്റ്റമറും തമ്മിൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് മാത്രമായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ആ ഒരു ട്രാൻസാക്ഷൻ കഴിയുന്നു, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ടെർമിനേറ്റ് ആവുന്നു. ഇത് നമുക്കൊരു റീസൺ ആയിട്ട് പറഞ്ഞൂടെ? പറയാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 4 റീസണും ശരിക്കും എന്താണ്, ഒരു ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഒരു ഡൗട്ടും ഇല്ലല്ലോ, ഓൾ ഓഫ് ദീസ് അല്ലേ. ഒന്നും നമുക്കിതിൽ മാറ്റി നിർത്താൻ പറ്റത്തില്ല, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക്. നമ്മൾ ലോക്കൽ ഏരിയ ബാങ്കിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഏതെന്നുള്ളതാണ് നോക്കാം. They are regulated by the Central Bank of country. They offer national wide banking services. They primarily serve the rural and semi-urban areas. They have a large network of international branches. The local area bankന്റെ characteristics നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. They are regulated by the Central Bank of the country. നമുക്കൊരു characteristics ആയിട്ട് പറയാൻ പറ്റില്ല. They offer national wide banking services ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. They primarily serve the rural and semi-urban areas. അതിൻ്റെ characteristics ഏറ്റവും യോജിച്ചത് ഏതാണ്? They primarily serve rural and semi-urban areas ആണ് കേട്ടോ. They have a large network of international branches ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കാം. ബാങ്ക് ഹോളിഡേ ആർ പ്രിസ്ക്രൈബ്ഡ് അക്കോർഡിംഗ് ടു ഡാഷ് ആക്ട്. ബാങ്ക് ഹോളിഡേ സ്പെസിഫൈ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ബാങ്ക് ഹോളിഡേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏത് ആക്ട് പ്രകാരമാണ്? NI ആക്ട് പ്രകാരമാണ് അല്ലേ. ബാങ്ക് ഹോളിഡേസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏത് ആക്ട് പ്രകാരമാണ്? NI ആക്ട് പ്രകാരമാണ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്താണ്? ഷോർട്ട് ഫോമിൽ നമുക്ക് എങ്ങനെ പറയാം? ലാഫ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ലാഫ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. അത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അത് വന്നത്? ലാഫ് വന്നത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി അഥവാ ലാഫ് നിലവിൽ വന്നത്. Which of the following statement are correct relating to Garnishee order? അടുത്ത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് സർഫാസി ആക്ട് പോലെയൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഗാർണിഷി ഓർഡർ അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗാർണിഷി ഓർഡർ ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് അല്ലേ. ഗാർണിഷി ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് നമുക്കറിയാം. Under the provision of the Rule 46 of the Order 21 of the Code of Civil Procedure 1908. അത് നമുക്ക് കറക്റ്റ് ആണോ? റൂൾ 46 ഓർഡർ 21 ആസ് പെർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് കേട്ടോ. ഇത് വളരെ കറക്റ്റ് ആണ്. റൂൾ 46 തന്നെയാണ്, ഓർഡർ 21 തന്നെയാണ്, സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്കുണ്ടെന്ന് ഉറപ്പിക്കാം. അടുത്ത്, ഇഫ് എമൗണ്ട് ഈസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ
then it will be applicable on the entire balance in the account. എന്താ പറയുന്നത്, നമ്മൾ ഗാർണിഷി ഓർഡർ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എത്ര എമൗണ്ട് ആണോ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് കിട്ടാനുള്ളതെന്ന് കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല എങ്കിൽ എൻ്റെയർ ബാലൻസും എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നാണ് അല്ലേ. കറക്റ്റ് ഒരു എമൗണ്ട് നമ്മളോട് പറയണ്ടേ, അല്ലെങ്കിൽ എൻ്റെയർ ബാലൻസും എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നുള്ളതാണ്. So if an amount is not specified in the order, then it will be applicable to the entire balance in the account. ആണോ, കറക്റ്റ് ആണോ ഈ സ്റ്റേറ്റ്മെൻറ്റ്? കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. Then sorry, Garnishee order issued in a single name does not apply to accounts in the joint names of judgment debtor with another person. സിംപ്ലി പറഞ്ഞാൽ ഗാർണിഷി ഓർഡർ ഒരിക്കലും നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ടിന്മേൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഡെറ്ററുമായ മറ്റൊരു പേഴ്സണുമായിട്ട് എന്താണ് ഒരു ജോയിൻ്റ് അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗാർണിഷി ഓർഡർ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിൽ ഇത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ് കേട്ടോ, കറക്റ്റാണ്. ജോയിൻ്റ് അക്കൗണ്ടിൽ അത് ആപ്ലിക്കബിൾ അല്ല. Garnishee order does not apply to subsequent deposit. Garnishee order does not apply to subsequent deposit. ഇപ്പം നമ്മൾ ഗാർണിഷി ഓർഡർ എന്താണ് ഓർഡർ ഇട്ടു, കോർട്ട് ഇട്ടു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗാർണിഷി ബാങ്ക് എന്ത് ചെയ്യുന്നു, എത്ര എമൗണ്ട് ആണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു ടൈമിൽ അയാൾക്കിപ്പോൾ സപ്പോസ് 50,000 രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നെന്ന് കരുതുക. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ എത്രയുണ്ടോ അത്രയും മാത്രമേ ആ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് 30,000 മാത്രമേ ഈ ഗാർണിഷി ഓർഡർ എന്ത് ചെയ്തുള്ളൂ, ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ കോർട്ട് ഓർഡർ പാസ്സാക്കിയപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ ബാങ്ക് എന്ത് ചെയ്യും, ഈ എമൗണ്ട് ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലേ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാക്കി എത്രയുണ്ട്, ഒരു 20,000 ഉണ്ട് അല്ലേ. സോ നെക്സ്റ്റ് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ അക്കൗണ്ടിൽ ഒരു 20,000 റുപ്പീസ് വന്നു എന്ന് കരുതുക. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററിന് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത് സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ്. നമ്മളൊരു ഓർഡർ അവിടെ ഇഷ്യൂ ചെയ്തു, ആ ടൈമിൽ ആ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും, അല്ലെങ്കിൽ മൊത്തം എൻ്റെയർ ബാലൻസും ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് എന്ത് ചെയ്യരുത്, ആ ഒരു പേഴ്സണ് എന്താണ് ബാങ്കിന് ആ ഒരു റൈറ്റ് ഇല്ല. ഇനി വരുന്ന സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാൻ, ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കിനില്ല. ഇനി അങ്ങനെ അയാൾക്ക് വീണ്ടും റിമൈനിങ് എമൗണ്ട് വേണമെങ്കിൽ വീണ്ടും ഗാർണിഷി ഓർഡർ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള റിമൈനിങ് എമൗണ്ട് ക്രെഡിറ്ററിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു തവണ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ടൈമിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് അയാൾക്ക് കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലാതെ ഇനി നമുക്ക് അക്കൗണ്ടിൽ വരുന്ന സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന്മേൽ അയാൾക്കൊരു അധികാരം ഇല്ല. വീണ്ടും അയാൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്, ഗാർണിഷി ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ്സ് അല്ലേ. അപ്പോൾ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഗാർണിഷി ഓർഡറിൻ്റെ കേസിൽ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഇത് നമ്മൾ ആൻസർ എന്താണ്, ഓൾ ഓഫ് ദീസ് അല്ലേ. നമുക്കിവിടെ ആരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, what is a maximum compensation that can be awarded by the banking ombudsman against the bank? എത്രയാണ് മാക്സിമം കോമ്പൻസേഷൻ? എത്ര രൂപയാണ് അവാർഡ് ചെയ്യുന്നത് മാക്സിമം കോമ്പൻസേഷൻ? എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. 20 ലക്ഷമാണ് മാക്സിമം കോമ്പൻസേഷൻ. ഓംബുഡ്സ്മാൻ സ്കീം അനുസരിച്ച് എത്രയാണ് അവാർഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? 20 ലക്ഷമാണ്. 20 lakhs. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. The banking ombudsman can order additional compensation.
of up to dash towards loss of time, harassment or mental agony caused to the complaint by the bank. Complainant by the bank. അതായത് ഈ ഒരു വേർഡ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആരാണോ അയാളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി, നമ്മളിപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശം അനുഭവമാണ് നമുക്കുണ്ടായത്. നമുക്കൊരു ഹരാസ്മെൻറ്റ്, ഒരു മെൻ്റൽ ഹരാസ്മെൻ്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് കരുതുക. അപ്പോൾ അതിനും നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേഷൻ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എത്ര രൂപയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കോമ്പൻസേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ് കേട്ടോ. 1 lakh rupees ആണ്. ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ക്യാൻ ഓർഡർ അഡീഷണൽ കോമ്പൻസേഷൻ ഓഫ് അപ് ടു rupees 1 lakh towards the loss of time, harassment or mental agony caused to the complainant by the bank. Okay. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് NA ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിലെ സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ഇവിടെ നമ്മൾ NA ആക്ട് 881 റിലേറ്റ് ചെയ്ത് കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എളുപ്പമുള്ള സെക്ഷനുകളാണ് അല്ലേ. 124, സെക്ഷൻ 52, സെക്ഷൻ 131, സെക്ഷൻ 87. അപ്പം നമുക്ക് നോക്കാം 124. എപ്പോഴും നമുക്ക് ഡൗട്ടാണ്, ജനറൽ ക്രോസിങ് സ്പെഷ്യൽ ക്രോസിങ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ടാണ് അല്ലേ, 124 ആണോ 123 ആണോ എന്നുള്ള ഡൗട്ടുണ്ട്. മറന്നു പോകരുത്, 124 ആരാണ്, സ്പെഷ്യൽ ക്രോസിങ് ആണ് 124 കേട്ടോ. 124 സ്പെഷ്യൽ ക്രോസിങ് ആണ്. സെക്ഷൻ 52 എന്താണ് പറയുന്നത്? സെക്ഷൻ 52 എൻഡോഴ്സ്മെൻറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ 52 സാൻ റീകോസ് എൻഡോഴ്സ്മെൻ്റ് ആണ് പറയുന്നത്. സാൻ റീകോസ് എൻഡോഴ്സ്മെൻറ്റ്. ഇനി സെക്ഷൻ 131 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ. പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ പറയുന്നത് എവിടെയാണ്? 131 സെക്ഷൻ 87 എന്തിനെ പറ്റി പറയുന്നത്? മെറ്റീരിയൽ ഓൾട്ടറേഷനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കിക്കേ. 124 എന്താണ്? 124 സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. 52 സാൻ റീകോസ്, 131 മെറ്റീരിയൽ ഓൾട്ടറേഷൻ, 131 പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ, സെക്ഷൻ 87 മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ലേ. അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്ത് ആൻസറിലോട്ട് നോക്കിയാലോ. സെക്ഷൻ 124 1 D ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 D ഉള്ള ഓപ്ഷൻസ് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് നോക്കാം. 1 D, 2 C കറക്റ്റ് അല്ലേ. 131 മൂന്നാമത്തേത് B ആണ് പറഞ്ഞത്, 3B. 487 മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ് നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽ ഓൾട്ടറേഷൻ 4A കറക്റ്റ് അല്ലേ. നമ്മൾ കണ്ടെത്തിയ എല്ലാം കറക്റ്റ് അല്ലേ. 124 സ്പെഷ്യൽ ക്രോസിംഗ്, രണ്ടാമത്തേത് സാൻ റീകോസ് എൻഡോഴ്സ്മെൻറ്റ്, മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ, നാലാമത്തേത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. What does an IFSC code helps to ensure in the context of electronic fund transfers? Okay. അപ്പോൾ എന്താണ് IFSC കോഡ്? IFSC കോഡ് നമ്മൾ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെക്യൂരിറ്റി പർപ്പസ് ആണോ, അതോ നമ്മളെ ട്രാൻസാക്ഷൻ സ്പീഡി ആക്കാൻ വേണ്ടിയിട്ടാണോ, അതോ കറക്റ്റ് ദ റൂട്ടിംഗ് ഓഫ് ദ ട്രാൻസാക്ഷൻ, ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എവിടെ നിന്ന് വന്നു അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ, എമൗണ്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനിൽ എത്രയാണോ എമൗണ്ട് അവിടെ പേ ചെയ്തത് അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ IFSC നമ്മൾ യൂസ് ചെയ്യുന്നത്? 11 ഡിജിറ്റ് നമ്പറുള്ള കോഡാണല്ലോ IFSC. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ പർപ്പസ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്തിനാണ്, എവിടെ നിന്നാണ് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ബ്രാഞ്ചിൻ്റെ കോഡ് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ IFSC കോഡിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ദ റൂട്ടിംഗ് ഓഫ് ദ ട്രാൻസാക്ഷൻ. നമുക്ക് സെക്യൂരിറ്റി പർപ്പസ് ഒന്നും അല്ല കേട്ടോ, അതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി പർപ്പസ് ഒന്നുമല്ല, ടു കറക്റ്റ് ദ റൂട്ടിംഗ് ഓഫ് ദ ട്രാൻസാക്ഷൻ. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ്. ഓക്കെ. The nationalized bank dash merged with the Punjab National Bank.
പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് 1993 മെർജ് ചെയ്തത് ഏത് ബാങ്ക് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏതാണ്? നെടുങ്ങാടി ബാങ്കുണ്ട്, ധന ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. 1993 പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തത് ഏത് ബാങ്കാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. UPI അല്ലേ, നമുക്ക് UPIയുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലേ. നോക്കാം, നമുക്കിതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ പുറത്താക്കണം അല്ലേ. നോക്കിയാലോ. ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് റിയൽ ടൈം പേയ്മെന്റ് സർവീസ് സിസ്റ്റം that helps in instantly transferring അല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അല്ലേ, instantly transferring the funds between two accounts through the mobile platform അല്ലേ. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അതാണ് അല്ലേ. Make direct bank payment to anyone on UPI using their UPI ID and also request money through the app from the UPI ID അല്ലേ. നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റും കൊടുക്കാനുള്ള ഫെസിലിറ്റി UPI തരുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെ നിന്ന് വേണോ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വെച്ച് ആർക്ക് എപ്പോൾ വേണോ കാശ് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മളത് യൂസ് ചെയ്യുന്നവരാണ്, അതിൻ്റെ അഡ്വാൻറ്റേജും അറിയാവുന്നവരാണ്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, നമുക്ക് റിക്വസ്റ്റ് മണി വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും നമുക്ക് UPI ID വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതും കറക്റ്റാണ്, രണ്ടും നമുക്ക് ശരിയാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ NPCI. UPI ഡെവലപ്പ് ചെയ്തത് NPCI തന്നെയാണ്. ദ ഇൻ്റർഫേസ് ഈസ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ് കേട്ടോ. ഡെവലപ്പ് ചെയ്ത് NPCI ആണ്, പക്ഷേ ഇത് ആരുടെ റെഗുലേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? RBIയുടെ റെഗുലേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. UPI ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1st April 2016. 2016 UPI വന്നത്. 1st April 2016 UPI വന്നത്. ഇതിലേതാണ് തെറ്റ്? നമ്മളിത് ഈ പോയിന്റുകളെല്ലാം നോക്കിയല്ലേ, ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. തെറ്റ് ഈ വർഷം ഡേറ്റ് ഒന്നും കൂടെ നമുക്ക് നോക്കിയാലോ. 1st അല്ല, 11 April 2016 ഇത് വന്നത് കേട്ടോ. UPI വന്നത് 11 April 2016 UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. 11 April 2016 UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 1st April അല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ കേട്ടോ. UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത് 11th April 2016. ഓക്കെ, so thank you so much.